സ്- ശ്രീമതി നിർമ്മല തോമസിനെ പരിചയപ്പെടുത്തുന്നത്. ഈ കൂട്ടായ്മയുടെ ശില്പികളിൽ ഒരാളും അതിൻ്റെ ജീവസാരം തന്നെയുമായ നിർമ്മലയെ ഇതുവരെയും പരിചയപ്പെട്ടിട്ടില്ലാത്ത ഏതെങ്കിലും വായനാരാമം അംഗങ്ങളുണ്ടെങ്കിൽ അവർക്കായി ഈ എഴുത്തുകാരിയെ അല്ല നമ്മുടെ ഉറ്റ സുഹൃത്തിനെ പരിചയപ്പെടുത്തുവാൻ ഏറെ സന്തോഷമുണ്ട്. അറിഞ്ഞോ അറിയാതെയോ ദേശബോധം എന്നൊരു ദിശാബോധം മലയാള സാഹിത്യത്തെ നയിച്ചു കൊണ്ടുപോകുന്ന വഴിയിടത്തിൽ കൂടെ തന്നെയാണ് നിർമ്മലയുടെ കൃതികളും സഞ്ചരിക്കുന്നത്. ഓരോ എഴുത്തുകാരും തങ്ങൾക്ക് ഏറ്റവും പരിചിതമായ പ്രദേശങ്ങളെ, അവയുടെ ഭാഷകളെ, സാംസ്കാരിക ഉൾത്തുടിപ്പുകളെയൊക്കെ ആവിഷ്കരിക്കുമ്പോൾ നിർമ്മല പ്രവാസ ലോകം എന്ന സ്വന്തം ഭൂമികയാണ് എഴുത്തു പലകയാക്കി ഉപയോഗിക്കുന്നത്. പക്ഷെ ആ സ്ഥലം പുറമേക്ക് വരേണ്യം എന്ന് തോന്നുമെങ്കിലും മലയാള സാഹിത്യ ലോകത്തിന് അത് എന്നും അരികുവൽക്കരിക്കപ്പെട്ട ഒരു 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 വസ്തുതയാണ്, ഒരു സ്ഥലമാണ്. നിർമ്മലയെ പ്രവാസി എഴുത്ത് സാഹിത്യകാരി എന്ന് ബ്രാൻഡ് ചെയ്യുന്നത് തികഞ്ഞ അനീതിയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. സമകാലീന മലയാള സാഹിത്യം എന്ന എഴുത്തുപുരയുടെ പൂമുഖത്ത് തന്നെ കസാല വലിച്ചിട്ട് വന്നിരിക്കാൻ യോഗ്യതയുള്ള എഴുത്തുകാരിയാണ് നിർമ്മല. ആവിഷ്കാരത്തിന്റെ നിരവധി അങ്കലാപ്പുകളെ ഉള്ളിൽ പേറുമ്പോൾ തന്നെ അവയെ സവിശേഷമായ ഒരു പരിഹാസത്തോടെ നേരിടുന്ന നിർമ്മലയുടെ എഴുത്ത് ഏറെ അധ്വാനം വേണ്ട ഒന്നാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എംബോഡീഡ് നറേഷൻ ആണ് നിർമ്മലയുടെ എഴുത്ത് ശൈലി. കഥാപാത്രങ്ങളുടെ വേദനയും അവരുടെ ചിന്തകളുമൊക്കെ വായനക്കാരനെ ഏറ്റവും ശക്തമായ രീതിയിൽ മനസ്സിലാകുന്ന അല്ല അനുഭവിപ്പിക്കുന്ന തരത്തിലുള്ള എഴുത്ത്. അനസ്തേഷ്യ തന്ന മയക്കാതെ ശസ്ത്രക്രിയ നടത്തുന്ന രീതി. ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന കരയിലെ മീനുകൾ എന്ന കൃതി അതിൻ്റെ നല്ല ഉദാഹരണവുമാണ്. ഇത് നിർമ്മലയുടെ മൂന്നാമത്തെ നോവലാണ് പ്രസിദ്ധീകരിക്കപ്പെട്ട. പാമ്പും കോണിയും എന്ന ആദ്യ നോവൽ പ്രവാസത്തിൻ്റെ, പ്രത്യേകിച്ച് കനേഡിയൻ കുടിയേറ്റത്തിൻ്റെ ആദ്യകാല അനുഭവങ്ങളെക്കുറിച്ച് കൈകാര്യം ചെയ്യുന്നു. അതിനുശേഷം വന്ന മഞ്ഞിൽ ഒരുവൾ എന്ന നോവൽ ആതുരത എന്ന വ്യവഹാര മണ്ഡലമാണ് കൈകാര്യം ചെയ്യുന്നത്. അതും കനേഡിയൻ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ടതാണ്. അതിന് ഒരു യൂണിവേഴ്സൽ അപ്പീലുള്ള ഒരു പുസ്തകമാണ്. ഈ രണ്ട് നോവൽ കൂടാതെ ഇതുവരെ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന കഥാസമാഹാരങ്ങൾ ആദ്യത്തെ 10, നിങ്ങൾ എന്നെ ഫെമിനിസ്റ്റാക്കി, മഞ്ഞ മോരും ചുമന്ന മീനും എന്നിവയും സ്ട്രോബെറികൾ പൂക്കുമ്പോൾ എന്ന അനുഭവക്കുറിപ്പും ആണ്. ഏറെ വർഷങ്ങളായി ആനുകാലികങ്ങളിൽ നിർമ്മലയുടെ കഥകൾ പ്രത്യക്ഷപ്പെടാറുണ്ട്. ആ വഴിക്ക് തന്നെ ഒരു വലിയ വായനാ സമൂഹം നിർമ്മലയെ ഫോളോ ചെയ്യുന്നുമുണ്ട്. ഇംഗ്ലീഷ് എന്ന ശ്യാമപ്രസാദ് ചലച്ചിത്രം ചില തീരുമാനങ്ങൾ എന്ന നിർമ്മലയുടെ കഥയെ ആസ്പദമാക്കി നിർമ്മിച്ചിട്ടുള്ളതാണ്. അവാർഡുകൾ: തകഴി പുരസ്കാരം, പോഞ്ഞിക്കര റാഫി അവാർഡ്, അങ്കണം അവാർഡ്, നോർക്ക പ്രവാസി പുരസ്കാരം, ലാന കഥ അവാർഡ് പ്രധാനപ്പെട്ടവ. ഹാമിൽട്ടണിലെ ആൻ കാസ്ട്രോയിൽ താമസിക്കുന്നു. IT രംഗത്ത് പ്രോജക്ട് മാനേജറാണ്. ശ്രീ ചെറിയാൻ തോമസ് ആണ് ജീവിത പങ്കാളി. മക്കൾ കിരൺ, ഡെവൻ. നിർമ്മല എന്ന നമ്മുടെ ഈ സുഹൃത്തിനെ എത്രയും പെട്ടെന്ന് നേരിട്ട് പരിചയപ്പെട്ടിട്ടില്ലാത്തവർ, വായനയുടെയും എഴുത്തിൻ്റെയും വഴികളിൽ അവർ നിങ്ങൾക്ക് ഒരു നല്ല മാർഗദർശിയായിരിക്കും. ആ സൗഹൃദത്തിൻ്റെ അതിമധുരം നിങ്ങൾ അത്യധികം ആസ്വദിക്കുകയും ചെയ്യും. നന്ദി. താങ്ക് യു പ്രസാദ്. ഇനി അടുത്തതായിട്ട് നമുക്ക് നേരിട്ട് കഥയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ നോവലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അരുൺ സജീവിന് ബാറ്റൺ കൈമാറുന്നു. എല്ലാവർക്കും നമസ്കാരം. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. ഇത്രയും പേര് ഇവിടെ ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല. നിർമ്മലേച്ചും കുറച്ച് പേര് മാത്രം ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിച്ചത്. എന്റെ അവസ്ഥ അതാ. അതെ. അപ്പോ ഇത്രയും പേരെ കണ്ടത് സന്തോഷം. ആദ്യമായിട്ട് വരുന്നവർക്ക് വായനാരംഗത്തിലേക്ക് സ്വാഗതം. എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുവാണ്. കഥയിലൊരു ചെറിയ വരിയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഏതു കൂട്ടത്തിലും വിജയസാധ്യതയില്ലാത്ത അധികൃതനായി കരുതിയ ആൾ വിജയിക്കുന്നത് കാണാൻ ഒരു ചേലുണ്ട്. പരാജയപ്പെടുന്നത് നമ്മളല്ലെങ്കിൽ. കരയിലെ ഒരു മീനായ മാത്തുക്കുട്ടി വിജയിച്ചു കാണണമെന്ന് ഞാൻ ഈ കഥയിൽ ഉടനീളം ഒരുപാട് ആഗ്രഹിച്ചു. കഥയിലെ മത്സരത്തിൽ ഞാൻ ഇല്ലല്ലോ. അതുകൊണ്ട് ഒരു ഡിസ്ലെക്സിക് ആൽക്കഹോളിക് ആയ ഒരു പുരുഷനെ ഒരു സ്ത്രീക്ക് എങ്ങനെ ഇത്ര ഭംഗിയായി വർണ്ണിക്കാൻ സാധിക്കുന്നു?
ഞാൻ എഴുതാൻ ആഗ്രഹിക്കുന്ന പോലെ എഴുതുന്ന ഒരാളെ ആരാധനയോടെ അല്ലാതെ കാണാൻ എനിക്ക് നിവൃത്തിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ നോവലിനെ കുറിച്ച് എത്ര പ്രകീർത്തിച്ചാലും അതൊരു ഫാൻ ബോയ് റിവ്യൂ ആയി മാത്രം ഒരുപക്ഷെ ഒതുങ്ങും. എങ്കിൽ പോലും ഞാൻ എൻ്റെ കർത്തവ്യം നിർവഹിക്കാൻ ശ്രമിക്കാം. അമ്മച്ചിയുടെ മാത്തുക്കുട്ടി, റോബർട്ടിന്റെ മാറ്റ്, തങ്കമണിയുടെ മാത്യു വർഗീസ്, ഇവർ മൂന്ന് പേരും നമ്മൾ വായനക്കാർക്ക് ഒരാളാണെങ്കിലും അമ്മച്ചിയുടെയും റോബർട്ടിന്റെയും തങ്കമണിയുടെയും കണ്ണുകൾക്ക് അങ്ങനെയല്ല. ഈ ചാച്ചന്റെ അടിവാങ്ങി കൂട്ടുന്ന മാത്തുക്കുട്ടിക്ക് അമ്മച്ചിയുടെ മമത കരയിലെ ഒരു ഒറ്റ ജീവവായുവാണ്. ലോഗ് ബുക്കിനെ നിന്ദിക്കുന്നവൻ മുടി ചീകി മിനുക്കി നടന്ന് കോർപ്പറേറ്റ് ലാഡർ കയറിയ റോബർട്ടിന്റെ കണ്ണിലെ കരടാണ്. അടയാളപ്പെടുത്തിയ പടങ്ങൾക്കും പത്രാസിനും കണ്ടുപിടിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾക്ക് മീതെ സഞ്ചരിക്കുന്നവനെ എന്നും ട്യൂട്ടർ ചെയ്യണം. അത് തന്നെയാണ് റോബോട്ടും ചെയ്യുന്നത്. മെച്ചപ്പെട്ട ജോലിയില്ലാത്ത, പെരുമാറ്റ മര്യാദകൾ ഒന്നും തന്നെ പാലിക്കാത്ത, വീടിനും സമൂഹത്തിനും ഒരു ശല്യമായി തീരുന്ന ഒരു ഭർത്താവിനെ കുറിച്ച് ഓർത്ത് എന്താണ് തങ്കമണി ഗർവിക്കേണ്ടത്? സ്ത്രീയുടെ ജീവിതവും പ്രതിസന്ധികളും മാത്രം ചർച്ചയാകുന്ന ഈ ഒരു സമൂഹത്തിൽ ഇത്തരം നിസ്സഹായരായിട്ട് ഉള്ള ഒരു മനുഷ്യരെ പറ്റി ഇങ്ങനെ എഴുതാൻ കഴിയുന്ന നോവലുകൾ അനിവാര്യമാണ്. ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെ ഇത്ര കണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നതാണ് ഇതിലെ വിജയം. ഒപ്പം മദ്യാസക്തിയും അതുമൂലം ഉണ്ടാകുന്ന അപമാനങ്ങളും അവഗണനകളും പുറത്താക്കപ്പെടലുകളും കുടുംബത്തിലും സമൂഹത്തിലും അധികാര കേന്ദ്രങ്ങൾ പിടിമുറക്കുന്നതും വിവരിക്കാൻ നിർമ്മൽ ചേച്ചിക്ക് വളരെ ഭംഗിയായി സാധിച്ചിരിക്കുന്നു. വളരെയധികം റിസർച്ച് നടത്തിയിരിക്കുന്ന ഒരു എഴുത്താണത്. അതിന്റെ ഒരു ഉദാഹരണമാണ്, ഒരു എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയർ ആണ് മാത്യു. വളരെ ഇൻഡെപ്തായി റിസർച്ച് ചെയ്തതിൻ്റെ ഒരു ഉദാഹരണമാണ് ഡഗ്ലസ് വിമാനങ്ങളുടെ എഞ്ചിൻ വ്യത്യാസങ്ങളെ പറ്റിയെല്ലാം വളരെ ഭംഗിയായി വിവരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കഥയുടെ കറക്റ്റ് ഇന്റർവെലുകളിൽ ഏതൊക്കെ കള്ള്, ആ കള്ള് വരുന്ന വഴികൾ എല്ലാം വളരെ ശ്രമിക്കണം വളരെ ഭംഗിയായി അതിനകത്ത് വിവരിച്ചിരിക്കുന്നുണ്ട്. കള്ള് കുടിക്കുന്നവന് കള്ളിനെ പറ്റി വളരെ നന്നായിട്ട് അറിയാം എന്നുള്ളൊരു അഹങ്കാരം എനിക്കുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അഹങ്കാരം അങ്ങനെ തന്നെ തീർന്നു. ഈ കഥയുടെ അവസാനം വെള്ളത്തിൽ തന്നെയാണ് കഥാപാത്രം ലയിച്ചു ചേരുന്നത്. അത് ഒരുപാട് വേദന തരുന്നൊരു അനുഭവമായി മാറി. പക്ഷെ എങ്കിൽ പോലും ഈ ഒരു കഥ ഇംഗ്ലീഷിലായിരുന്നു എഴുതിയിരുന്നെങ്കിൽ ഒരു പക്ഷേ വായനാരാമത്തിൽ ഗില്ലർ പ്രൈസ് നേടുന്ന ഒരു എഴുത്തുകാരിയായി നിർമ്മല ചേച്ചി മാറേണ്ടതായിരുന്നു. ഇത് ഇംഗ്ലീഷിലൂടെ എഴുതണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കടമ നിർവഹിക്കുന്നു. നന്ദി. താങ്ക് യു അരുൺ. അടുത്തതായിട്ട് അശ്വതി തന്റെ ഒരു നിരീക്ഷണം, ഒബ്സർവേഷൻ കഥയെക്കുറിച്ചും സോറി അതിന്റെ ഇടയിൽ എന്റെ ജെമിനി ഓണായി, സോറി കേട്ടോ. അശ്വതി, ഒരു കൺഫെഷൻ ഉണ്ട്. കുറെ നാൾ കൂടിയിട്ടാണ് ഞാൻ ഒരു ബുക്ക്, മലയാളം ബുക്ക് വായിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ഒബ്സർവേഷൻസ് അങ്ങനെ തന്നെ എടുക്കണം. അതിന് താങ്ക്സ് ടു അഖിൽ ആൻഡ് വായനരാമം ഫോർ മേക്കിംഗ് മീ റീഡ് ദിസ് യുനോ. അതുകൊണ്ട് ഓക്കെ, എൻ്റെ ഒബ്സർവേഷൻസിലായിരുന്നു ഒന്ന്, ഫസ്റ്റ് ഇതിൽ എക്സ്പീരിയൻസ് ഓഫ് എൻ അഡിക്റ്റ് പറയുന്നത് വളരെ ഭംഗിയായിട്ടാണ്. അത് വായിക്കുന്ന ഒരാൾക്ക് ഒട്ടും തന്നെ ഓവർവെൽമിങ് അല്ല ഒരു പോയിന്റിൽ. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ബിക്കോസ് സാധാരണ നമ്മൾ ഇതിനെപ്പറ്റി വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് വളരെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്കാണ്. പക്ഷെ മാത്യുവിന്റെ ചിന്തകൾ നമ്മൾ അറിഞ്ഞു കഴിയുമ്പോൾ നമുക്കത് വളരെ ഒരു ഒട്ടും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓവർവെൽമിങ് അല്ലാതെ എനിക്ക് ആ ഒരു മാത്യുവിന്റെ സ്ട്രഗിൾസ് മനസ്സിലാക്കാൻ പറ്റി. അതുപോലെ തന്നെ ഇതിൽ പാസ്റ്റ് ആൻഡ് പ്രസന്റ് നന്നായി വീവ് ചെയ്തിട്ടുണ്ട്. സോ ഓഥർ ഇങ്ങനെ എന്താ പ്രസന്റ് പറഞ്ഞ് പാസ്റ്റിലേക്ക് പോയി. ഫോർ എക്സാമ്പിൾ, ആദ്യത്തെ ഒരു ടു ടെൽ യു ദ ട്രൂത്ത്, ആദ്യത്തെ കപ്പിൾ ഓഫ് ചാപ്റ്റേഴ്സ് എനിക്ക് അത്ര പെട്ടെന്ന് വായിക്കാൻ പറ്റിയില്ല. ഇറ്റ് ടുക്ക് മീ സം ടൈം. പക്ഷെ അത് പിക്ക് ചെയ്യുന്നത് അറ്റ് ലേറ്റസ്റ്റ് സ്റ്റേജസ് വെൻ വി ട്രൈ ടു വീവ് ഇൻ ഓൾ ഓഫ് ദീസ് എക്സ്പീരിയൻസസ് പാസ്റ്റ് ആൻഡ് പ്രസന്റ് വിച്ച് മാത്യു ഹാവ് ഗോൺ ത്രൂ or might have gone through.
അപ്പൊ അതുകൊണ്ട് അത് തന്നെ കുറച്ച് ലേറ്റർ ഓൺ ആണ് ഞാൻ അതിന്റെ ആ പേസ് പിക്ക് ചെയ്തത്. ഇതെല്ലാം വീവ് ചെയ്ത് വന്നപ്പോൾ. പിന്നെ വേറൊരു ആസ്പെക്ട് ആൽക്കഹോൾ, മാത്യുവിന്റെ ഇത് പറയുന്നുണ്ടെങ്കിലും അതിന്റെ കൂടെ തന്നെ ഇതിന്റെ സൈഡ് എഫക്ട്സ് ഓഫ് ആൽക്കഹോളിസം, ഒരു അഡിക്ഷൻ വളരെ നന്നായി പറഞ്ഞു പോകുന്നുണ്ട്. വെദർ ഹിസ് സ്ട്രെയിൻ ഇൻ റിലേഷൻഷിപ്പ് വിത്ത് ഹിസ് വൈഫ്, വിത്ത് ഹിസ് ഫ്രണ്ട്സ്, ജോലി നഷ്ടപ്പെടുന്നതായാലും, പിന്നെ ലൈസൻസ് പോകുന്നതായാലും, ഫൈൻ വരുന്നതായാലും, ഓഫീസിലും ആൽക്കഹോൾ കൊണ്ടുപോയി കുടിക്കുന്നതായാലും, അതെല്ലാം നമുക്കതൊരു ഇങ്ങനെ കണക്ട് ചെയ്ത് വീവ് ചെയ്ത് ഒറ്റയടിക്ക് പറയാതെ പലയിടത്തായി പറഞ്ഞ് വളരെ ഭംഗിയായിട്ട് അത് എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റി. നെക്സ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയ ഒബ്സർവേഷൻ, ഇതൊരു നോർത്ത് അമേരിക്കൻ കോണ്ടെക്സ്റ്റിൽ എഴുതിയത് ഒരു ബുക്കാണ്. ഞാൻ 2 years ആയിട്ടുള്ളൂ ഈ ഒരു നോർത്ത് അമേരിക്കയിൽ വന്നിട്ട്, ബട്ട് സ്റ്റിൽ ഐ കുഡ് കണക്ട് ടു ഇറ്റ്. പല എല്ലാം പൊളിറ്റിക്കൽ സിനാരിയോ വളരെ നന്നായിട്ട് അഗെയിൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പലയിടത്ത്. ഗൺ വയലൻസിനെ കുറിച്ചാണെങ്കിലും, ഇല്ലീഗൽ ഇമിഗ്രൻസിന്റെ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ആണെങ്കിലും. അപ്പോൾ എനിക്കത് ആൽക്കഹോൾ മാത്രമല്ല, അതിനെക്കുറിച്ച് ഇപ്പൊ അരുൺ പറഞ്ഞ പോലെ അതിനെക്കുറിച്ച് പറഞ്ഞു പക്ഷേ പൊളിറ്റിക്കൽ സിനാരിയോ അല്ലെങ്കിൽ ഡിഫറെന്റ് സ്റ്റാൻഡ് പോയിന്റ്സ് അതും എനിക്ക് വളരെ നന്നായി തോന്നി ഇതിൽ പറഞ്ഞു പോയിരിക്കുന്നത്. തേർഡായിട്ട് എനിക്ക് തോന്നിയത് അഗെയിൻ ഈ ബുക്കിന്റെ പേര് വളരെ ആപ്റ്റാണ്, കരയിലെ മീനുകൾ. അത് ഞാൻ 2 കോണ്ടെക്സ്റ്റിലാണ് കാണുന്നത്. ഒന്ന്, അരുൺ പറഞ്ഞ പോലെ ഹി ഈസ് സഫറിങ് ഫ്രം ഡിസ്ലെക്സിയ, സോ ഹി ഹാസ് ഗോട്ട് ലേണിംഗ് ഡിസബിലിറ്റീസ്. അപ്പൊ എപ്പോഴും ഹി മൈറ്റ് ബി ഫീലിംഗ്, ഹി ഈസ് ഓർ നോട്ട് മൈറ്റ് ബി ഫീലിംഗ്, ഹി ഈസ് ഫീലിംഗ് ആസ് ഇഫ് ഹി ഈസ് ഔട്ട് ഓഫ് വാട്ടർ, ഹി കനോട്ട് ബ്രീത്ത്. അത് കഥയിൽ ഫുൾ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കും. അയാളുടെ വീർപ്പുമുട്ടലും അയാളെ മനസ്സിലാക്കാൻ പറ്റാത്തതും അയാൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തതും ആ ഒരു ഡിഫിക്കൽട്ടി. അതുകൊണ്ട് അനദർ കോണ്ടെക്സ്റ്റ് പറയുകയാണെങ്കിൽ ഒരു ന്യൂ ഇമിഗ്രന്റിന്റെ കോൺഫ്ലിക്ട്സ്, യു ഫീൽ ലൈക്ക് കരയിലെ മീനാണ്. ദർ ആർ ലോട്ട് ഓഫ് ഇന്നർ കോൺഫ്ലിക്ട്സ് വിച്ച് ഗോ ത്രൂ ദ പേഴ്സൺ ഹു കംസ് ഇൻ ആസ് എ ന്യൂ ഇമിഗ്രന്റ്. അപ്പം അതും വളരെ നന്നായിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ രണ്ട് പാരഗ്രാഫ്സ് എനിക്ക് വളരെ ഇഷ്ടമായി. ജീന ഇവിടെ പറയാൻ പറ്റുമോ അതോ ഇസ് ഇറ്റ് ഫൈൻ? പറയാം, പിന്നെ പറയാമല്ലേ. അത് വളരെ എനിക്ക് ഇഷ്ടമായി. ഒന്ന് പേജ് 63-ലാണ്. അതൊരു കോൺവെർസേഷൻ ബിറ്റ്വീൻ മോളും മാത്യുവിന്റെ മോള് അമ്മ. മോള് വളരെ എന്താ പറയുക, മോള് ബീങ് സെക്കൻഡ് ജനറേഷൻ ഇസ് വെരി ഫ്രീ അബൌട്ട് ഹെർ തോട്ട്സ്, വളരെ ഫ്രീ ആയിട്ടാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. മോൾ ഇങ്ങനെ വളരെ എന്താ പറയുക ഫ്രീ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുമ്പോൾ അമ്മ വിചാരിക്കുന്നതും അച്ഛൻ വിചാരിക്കുന്നതും തമ്മിലുള്ള ഒരു ഡിഫറൻസ് അതിൽ പറയുന്നുണ്ട്, വിച്ച് ഐ ഹാവ് സീൻ ഇൻ മെനി കോൺവെർസേഷൻസ് വിത്ത് മൈ ഫ്രണ്ട്സ് ഓൾസോ. ഇതൊരു ആക്ച്വലി ആയിട്ട് നടക്കുന്ന ഒരു കോൺഫ്ലിക്റ്റ് പോലെയാണ്. പക്ഷേ ഇത് തങ്കം എന്നാണ് വൈഫിന്റെ പേര്. ഈ മോൾ ഇങ്ങനെ പറയുമ്പോൾ തങ്കം അതിനെല്ലാം അവളെ വഴക്ക് പറയും. തങ്കം ആ കൊച്ചിന്റെ തീ കെടുത്തി കളയാതിരുന്നാൽ മതിയായിരുന്നു. ഇതാണ് അച്ഛന്റെ വ്യൂ പോയിന്റ്. ചിലപ്പോൾ എനിക്ക് പേടിയാകും അവൾ ഒരു തീവ്രവാദിയോ ഭീകരയോ ആയി മാറുമെന്ന്. പക്ഷെ തങ്കത്തിന്റെ പേടി അവൾക്ക് നല്ലൊരു ചെറുക്കനെ കിട്ടുമോ എന്നാണ്. ജെന്നിയെ കെട്ടിച്ച് വിട്ടാലെ സമാധാനമായി ജീവിക്കാൻ പറ്റുമെന്ന് തങ്കം പറയുമ്പോൾ എനിക്ക് ദേഷ്യം വരും. ഇതെനിക്കൊരു വളരെ ഇങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പാരഗ്രാഫ് ആയിരുന്നു. അതേപോലെ തന്നെ ഒരു 69 പേജിൽ ഇതേപോലെ ഒരു 96 റിഫ്ലക്ഷൻ ഉണ്ട്. അതിൽ നടന്നിരിക്കുന്ന വെച്ചാൽ ന്യൂ ഇമിഗ്രന്റ് ആയിട്ട് വന്നപ്പോൾ ഇവിടുത്തെ പല കാര്യങ്ങളും എങ്ങനെ ചെയ്യണമെന്ന് മാത്യുവിന് അറിയില്ല. അപ്പൊ മാത്യുവിനെ ഒരു ലേഡി പഠിപ്പിക്കുന്നതാണ്. പഠിപ്പിച്ച് കഴിയുമ്പോൾ ഒരു കോൺവെർസേഷൻ അവിടെ വരുമ്പോൾ മാത്യു അവരോട് ചോദിക്കുകയാണ്, ഞാൻ ചെയ്തിരുന്നത് തെറ്റാണെന്ന് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു, ഞാൻ കഴിക്കുന്ന ഭക്ഷണ രീതി ഫോർ എക്സാമ്പിൾ തെറ്റായിരുന്നു പറയായിരുന്നല്ലോ എന്ന് പറയുന്നു. അപ്പം അവര് പറയുന്നതാണ്, നീ തെറ്റായ രീതിയിലല്ല, നിന്റെ നാട്ടുനടപ്പനുസരിച്ചാണ് ഭക്ഷണം കഴിച്ചത്, അത് തെറ്റാണെന്ന് പറയാൻ എനിക്ക് അവകാശമില്ല. നിന്നെ യൂറോപ്പിലെ ശീലങ്ങൾ കാണിച്ചു തരുന്നത് ഇവിടുത്തെ നാട്ടുനടപ്പായത് കൊണ്ടാണ്. രണ്ടും അറിഞ്ഞിരിക്കുന്നത് ഏത് സ്വീകരിക്കണം എന്ന് തീരുമാനിക്കാൻ നിന്നെ പ്രാപ്തനാക്കും. എനിക്കത് വളരെ പവർഫുൾ. ഈവൻ ഫോളോയിങ് പാരഗ്രാഫ് സേസ്, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു വിശദീകരണം ഞാൻ കേൾക്കുന്നത്.
തെറ്റും ശരിയും എന്നല്ലാതെ എനിക്കായി ഒരു ശരിയുണ്ടെന്ന് അന്ന് വരെ എനിക്ക് അറിയില്ലായിരുന്നു. ആരെങ്കിലും എന്തെങ്കിലും എന്നോട് പറഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും എന്നെ കാണിച്ചു തന്നാൽ അത് ഞാൻ ചെയ്യുന്ന വിധം തെറ്റായത് കൊണ്ടാണെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഐ തിങ്ക് ദിസ് ഇസ് സംതിങ് വിച്ച് ഇസ് മൂവ്ഡ് മീ ഓർ ഐ കുഡ് ടോട്ടലി കണക്ട് വിത്ത് ഇറ്റ്. ഈ ഒരു പാരഗ്രാഫ് ഇത്രയാണ് എൻ്റെ ഒബ്സർവേഷൻസ്. കരയിലെ മീനുകൾ ഐ റിയലി എൻജോയ്ഡ്. ദോ ഇനിഷ്യലി ഇറ്റ് വാസ് സ്ലോ ഫോർ മീ, ലേറ്റർ ഓൺ ഇറ്റ് പിക്ഡ് അപ്പ്. ആൻഡ് താങ്ക് യു ഫോർ ഗിവിംഗ് us this book, നിർമ്മല. താങ്ക് യു ശ്രുതി. ഇനി നമുക്ക് അടുത്ത ഡിസ്കഷൻസിലേക്ക് കടക്കാം. അപ്പോൾ ഇനി അങ്ങോട്ട് ഡിസ്കഷൻസ് രാജ് എല്ലാവരെയും വൺ ബൈ വൺ ഇൻവൈറ്റ് ചെയ്യും. അതിനനുസരിച്ച് നമുക്ക് ഡിസ്കഷൻസിലേക്ക് പോകാം. ഓക്കെ, താങ്ക് യു. കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ ജോജിമയുടെ പാത്താണ് ഞാൻ ഫോളോ ചെയ്യാൻ പോകുന്നത്. ജോജിമയുടെ കാൽപാദങ്ങൾ പിന്തുടർന്നാണ് പോകുന്നത്. എന്ന് വെച്ചാൽ ഓരോ ആളെയും വിളിച്ച് അഭിപ്രായങ്ങൾ ചോദിക്കാൻ പറയും. സോ പ്ലീസ് കം ഫോർവേഡ് ആൻഡ് ടോക്ക് അബൌട്ട് ഇറ്റ്. ഓക്കെ, പിന്നെ ജോജിമ തന്നെ ഒരു ഗൈഡ് ലൈൻ വെച്ചിട്ടുണ്ട് 3 to 5 minutes. അപ്പൊ അതിൽ എന്തായാലും പറഞ്ഞു വരുമ്പോൾ അത്രയൊക്കെ ആവും. അത് സാരമില്ല, ഇത്തിരി അല്പമൊക്കെ കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമില്ല, നമുക്ക് സമയമുണ്ടെന്ന് തോന്നുന്നു. പിന്നെന്താണ്, നിർമ്മലേച്ചിയോടും കൂടെ ഒരു കാര്യം പറയാനുണ്ട്. ഇതിനകത്ത് വരുന്ന പോയിന്റ്സ് ഒക്കെ നിർമ്മലേച്ചി ഒന്ന് നോട്ട് ചെയ്തത് നന്നായിരിക്കും. കാരണം ഇതിനെല്ലാം ശേഷം നിർമ്മലേച്ചി ഒരു റിപ്ലൈ കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് എല്ലാത്തിനും. അപ്പൊ റെഡി അല്ലേ നിർമ്മലേച്ചി? അതെ അതെ, ചെയ്യാം. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് ജീനയിൽ നിന്ന് തന്നെ തുടങ്ങാം. ജീനയുടെ ഒബ്സർവേഷൻസ് പറഞ്ഞോളൂ. എന്റെ ഒബ്സർവേഷൻസ് ഞാൻ ഒരാളെ വിളിക്കുമ്പോൾ ഞാൻ ആദ്യം കാണുന്നത് ജീനയുടെ പേരാണ്, അതാണ്. അത് കൊള്ളാം. എനിക്ക് എന്റെ കമന്റ്സ് ഒബ്സർവേഷൻസ് ഒക്കെ പറയുന്നതിന് മുമ്പ് തന്നെ നിർമ്മലേച്ചിക്ക് അറിയാം, ഞാൻ എന്റെ ബുക്ക് ഒരാൾക്ക് കടം കൊടുത്തു. ഞാൻ നോട്ട്സ് ഒന്നും എഴുതി, അവിടെ ഇരുന്ന് കൈവക്കി കാണിക്കുന്നു. ഞാൻ നോട്ട്സ് ഒന്നും എഴുതാതെ തന്നെ ആൾക്ക് കടം കൊടുത്തു. പക്ഷെ ഞാൻ വായിച്ചതാണ്. അതുകൊണ്ട് എനിക്ക് വ്യക്തമായി ഞാൻ ഈ ഒരു ചർച്ചയ്ക്ക് വേണ്ടി എഴുതി വെച്ച ഒരു നോട്ടില്ല, എന്റെ ഓർമ്മയിൽ നിന്ന് പറയുകയാണ്. എനിക്ക് ഏറ്റവും ഈ ബുക്ക് വായിച്ചപ്പോൾ ഞാൻ നോട്ട് ചെയ്ത ഭാഗം അരുൺ പറഞ്ഞതുപോലെ ആ മദ്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായി, വളരെ ഓരോ ലെവലിലും എങ്ങനെയാണ് ആ മദ്യം അയാളുടെ ജീവിതത്തെയും അല്ലെങ്കിൽ മാനസിക അവസ്ഥകളെയും ഓരോ മദ്യം അഫക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ ബാധിക്കുന്നത് എങ്ങനെയാണെന്ന് കഥയിലൂടെയും, അതുപോലെ തന്നെ ആ മദ്യത്തിന്റെ പിന്നാമ്പുറ കാഴ്ചകൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എവിടെ നിന്നാണ്. സത്യം പറഞ്ഞാൽ എനിക്കത് ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിട്ട് തോന്നി. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ പലതും എടുത്ത് വായിച്ചിട്ട് ഞാൻ രാജേഷിനെ വിളിച്ചിട്ട് ഞാൻ പറയും, അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ട്, എന്റെ ഹസ്ബൻഡാണ് രാജേഷ്, പുള്ളിയെ വിളിച്ചിട്ട് ഞാൻ പറയും, ദേ കണ്ടോ ഈ മദ്യം ഇന്ന സ്ഥലത്ത്, ഒരു മിനിറ്റ്, ഞാൻ വിളിച്ചിട്ട് പറയും, ഈ മദ്യം ഇന്ന സ്ഥലത്താണ് ഉണ്ടാക്കിയത്, ഇതിന്റെ പിന്നാമ്പുറ കഥകൾ ഇതൊക്കെയാണ്. അങ്ങനെ എനിക്ക് ശരിക്കും പറഞ്ഞ കുറെ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ മറ്റൊരു കാര്യം എഗെയിൻ അരുൺ പറഞ്ഞു തന്നെയാണ് ഞാൻ ഇതിനകത്ത് നോട്ട് ചെയ്ത് വെച്ചത്. അരുൺ പറഞ്ഞതുപോലെ മറ്റൊരു കാര്യം, ഇത്രയും റിസർച്ച് എങ്ങനെയാണ് ചെയ്യുന്നത്? അരുൺ ഇപ്പൊ പറഞ്ഞപ്പോ ഞാനത് ഓർക്കുമായിരുന്നു. ആ ഫ്ലൈറ്റുകളെ കുറിച്ച്, അതിനെക്കുറിച്ച്, ഇത്രയും നമുക്ക് യാതൊരു പരിചയവുമില്ലാത്ത ഒരു മേഖലയെ കുറിച്ച് എങ്ങനെയാണ് റിസർച്ച് ചെയ്തത്, അതിനെടുത്ത ആ എഫേർട്ടിനെ കുറിച്ച് അവസാനം ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു നിർമ്മലേച്ചി. താങ്ക് യു. രാജ്, അടുത്ത ആളിലേക്ക് പോവാം. ഓക്കെ, താങ്ക് യു ജീന. പ്ലാമൂട്ടിൽ വർഗീസ് സാറുണ്ടോ ഇവിടെ? പ്ലാമൂട്ടിൽ വർഗീസ് പോയോ? ഓക്കെ, തിരിച്ചു വരാമെന്നാ. പിന്നെ അടുത്ത ആള് രാജ്, ഹസി പറഞ്ഞോ. ഞാന് ഒരു പരിപാടിയുടെ ഇടയിലാണ്, അപ്പൊ ചിലപ്പോ കുറച്ച് കഴിഞ്ഞ്. ഓക്കെ. നിർമ്മലേച്ചി വളരെ ആസ്വാദ്യകരവും ആകാംക്ഷഭരിതവുമായ ഒരു വായനയായിരുന്നു. ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ വായിച്ചു പോകാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇത്രയും നാള് ഈ ഒരു വ്യക്തിയുടെ ചുറ്റും അനുഭവിക്കുന്നവരുടെ ഒരു വായനയാണ് നമുക്ക് അധികം കിട്ടിയിട്ടുള്ളത്. ഒരു മദ്യപാനിയുടെ ആസക്തിയും അയാളുടെ
അപ്പൊ അത് കുറച്ചും കൂടി ഒരു ആഴത്തിൽ സ്പർശിച്ചു. അങ്ങനെ ഒരു അനുഭവം ഒട്ടും ഇല്ലെങ്കിൽ പോലും അയാളുടെ ആ ഒരു മാനസിക വേദന വായിലിനുടനീളം നമുക്ക് കിട്ടി. അരുൺ പറഞ്ഞ പോലെ അയാൾ ആഗ്രഹിച്ച പോലെ അയാൾ വിജയിച്ചെങ്കിൽ എന്ന് അവസാനം അധ്യായം വരെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ക്ലൈമാക്സ് ആയത് വളരെയധികം നമുക്ക് ആസ്വാദികരമായി തോന്നി. പിന്നെ നിർമ്മലേച്ചിന്റെ ആ എഴുത്തിന്റെ ഒരു ഇതില് ഈ ചില കോട്സ്, മനുഷ്യന്റെ സങ്കടം തിന്ന് ജീവിക്കുന്ന ദൈവത്തെ എങ്ങനെയാണ് നമ്മൾ സ്നേഹിക്കാൻ പറ്റുക, അതേപോലെ നിരന്തരം നമ്മളെ സങ്കടപ്പെടുത്തുന്നത് ജീവിച്ചിരിക്കുന്ന മനുഷ്യരാണെന്നും അവരെയാണ് ഭയക്കേണ്ടതെന്നും ഉള്ള അറിവ് പണ്ട് എനിക്കില്ലായിരുന്നു. അതുപോലെ ലാസ്റ്റ് വരുന്ന ഒരു അധ്യായത്തില് സമൂഹം മനുഷ്യനല്ല കാണുന്നത്, ലിംഗവും യോനിയുമാണ് കാണുന്നത് എന്ന വേദനാജനകമായ ആ ഒരു സത്യം, അതെല്ലാം ഭയങ്കരമായിട്ട് ആഴത്തിൽ നമുക്ക് ഇങ്ങനെ വായനയിലുടനീളം അത് സ്പർശിക്കുന്നുണ്ടായിരുന്നു, അങ്ങനത്തെ ഓരോ കോട്സ്. അപ്പൊ നിർമ്മലേച്ചിയോട് എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ ഈ വായനയുടെ അധ്യായങ്ങളുടെ ഇടയിൽ ഈ വീഞ്ഞ്, ബിയർ, വോഡ്ക അതിന്റെയൊക്കെ ഒരു ചരിത്രവും ഉൽപ്പത്തിയും ഉത്ഭവം ഒക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ സാധാരണ നമ്മൾ ഒരു നോവലിൽ അത് സ്വാഭാവികമല്ല, അങ്ങനെ കാണാറില്ല. അപ്പൊ അങ്ങനെ ഉൾപ്പെടുത്താനുണ്ടായ ഒരു ഉദ്ദേശശുദ്ധിയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രചോദനോ അതൊന്ന് വിവരിക്കാമോ? താങ്ക് യു ഹസി. അപ്പോൾ റെജി കൊടുവത്ത് സാർ ഉണ്ടോ ഇവിടെ? ഓക്കെ, സാർ ഒരു പട്ടാളക്കാരനാണെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. ലൈക്ക് മിലിറ്ററിയിലായിരുന്നല്ലേ നേരത്തെ? പട്ടാളക്കാരൻ. I was a colonel in the Indian Army, served 25 years. I've been in Canada for the last 25 years. പെർഫെക്റ്റ്. അപ്പോ പട്ടാളം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ സേവിക്കാനുള്ള ഒരു മഹത്തായ ഒരു അവസരമാണ്. അപ്പൊ അതിന്റെ അത് ഏവർക്കും ഉണ്ട്. പട്ടാളത്തിൽ പോകണമെന്ന് നിർബന്ധമില്ല രാജ്യത്തെ സേവിക്കാൻ. അതൊരു തെറ്റായ ചിന്താഗതിയാണ്. ഓക്കെ, പെർഫെക്റ്റ്. പക്ഷെ എന്നാലും കുടുംബത്തിൽ നിന്നും വീട്ടിൽ നിന്നും എല്ലാം അകന്ന് വേറൊരു നാട്ടിൽ കഴിയേണ്ടി വരുമ്പോൾ വന്ന ഒരു അവസരത്തിൽ ഒരു കരയിലെ മീനായി എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അത് ഞാൻ എന്റെ ഡിസ്കഷൻ റിട്ടൺ മൈ ഒപ്പീനിയൻ മലയാളത്തിൽ. ഐ സ്റ്റഡീഡ് മലയാളം ടിൽ ഗ്രേഡ് 4. അത് കഴിഞ്ഞ് തമിഴ്നാട്ടിലെ മിലിറ്ററി സ്കൂളിലാണ് പഠിച്ചത്. അതിനുശേഷം നാഷണൽ ഡിഫൻസ് അക്കാഡമി, ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി, പിന്നെ 25 years ഓഫ് മിലിറ്ററി സർവീസ്. മൈ മലയാളം ലിങ്ക് ഇസ് വെരി ലിമിറ്റഡ്. അതുകൊണ്ട് മലയാളം എഴുതുക എന്നുള്ളത് ഐ റൈറ്റ് ഇൻ ഇംഗ്ലീഷ്, ദെൻ ഐ ട്രാൻസ്ലേറ്റ് ഇറ്റ്. സോ ഐ റിട്ടൺ മൈ ഒപ്പീനിയൻ അബൌട്ട് ദിസ് ബുക്ക് ആൻഡ് ഇറ്റ് ഹാസ് ബീൻ പോസ്റ്റഡ് by Nirmala on her Facebook. So I am not going back onto it. So I'll get into what I felt about this book. So first of all, my congratulations to Nirmala on an outstanding novel. The positive side of it I have already covered in my article. Now, alcohol use disorder, most misunderstood concept. It stems from a combination of genetic, environmental, and individual factors. I am party to it because my younger brother was under AUD. My father-in-law was an AUD case. They both got treatment and got out of it. So I'll come to the factors and let me explain how the novel has failed in this. This is like Spirit movie. Mohanlal and Ranjit made that movie to ensure people don't get into AUD, but it glorified drinking. This book also, even though it deals with the AUD, it has glorified alcohol because I myself is a regular drinker. I have 2 to 3 pegs every evening. Now, key risk factors are family history of alcohol problems. Our family has it. My wife's family has it. So I've been always advising our children about it. Drinking at an young age, depression or anxiety, history of trauma. If you have had that, you tend to become alcoholic, especially for veterans like me or my friends. I have known them. Social and environmental factors, peer pressure. This book depicts that in many places. Easy access to alcohol, especially North America. Alcohol misuse, basically binge drinking and heavy drinking, especially at young age, to
to prove that എന്നെ കൊണ്ട് ഒരു കുപ്പി മുഴുവൻ കുടിക്കാം. And that is what fools people into believing that they are great. Now, treatment, I've told you, my 2 family members gone through it. Detox and withdrawal, psychological counseling, oral medications, injected medications, continuing support, and treatment for the underlying psychological problems, which many doctors don't do it. Medical treatment for some health conditions, and ultimately spiritual practice. In the Indian Army, when I was commanding the battalion, we too had 1 or 2 cases of alcoholics or AUD. The problem in the Indian Army is we have only one AFMS 10. That is to send that guy to a psychiatric ward. In those days, I was not aware of all these things. So when you send a guy to the psychiatric ward, he's labeled as Vattan in Malayalam. Hindi parja pagal. Now it is motivation and initiation. That is the worst part of it. My younger brother, my eldest brother took him twice. Ultimately, it was my mother who took him there, and then he got out of it. Stability and structure, it is stable environment with the help to remove the triggers. My mother was the one who supported him. We used to always fight with her. Even പാതിരാത്രി കള്ളു കുടിച്ചിട്ട് വന്ന അമ്മയാണല്ലോ ഭക്ഷണം കൊടുക്കുന്നത്, കൊടുക്കാതിരുന്നാ പോലെ. അന്നേരം അമ്മ പറയായിരുന്നു ഞാനൊരു അമ്മയല്ല. Accountability, maintain sobriety by holding individuals accountable. That is where നമ്മുടെ സൊസൈറ്റി, പ്രത്യേകിച്ച് സഭാ സമാജം, അവിടെ പോകുന്നവരാരും ഗുണം പിടിക്കുകയില്ലെന്ന് ഞാൻ എപ്പോഴും പറയുന്നതിന്റെ കാര്യം അവിടെയാണ് ഈ ആൽക്കഹോളിസം ആൾക്കാരെ കൂട്ടുന്നതും അവരെ വിദ്യാന്മാരല്ലേ കോമളികളാക്കാൻ നോക്കുന്നത്. The family has to celebrate progress in every stage, reinforce the positive changes. Every AUD patient needs emotional support, rebuild trust and emotional connections damaged by alcohol, fostering a sense of security and understanding, because that is the first and foremost thing which a AUD patient always lacks. Healthy communication. In North America, especially in Canada, among the Indian families, especially Mallu families, there is no communication between family members. You go to a home, children don't even come and say good evening to you. When the food is laid out, they'll come running, fill their plates and go back. They don't even exchange a word with you. Now the role of the society, positive help from friends and families and peers. It doesn't happen here. Peer support groups, recovery coaches, especially at job. Now in this book, he's an aircraft engineer or a maintenance guy. I commanded a battalion where we had aircrafts. I never allowed anybody who was an AUD case or slightly even mentally deranged or depressed guy to go near an aircraft, because he will kill the entire passengers, the crew, bring bad name to the company. I don't understand how an AUD patient will be allowed to do such sensitive jobs, and he can't do the documentation. In an aircraft, when you go to repair an aircraft, you log in the number of tools you took, including every screwdriver, every plier, everything. When you come back after your job, you have to return everything, again redocument. So an AUD case cannot work on an aircraft at that level. Advocacy and education, it's basically telling a guy that it is a health condition, it's a disease, it's not what. Understanding AUD that it is treatable, and open dialogue to reduce the shame and secrecy. So that is what I got to say about the book. Otherwise, from my side, what I have written is already existing. Thank you very much. Thank you, sir. That was really nice. Akhil Ridish undo? Akhil. നമസ്കാരം. ഹലോ, കേൾക്കാൻ കഴിയുന്നുണ്ടോ? കേൾക്കാൻ കഴിയുന്നുണ്ട്. ഓക്കെ. എനിക്ക് ആദ്യമായിട്ടൊരു നന്ദി പറയേണ്ടതുണ്ട്. ബിക്കോസ് ഞാനൊരു 4 കൊല്ലം മുമ്പ് കാനഡയിൽ ഇമിഗ്രന്റ് ആയിട്ട് വന്നപ്പോഴത്തേക്കും എനിക്ക് വളരെ നല്ലൊരു പിന്തുണയാണ് ഞാൻ സ്നേഹപൂർവ്വം നിർമ്മല ആന്റി എന്ന് വിളിക്കുന്ന
നിർമ്മല തോമസിന്റെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടിയത്. ആ സൗഹൃദം തുടരാൻ കഴിഞ്ഞു. ആ സൗഹൃദത്തിന്റെ ഭാഗമായിട്ട് വായനാരാമത്തിൽ ജോയിൻ ചെയ്യാൻ കഴിഞ്ഞു. കൂടാതെ തന്നെ ഞങ്ങൾ നിരവധി തവണ ഞാനൊരു ഇമിഗ്രന്റ് എന്നുള്ള നിലയിൽ നേരിടുന്ന പല ദുഃഖങ്ങളും എനിക്ക് നിർമ്മല ആന്റിയോട് പങ്കുവെക്കാൻ കഴിഞ്ഞു. അപ്പൊ അതിനൊക്കെ വളരെ നല്ല രീതിയിൽ എനിക്ക് സൊല്യൂഷൻസ് പറഞ്ഞു തരികയും കാനഡയെ കുറിച്ചുമൊക്കെ പറഞ്ഞ് തരാനായിട്ട് നിർമ്മല ആന്റിക്ക് സാധിച്ചിട്ടുണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ആദ്യമായി നിർമ്മല മാഡം എന്നാണ് വിളിച്ചത്, പക്ഷെ എന്നെ തിരുത്തി നിർമ്മല എന്ന് തന്നെ വിളിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പൊ അത് തന്നെയായിരുന്നു എൻ്റെ ആദ്യത്തെ ഒരു ലേണിംഗ് പോയിന്റ് ഫ്രം നിർമ്മല ആന്റി. അപ്പം ഈ ബുക്കിൽ ഇമിഗ്രേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് ഇവിടെ സംസാരിച്ച അശ്വതിയെ പോലെയുള്ളവര് സംസാരിച്ചപ്പോഴത്തേക്കും പറഞ്ഞായിരുന്നു. അപ്പം എനിക്ക് പെട്ടെന്ന് അത് ഓർമ്മ വന്നു. അത് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ലെറ്റ് മീ മേക്ക് എ കൺഫെഷൻ. ഞാനിപ്പം 2 അടിച്ചിട്ടാണ് ഈ മീറ്റിങ്ങിൽ നിൽക്കുന്നത്, അതില്ല എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഞാൻ ആ നോവൽ വായിച്ചെടുത്തോളം എനിക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അരുൺ ഇവിടെ പറഞ്ഞ പോലെ ഇത്ര മനോഹരമായി എങ്ങനെ ഒരു ഞാൻ നമ്മളെൻ്റെ ആദ്യത്തെ നോവൽ, അതായത് നിങ്ങൾ എന്നെ ഫെമിനിസ്റ്റ് ആക്കിയും പിന്നെ മഞ്ഞിലൊരുവളും ഒക്കെ വായിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ അത് കുറെയൊക്കെ ഒരു ഫീമെയിൽ പോയിന്റ് ഓഫ് വ്യൂന്ന് എഴുതിയിട്ടുള്ള ഒരു നോവലായതുകൊണ്ട് ഇങ്ങനെ ഇത്രയും മനോഹരമായിട്ടൊരു മെയിൽ പോയിന്റ് ഓഫ് വ്യൂ ഇങ്ങനെ ഒരു ആൽക്കഹോൾ അഡിക്ഷൻ എങ്ങനെ എഴുതാൻ സാധിച്ചു എന്നുള്ളത് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അതൊരു ഒത്തിരി ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും. അപ്പം ഇതാണ് എനിക്ക് പ്രധാനമായിട്ട് ഇത് ആദ്യം പറഞ്ഞ എൻ്റെ ഒരു എന്താ പറയുക, ലൈക്ക് എൻ്റെ ഒരു ഒബ്സർവേഷൻ ആയിരുന്നു. ലൈക്ക് ഇമിഗ്രന്റ് എന്നുള്ള നിലയിൽ എത്രമാത്രം നിർമ്മല ആന്റി എന്നെ സഹായിച്ചിട്ടുണ്ടെന്ന്. രണ്ടാമത്തത് ഈ പറയുന്ന പോലെ ഹൗ ഇങ്ങനെ ഒരു മെയിൽ പോയിന്റ് ഓഫ് വ്യൂന്ന് എഴുതാൻ കഴിഞ്ഞു എന്നുള്ളത്. അത് പല എഴുത്തുകാരിൽ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ലോക എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടപ്പോഴത്തേക്കും എനിക്ക് ആ ശാന്തി ബാലചന്ദ്രൻ എന്ന് പറയുന്ന എഴുത്തുകാരിയോട് അത്ര എനിക്ക് തോന്നിയതാണ്. കാരണം അതിലെ പല മെയിൽ കഥാപാത്രങ്ങളെയും കൃത്യമായി മനസ്സിലാക്കിയാണ് എഴുതിയത്. അപ്പൊ അതുപോലെ ഇങ്ങനെ ഒരു ഫീമെയിൽ റൈറ്റർ ഫ്രം എ മെയിൽ പോയിന്റ് ഓഫ് വ്യൂ എന്ന് എഴുതുമ്പോഴത്തേക്കും അതെന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്താറുണ്ട്. അത് നിർമ്മല ആന്റി ആ ഒരു മാജിക് ഇവിടെ ആവർത്തിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. അതാണ് എൻ്റെ ചോദ്യം. താങ്ക് യു അഖിൽ. സാബിർ ഉണ്ടോ? സാബിർ, പ്ലീസ് കം ഫോർവേഡ്. സാബിർ, അല്ലെങ്കിൽ ഞാൻ പിന്നെ വിളിക്കാം സാബിറിനെ. വിധു ഫിലിപ്പ്, പ്ലീസ് കം ഫോർവേഡ്. വിധു ഉണ്ടോ? ഹലോ, നമസ്കാരം. ക്യാമറയ്ക്ക് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ട് നമസ്കാരം ഉണ്ട് എല്ലാവർക്കും. എൻ്റെ 2ാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഈ വായനാരംഭത്തിൽ വരുന്നത്. നിർമ്മല ചേച്ചിയും ഒക്കെ സുഹൃത്തുക്കളാണ്. ഈ പുസ്തകത്തിനെ പറ്റി പറയാനാണെങ്കിൽ ആദ്യമായി വിധു, ഓഡിയോ ക്ലിയർ അല്ല കേട്ടോ. ക്ലിയർ അല്ലേ? ഒരു മിനിറ്റ്, ഞാൻ ഹെഡ്ഫോണ് വെച്ചാ എന്റെ ഫോണിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. അപ്പൊ അതാ, ഒരു മിനിറ്റ്. ബെറ്റർ ആണ്. ആണോ? ഇപ്പൊ കേൾക്കാം. അപ്പൊ ആദ്യമായിട്ട് ഞാൻ പറയാൻ വന്നത്, ഈ മഞ്ഞിലൊരുവൾ ഞാൻ ഒരുപാട് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള പുസ്തകമാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പുസ്തകമാണ്. അപ്പൊ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഞാൻ കരയിലെ മീനുകൾ വായിച്ചു തുടങ്ങുന്നത്. അപ്പം കരയിലെ മീനുകളുടെ സ്റ്റൈല് മഞ്ഞിലൊരുവളിനെ സ്റ്റൈലിനേക്കാൾ ഒരുപാട് ഡിഫറെന്റ് ആണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരേ കഥാകൃത്തിന്റെ കഥകൾ വായിക്കുമ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഓൾറെഡി നമ്മുടെ മൈൻഡിൽ സെറ്റാണ്, ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. പക്ഷെ ഈ കരയിലെ മീനുകൾ ആദ്യം ഞാൻ വായിച്ചപ്പോൾ എനിക്കത് കുറച്ച് അൺകംഫർട്ടബിൾ ആയിരുന്നു. കാരണം ആ ഒരു സ്റ്റൈലേ അല്ല നിർമ്മല ചേച്ചി ഈ പുസ്തകത്തില് എടുത്തിട്ടുള്ളത്. അപ്പൊ ഞാൻ ആദ്യം ഒരു പ്രാവശ്യം വായിച്ചു, പിന്നെ ഞാൻ ആ പുസ്തകം മാറ്റിവെച്ച് 2ാമത് ഈ പുസ്തകം ഞാൻ വായിച്ചു, കരയിലെ മീനുകൾ. അപ്പം ആദ്യം വായിച്ചപ്പോഴും 2ാമത് വായിച്ചപ്പോഴും ബേസിക് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ മനസ്സിലൊരു വിങ്ങലോടുകൂടിയാണ് ഈ പുസ്തകം വായിക്കണേ. ആദ്യ അവസാനം
ഈ ഒരു വിങ്ങലുണ്ട് നമുക്ക് അത് വായിക്കുമ്പോൾ. കാരണം ഞാൻ ആദ്യമായിട്ട് ലൂസർ എന്നൊരു വാക്ക് ഞാൻ കേൾക്കുന്നത് കാനഡയിൽ വന്നതിന് ശേഷമാണ്. കേരളത്തില് നമ്മൾ പഠിക്കുകയും കോളേജിൽ പോകുമ്പോഴൊന്നും ഈ ലൂസർ എന്നൊരു വാക്ക് ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. കാനഡയിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് പലയിടത്തു നിന്നും യു ആർ എ ലൂസർ ലൂസർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്കിനെ ഞാൻ ശ്രദ്ധിക്കണേ. അപ്പം ഈ കഥ വായിക്കുമ്പോൾ മുഴുവൻ എന്റെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു വാക്ക് ഒരു ലൂസറിന്റെ കഥയാണല്ലോ. അപ്പൊ സാധാരണ നമ്മൾ ഏത് കഥ വായിക്കുകയാണെങ്കിലും അതിലെ കഥാനായകൻ ഹീസ് എ സക്സസ്ഫുൾ പേഴ്സൺ, അല്ലെങ്കിൽ ഫൈനലി ഹീസ് ഗോയിങ് ടു ബി സക്സസ്ഫുൾ, അല്ലെങ്കിൽ ഹീറോ, അങ്ങനെയൊക്കെയുള്ള കഥകളാണ് ഇതുവരെ നമ്മൾ വായിച്ചത്. പക്ഷെ കരയിലെ മീനുകളിലെ മാത്തുക്കുട്ടി ഇസ് എ ഡിഫറെന്റ് ക്യാരക്ടർ ഓൾ ടുഗെദർ. ഒരു ലൂസറിന്റെ കഥയാണ് നിർമ്മല ചേച്ചി അതിനകത്ത് പറഞ്ഞേക്കണേ. അപ്പൊ അത് എനിക്ക് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ഓഫ് ദിസ് തീം ആയിട്ട് തോന്നി. അതും ആൽക്കഹോളിക് അഡിക്ഷൻ ഉള്ള ഒരു കഥാനായകനെ ഗ്ലോറിഫൈ ചെയ്തിട്ട് മാത്രമേ നമ്മള് ഇപ്പൊ സിനിമകളിലൊക്കെ ആണെങ്കിലും മോഹൻലാലിന്റെ സിനിമകളിലൊക്കെ കാണുമ്പോൾ എപ്പോഴും എന്താ പറയാ ഈ അഡിക്ഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഷോർട്ട് കമ്മിങ് ഉള്ള ഒരു ക്യാരക്ടർ എപ്പോഴും ഒരു ഹീറോ ഇമേജ് ആണ്. പക്ഷെ ഇതിനകത്ത് ഒരിക്കലും മാത്തുക്കുട്ടി എന്ന് പറഞ്ഞ ക്യാരക്ടറിന് അല്ലെങ്കിൽ മാറ്റ് എന്ന് പറഞ്ഞ ക്യാരക്ടറിന് ഒരു ഹീറോ ഇമേജ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടില്ല. വാട്ട് എവർ ഹി ഈസ് ദാറ്റ് ഹസ് ബീൻ ഡെപിക്റ്റഡ് ഇൻ ദ നോവൽ. അപ്പൊ അത് എനിക്ക് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഇതുവരെ നമ്മൾ കാണാത്ത ഒരു ട്രീറ്റ്മെന്റ് ആയിട്ടാണ് തോന്നിയത്. പിന്നെ അബൌട്ട് ദ ക്യാരക്ടർ എല്ലാം മറ്റേ മഞ്ഞിലൊരു നിർമ്മല ചേച്ചി ചെയ്തിട്ടുള്ള ഒരു റീസെർച്ച് ഇതിനകത്തും കാണാൻ പറ്റി. ആ ഒരു ക്യാരക്ടറിന് വേണ്ടി ഒരുപാട് റീസെർച്ച് ചെയ്തിട്ടാണ് ഒരു ആൽക്കഹോളിക് അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരാള് എങ്ങനെയായിരിക്കും പെരുമാറുക, അയാളുടെ മനോവിചാരങ്ങൾ എന്തായിരിക്കും, ഒരു സൊസൈറ്റൽ ഇതിനെ കുറിച്ചുള്ള ഒരു പെർസ്പെക്റ്റീവ് എന്താണ് എന്നുള്ളതെല്ലാം ചെറിയ ഡീറ്റെയിൽസ് പോലും കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതാ ഒരു ഫസ്റ്റ് എനിക്ക് ഓർമ്മയില്ല, ഞാൻ ഈ പറഞ്ഞ മാതിരി നോട്ട്സ് ഒന്നും എഴുതി വെച്ചിട്ടില്ല. ഇതെന്റെ മനസ്സിൽ നിന്നാണ് ഞാൻ പറയണത്. കാരണം ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇങ്ങനെ ഒരു ഡിസ്കഷൻ ഉണ്ടെന്ന്. അപ്പൊ ആദ്യത്തെ ഒരു ഓണം ആഘോഷം, എന്തോ ഒരു ക്രിസ്മസ് ആഘോഷം, പിന്നെ കുറെ ആൾക്കാർ വീട്ടിൽ വരുമ്പോ ഗരാജിൽ കൊണ്ടുപോയി സർപ്രൈസ് കൊടുക്കാം എന്നൊക്കെ പറയുന്ന ഒരു സീൻ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. അപ്പൊ ഹി മേക്സ് എ ഫൂൾ ഓഫ് ഹിംസെൽഫ് ദെയർ. പക്ഷെ അതൊക്കെ കാണുമ്പോ ഞാൻ എൻ്റെ റിയൽ ലൈഫിൽ അഡിക്ട്സിനെ കണ്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ശരിക്കും സങ്കടമാണ് വരുന്നത്. ഇങ്ങനെ ഒരു ക്യാരക്ടർ മേക്കിംഗ് എ ഫൂൾ ഓഫ് ഹിംസെൽഫ്. അതേപോലെ ചർച്ചിൽ പോകുമ്പോ he cannot fit into the societal. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിട്ടുള്ളത് വളരെ ടച്ചിങ് ആയിട്ടാണ്, വളരെ സങ്കടത്തോടു കൂടിയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും അത് ആലോചിക്കുമ്പോൾ കരച്ചിൽ വരുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. അതുപോലെ പക്ഷെ നേരത്തെ ആരും അത് പറഞ്ഞിരുന്നു, ഓരോ ആളുടെ അടുത്തും ഓരോ വേറെ ഒരുപാട് ക്യാരക്ടേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ അമ്മച്ചിയുണ്ട്, അപ്പച്ചനുണ്ട്, സിബ്ലിങ്സ് ഉണ്ട്, വർക്ക് സിനാറിയോ ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, ഫാമിലി, വൈഫും ചിൽഡ്രൻ എന്നുള്ള സെറ്റിംഗ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഡിഫറെന്റ് സെറ്റിംഗ്സാണ് ഈ ഒരു ക്യാരക്ടറിൽ നമ്മൾ കാണുന്നത്. അപ്പൊ ഈ ഓരോ സെറ്റിങ്ങിലും ഈ ക്യാരക്ടറിന്റെ ഡയമെൻഷൻസ് ഡിഫറെന്റ് ആയിട്ട് കൊണ്ടുവരുന്നുണ്ട്. ആ അമ്മച്ചിക്ക് മകൻ എന്നുള്ള ഡിസ്ലെക്സിക് എന്ന് പറഞ്ഞ ഒരു ആസ്പെക്റ്റും കൂടി, ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞാൽ നമ്മള് ലേണിംഗ് ഡിഫിക്കൽറ്റീസ് പണ്ട് കാലത്ത് പോയിട്ട് ഇപ്പോഴാണെങ്കിൽ പോലും അതിനെക്കുറിച്ചുള്ള അവയർനെസ് എസ്പെഷ്യലി ഇവിടെ ആണെങ്കിലും നാട്ടിലാണെങ്കിലും ഒക്കെ ഒരുപാട് കുറവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനൊരു ടീച്ചറാണ്, അപ്പൊ എനിക്കറിയാം ഒരു എഡ്യൂക്കേഷണൽ സെറ്റിംഗിലാണെങ്കിൽ പോലും നമ്മൾ ലേണിംഗ് ഡിസബിലിറ്റീസ് എത്രത്തോളം അതിനെപ്പറ്റി അവെയർ ആണ് ഒരു ക്ലാസ് റൂം സെറ്റിംഗിൽ എന്നുള്ളത്. അപ്പൊ അതൊക്കെ അന്ന് കാലത്തും അതിനെപ്പറ്റി അവയർനെസ് ഇല്ലാണ്ട് അപ്പച്ചൻ പെരുമാറുന്നതും എന്നാൽ അമ്മച്ചി ഒരു വേറൊരു ട്രീറ്റ്മെന്റ് മകന് കൊടുക്കുന്നതും എല്ലാം വളരെ മനോഹരമായിട്ടാണ് നിർമ്മല ചേച്ചി അത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ ബാക്കിലുള്ള റീസെർച്ചും അത് എഴുതി പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു കഴിവും ഒക്കെ അപ്രിഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അപ്പൊ ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നേരത്തെ ആരോ ചോദിച്ച പോലെ ആദ്യം എനിക്കൊരു ചെറിയ ഒരു മിസ്സിംഗ് തോന്നി ആ പുസ്തകം വായിച്ചപ്പോ. ഇതിന്റെ ഇടയിൽ എന്തിനാണ് വൈനും ബിയറും ഇതൊക്കെ കൊണ്ടുവരുന്നേന്നുള്ളൊരു ചോദ്യം എനിക്കും മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ അത്
അതിനകത്ത് സീംലെസ് ആയിട്ട് ഒഴുക്കോടുകൂടി അത് രണ്ടാമത്തെ വായനയിൽ അത് ഒഴുക്കോടുകൂടി പോയി. അപ്പൊ അങ്ങനെ എല്ലാം കൊണ്ടും വളരെ മനോഹരമായിട്ടുള്ള ഒരു പുസ്തകം, ഒരു വർക്ക് തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഞാനൊരു നോട്ടായിട്ട് എൻ്റെ വക ഒരു കുറിപ്പായിട്ട് എഴുതണം എന്നൊക്കെ വിചാരിച്ചു വെച്ചിരുന്ന കാര്യങ്ങളായിരുന്നു. ഇനിയും ഒരുപാട് ഡീറ്റെയിൽസ് എനിക്ക് അതിനകത്ത് പറയാനുണ്ട്. വേറൊരെണ്ണം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് വൈഫായിട്ടുള്ള ഒരു ഡയമെൻഷനാണ്. അപ്പോൾ ആൽക്കഹോളിക് അഡിക്റ്റ് ആണ് എന്നൊക്കെ പറയുന്ന സമയത്ത് വൈഫിന് ഇദ്ദേഹത്തിനോട് ഉണ്ടാവുന്ന അടുപ്പക്കുറവും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അതേസമയം പുള്ളിക്ക് പൈസ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് കാണുമ്പോൾ ഈ വൈഫിന്റെ കളറ് മാറുന്നതും അങ്ങനെ വളരെ എന്താ പറയാ സട്ടിലായിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ ആ ഒരു നോവലിനെ വളരെ ഭംഗിയാക്കുന്ന ഫാക്ടേഴ്സ് ആണ്. അപ്പം നമ്മുടെ മനുഷ്യരുടെ ലൈഫ് ഒരു റിഫ്ലക്ഷൻ നമ്മുടെ ചുറ്റും കാണുന്ന ആൾക്കാരുടെ എല്ലാ അതായത് സട്ടിലായിട്ടുള്ള ഒബ്സർവേഷനിൽ കൂടി ആ ഡീറ്റെയിൽസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് വളരെ മനോഹരമായിട്ടുള്ള ഒരു വർക്കാണ് കരയിലെ മീനുകൾ. താങ്ക്സ് നിർമ്മല ചേച്ചി, ആൻഡ് താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ ഇൻ ടു ദിസ് ഗ്രൂപ്പ്. താങ്ക് യു. താങ്ക് യു വിധു, ദാറ്റ് വാസ് വെരി ഇമോഷണൽ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യണം കേട്ടോ, നമുക്ക് 3 മിനിറ്റിൽ ഒതുക്കാൻ നോക്കാം കേട്ടോ, അല്ലെങ്കിൽ അവസാനം ഇതെല്ലാം കഴിഞ്ഞിട്ട് നിർമ്മലേച്ചി കൂടെ റിപ്ലൈ കൊടുക്കാൻ ചിലപ്പോൾ തികയില്ല. സാബിറിനെ ഒന്ന് അൺമ്യൂട്ട് ചെയ്യണം. അപ്പോ 3 മിനിറ്റിൽ ഒതുക്കാൻ നോക്കണേ കേട്ടോ എല്ലാവരും. താങ്ക് യു. ഞാൻ ഒന്ന് പറഞ്ഞോട്ടോ രാജു. പറഞ്ഞു സാബിർ. കേൾക്കുന്നുണ്ടല്ലോ? അപ്പൊ കേൾക്കുന്നു. ഓക്കെ. ആദ്യം എനിക്ക് നിർമ്മലയോട് പ്രത്യേക താങ്ക്സ് പറയാനുണ്ട്. ഞാൻ ബുക്ക് അന്വേഷിച്ച് കുറെ അലഞ്ഞു നടന്നു. അപ്പൊ അവസാനം നോക്കുമ്പോൾ ചോദിച്ചു നമ്മുടെ എഴുത്തുകാര് നമ്മുടെ ടൗണിൽ തന്നെ ഉണ്ട്. അങ്ങനെ നിർമ്മലനെ പോയി പിടിച്ചെന്നല്ല, ബുക്ക് കിട്ടി, രാവിലെ കിട്ടി, ഒറ്റയിരുപ്പിൽ വായിച്ചു തീർത്തു കേട്ടോ നിർമ്മല. എനിക്ക് പറയാതിരിക്കാൻ വയ്യ. വളരെ സിമ്പിളായിട്ടും വളരെ മനോഹരമായിട്ടുള്ളൊരു ബുക്കായിരുന്നു. എന്താ പറയാ, ഭാഷയുടെ അതിപ്രസരം അല്ലെങ്കിൽ വായിച്ചാൽ മനസ്സിലാവാത്ത കടുപ്പം നിറഞ്ഞ വാക്കുകൾ പോയിട്ട് അന്വേഷിച്ച് അർത്ഥം കണ്ടെത്തേണ്ട വാക്കുകളൊന്നും ഉപയോഗിച്ചില്ല. അതിന് വളരെ നന്ദി. എന്തായാലും വായിച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ശരിക്കും എൻജോയ് ചെയ്തു. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ബന്ധങ്ങളുടെ ഒരു കിടപ്പ്, അതായത് അനിയത്തിക്കുട്ടിയോടുള്ള ഒരു എന്താ പറയാ, ആ സ്നേഹം വേറെ രീതിയിൽ സമൂഹം കാണുന്നതൊക്കെ വളരെ ടച്ചിങ് ആയിട്ട് തോന്നി. പിന്നെ ആൽക്കഹോളിസം അതൊരു വല്ലാത്ത ദുരന്തമായിട്ട് നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് പച്ചയായിട്ടുള്ള രീതിയിൽ തന്നെ വരച്ച് കാണിച്ചു. അത്രയാണ് ഒറ്റ ഇത് എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇനിയിപ്പോ ഒരു വായന കൂടെ നടത്തേണ്ടി വരും, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റിവ്യൂ ഒക്കെ എഴുതാൻ. താങ്ക് യു സോ മച്ച്. അത്രേ ഉള്ളൂ. താങ്ക് യു സാബിർ, വെരി കണ്ടൻസ്ഡ് വേർഷൻ ഓഫ് യുവർ തോട്ട്സ്. ഗ്രേറ്റ്. അടുത്തത് റൈഹാനത്ത, പ്ലീസ് കം ഫോർവേഡ്. നമസ്കാരം. ഞാന് പേഴ്സണൽ ഇഷ്യൂ കാരണം ഒരു 1.5 വർഷമായിട്ട് വായനയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നിർമ്മല ചേച്ചിയുടെ ബുക്ക് റിവ്യൂ എന്ന് പറഞ്ഞപ്പോൾ ആ വായനയിലോട്ട് തിരിച്ചു വരാനൊരു ഓപ്ഷനായി. ആദ്യകാല വായനാരാമത്തിന്റെ മീറ്റിങ്ങിൽ സജീവമായിട്ടുണ്ടായിരുന്നു. ഇനി തീർച്ചയായിട്ടും അങ്ങ് മുമ്പോട്ട് സജീവമായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ബുക്ക് എനിക്ക് കഴിഞ്ഞ ആഴ്ച നാട്ടിൽ നിന്ന് വന്ന രണ്ടാളെടുത്ത് പറഞ്ഞു 2 ബുക്ക് കിട്ടി. എന്തായാലും ഭയങ്കര സന്തോഷം. ഭയങ്കര ഒഴുക്കോട് കൂടെ വായിച്ചൊരു ബുക്കായിരുന്നു. അതിൽ മാതൃഭൂമിക്കും കൂടെ എൻ്റെ ഒരു താങ്ക്സ് ഉണ്ട്. നല്ല ഫോണ്ടും ഒരു അത്യാവശ്യം ഈസി റീഡബിൾ ആയിരുന്നു എന്നുള്ളതും ഇതാണ്. ഇതിൽ ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു. മദ്യത്തിനെ കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ച ഒരു സാധനം പല ബോട്ടിൽ പല ലേബിളിൽ വരുന്നതാണെന്നുള്ളതാണ് വിചാരിച്ചത്. അതിനെക്കുറിച്ചൊരു ഇത് കിട്ടി. ഈ മാത്തുക്കുട്ടിയുടെ ഈ നോവലിലെ കഥാപാത്രത്തിന്റെ ഇത് പറയുമ്പോൾ 3 പോയിന്റുകൾ എനിക്ക് ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നി. അതിലൊന്ന്, ലൂസറായ അപ്പനോട് മക്കൾക്കും ഭാര്യയ്ക്കും ഉണ്ടാവുന്ന ആറ്റിറ്റ്യൂഡ്. ആ ഒരു സാധനം നമ്മളെ ചില മാത്തുക്കുട്ടിമാരെ നമ്മളെ സമൂഹത്തിൽ നമ്മളും പരിചയപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ളൊരു ഉണ്ടാവാം. എനിക്കുണ്ട്, അതുപോലെ നിങ്ങൾക്ക് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ രണ്ടാമത്തെ സംഭവം, സ്നേഹത്തോടു കൂടെ വിളിച്ച് നാട്ടിൽ കൊണ്ടുപോയിട്ട് ലാസ്റ്റ് പിന്നെ അവിടെ ഇത് സൈൻ ചെയ്യാനാന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിൽ അയാൾക്ക് ഉണ്ടാകുന്ന ഒരു മാനസിക സംഗതികളെ കുറിച്ച് എനിക്ക് ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നിയത്. മൂന്നാമത്തത് ഇന്ദിര പ്രിയദർശിനി, ഇന്ദിരയുടെ മരണം. 3 സംഗതികൾ അയാളെ ആ ഒരു മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും എന്നുള്ളതും അങ്ങനത്തെ കുറെ മാത്തുക്കുട്ടിമാര് നമ്മളിൽ തന്നെ ഇല്ലേ എന്നുള്ളതൊക്കെ എനിക്ക് ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നിയ കുറെ സംഗതികളായിരുന്നു. പിന്നെ അതേപോലെ
ഈ പിന്നെ നിർമ്മല ചേച്ചിയുടെ റിസർച്ച് അത് ഈ വായിച്ചപ്പോൾ തന്നെ ഞാൻ തുടക്കത്തിൽ 2-3 ചാപ്റ്റർ വായിച്ചപ്പോൾ തന്നെ എനിക്ക് തോന്നിയതാണ് അത്രയും റിസർച്ച് ഇതിൽ ചെയ്യാനും ഈ ഒരു കൃതി ഇത്ര മനോഹരമായിട്ട് ഞങ്ങളുടെ കയ്യിലെത്തിക്കാനും സാധിച്ച നിർമ്മല ചേച്ചി ഒരുപാട് നന്ദി. നിങ്ങൾ 2 കാര്യത്തിലാണ്. ഒന്ന്, ഞാൻ തിരിച്ച് ഇതിലോട്ട് വന്നു എന്നുള്ളതും കൂടെ നിർമ്മല ചേച്ചിക്കാണ് അതിന്റെ ക്രെഡിറ്റും കൂടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ കമ്മിങ് ബാക്ക് ടു. അടുത്തതായി ലിനി ജോസ്, പ്ലീസ് കം ഫോർവേഡ്. ലിനി കേൾക്കുന്നുണ്ടോ? ലിനി, ഓക്കെ, ഞാൻ പിന്നെ വിളിക്കാപ്പോ. ജയന്ത് കമിച്ചേരി, പ്ലീസ് കം ഫോർവേഡ്. കേൾക്കാവോ? കേൾക്കാം. ഓക്കെ. നിർമ്മല എഴുതുമ്പം ഒട്ടും സൂപ്പർഫ്ലുവസ് അല്ല എന്നറിയാം. നമ്മൾ നേരത്തെ എഴുതിയിരിക്കുന്നതൊക്കെ കാണുമ്പോൾ അറിയാം. വളരെ ഡീപ്പ് ഡൈവാണ് എല്ലാത്തിലേക്കും പോകുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു ടോപ്പിക്കിൽ ഇതിൻ്റെ അകത്ത് പ്രോട്ടഗോണിസ്റ്റ് ഉണ്ടല്ലോ, മധുക്കുട്ടി, അത് സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ ഒരു കാരിക്കേച്ചറായി മാറും. പക്ഷെ നിർമ്മല അത് വളരെ എല്ലാ സൈഡും കവർ ചെയ്തുകൊണ്ട് വളരെ കമ്പാഷനേറ്റ് ആയിട്ടാണ് ആളിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. അത് വളരെയധികം രസിച്ചു. പിന്നെ ഈ പറഞ്ഞ പോലെ 6 തരം മദ്യങ്ങളെ പറ്റിയുള്ള റിസർച്ചും വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നി. എനിക്ക് മാത്രമല്ല, എനിക്ക് തോന്നുന്ന വായനക്കാർക്ക് എല്ലാവർക്കും. ചോദിക്കാനുള്ളത് വളരെ ചെറിയൊരു കാര്യമാണ് നിർമ്മല. ഈ എഴുത്തുകാരുടെ ഇടയിൽ പറയേ, നമുക്ക് ഐഡിയാസ് ഒക്കെ വരണമെങ്കിൽ ഒരു മ്യൂസ്, അതായത് സരസ്വതി കാറ്റലിസ്റ്റ് ആയിട്ട് വരാനായിട്ട് എന്തെങ്കിലും ഒരു കാറ്റലിസ്റ്റ് വേണമെന്ന് പറയും. അപ്പോൾ എൻ്റെ ചോദ്യം അതാണ്. എൻ്റെത് മന്ദാകിനിയാണ്, നിർമ്മലയുടേത് എന്താണ്? താങ്ക് യു. താങ്ക് യു സോ മച്ച് സർ. നന്നായിരുന്നു. സൂരജ്, പ്ലീസ് കം ഫോർവേഡ്. സൂരജ്. നമസ്കാരം. എല്ലാവരുടെയും സംസാരം കേട്ടപ്പോഴോ വിലയിരുത്തൽ കേട്ടപ്പോഴും ഗ്യാസ് പോയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ എന്തൊക്കെയാണ് പറയാന്ന് എനിക്ക് തന്നെ അറിയില്ല. അപ്പൊ 3 മിനിറ്റിൽ അധികരിച്ചു പോയാൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. ലൈക്ക് ഞാൻ ആക്ച്വലി 14th പിന്നെ ഈ സെഷൻ, അല്ല സോറി, കഴിഞ്ഞ ആഴ്ചയാണ് ഈ സെഷൻ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ഞാൻ പുസ്തകം വായിക്കുകയും എന്നിട്ട് ചേച്ചീനെ വിളിച്ച് ചോദിക്കുകയും ചെയ്തപ്പോൾ ചേച്ചി പറഞ്ഞല്ല നെക്സ്റ്റ് വീക്കാണ്. അപ്പൊ ചേച്ചീനോട് നേരിട്ട് തന്നെ കുറച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞു. എനിക്ക് എന്താ പറയാ, ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുസ്തകത്തിനെ വിലയിരുത്താനുള്ള പാണ്ഡിത്യമൊന്നും എനിക്കില്ല. ബട്ട് ഈ പുസ്തകം സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനതിൽ വേറെ കാര്യം കൂടി പറയട്ടെ. ഈ ആൽക്കഹോളിന്റെ ബിസിനസ് ആയിരുന്നു എനിക്ക് നാട്ടില്. അപ്പോ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ മദ്യം ഉണ്ടാക്കുന്ന കമ്പനികൾക്ക് സപ്ലൈ ചെയ്യുന്ന ഒരു ബിസിനസ് ആയിരുന്നു എനിക്ക് നാട്ടില്. അപ്പൊ അതിന്റെ പിന്നെ ഓരോ ക്വാളിറ്റി അറിയാം എന്നുള്ളതിൽ അപ്പുറത്തേക്ക് പിന്നെ തീർച്ചയായിട്ടും ചേച്ചി ബുക്കിൽ പറയുന്നത് പോലെ ഓക്ക് ബാരലിൽ ഇട്ടിട്ട് ഇത് മെച്യൂർ ചെയ്യുന്ന പല ഫാക്ടറികളിൽ ഞാൻ പോയിട്ടുണ്ട്. വിസ്കിയൊക്കെ ഉണ്ടാക്കുന്ന ഫാക്ടറികളിൽ ഞാൻ പോയിട്ടുണ്ട്. അപ്പോ ഹമീറയിലൊക്കെ അട്ടിയായിട്ട് ഇങ്ങനെ ഓക്ക് ബാരലിൽ, അപ്പൊ അത് അത്രയും ചില കാര്യങ്ങൾ അറിയാമെന്നല്ലാതെ ഞാൻ ചേച്ചിയുടെ ഈ ഒരു കാര്യത്തിലുള്ള ഗവേഷണ ബുദ്ധിനെ തീർച്ചയായിട്ടും അഭിനന്ദിക്കുന്നു. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈൻ ഉണ്ടായത് എവിടെ നിന്നാണ്, റം ഉണ്ടായത് എവിടെ നിന്നാണ്, ഓരോന്നിന്റെയും പിന്നെ ലൈക്ക് ആൽക്കഹോൾ കണ്ടന്റ്, അതുപോലെ ഓരോന്നിന്റെ പോയിന്റ്സ് എന്തൊക്കെയാണ്, ഇങ്ങനെ വളരെ വിശദമായിട്ട് വലിയൊരു ഗവേഷണം ചേച്ചി ഈ പുസ്തകം. എനിക്കൊരു പുതിയ വിവരങ്ങളാണ്. റം ഉണ്ടായതും വിസ്കി ഉണ്ടായതും അല്ലെങ്കിൽ വൈനിന്റെ ഉത്ഭവം ഒക്കെ, വോഡ്കയുടെ ഉത്ഭവം ഒക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കാര്യമായിരുന്നു. പുസ്തകത്തിലേക്ക് വരുമ്പോൾ പേര് തികച്ചും അന്വർത്ഥമാക്കുന്ന ഒരു നോവലാണ് കരയിലെ മീനുകൾ. ഇങ്ങനെ ശ്വാസം മുട്ടി ജീവിക്കുന്ന 1000 മാത്തുക്കുട്ടിമാരുടെ ഇടയിൽ തന്നെയാണ് നമ്മളും ജീവിക്കുന്നത് എന്ന് പലപ്പോഴും നമ്മൾ കണ്ടുപോകുന്ന കാര്യമാണ്. അപ്പോ വളരെ സൂക്ഷ്മമായിട്ട് ചേച്ചി ഇങ്ങനെ ക്യാരക്ടേഴ്സിനെ കാണുന്നു. ഇപ്പൊ എനിക്ക് തോന്നുന്നു എഴുത്തുകാരൻ എപ്പോഴും വളരെ സൂക്ഷ്മമായിട്ട്, ഇപ്പൊ നമ്മളെയൊക്കെ കാണുമ്പോൾ ചേച്ചി ചിലപ്പോൾ നോക്കുന്നുണ്ടാവും, ഈ ക്യാരക്ടറിനെ എവിടെ കൊണ്ട് ഫിറ്റ് ചെയ്യണം എന്ന് ചിലപ്പോൾ ചേച്ചി ചിന്തിക്കുന്നുണ്ടാവും. അപ്പോ അത്രയും സൂക്ഷ്മമായിട്ട് എങ്ങനെയാണ് ഇങ്ങനെ നോക്കുന്നത് എന്നുള്ളതാണ് ഇതില്. അതായത് മദ്യപാനം എന്നുള്ളതിനെ ഗ്ലോറിഫൈ ചെയ്യുകയല്ല, ഒരാളുടെ ഭയം എങ്ങനെയാണ് അയാളെ മദ്യത്തിലേക്ക് എത്തിക്കുന്നത്. അതില്
എനിക്ക് മദ്യപിച്ചിട്ട് മരിച്ചുപോയ ഒരു സുഹൃത്തുണ്ട്, വളരെ കഴിവുകളുണ്ടായിരുന്ന, നന്നായിട്ട് വായിക്കുകയും പാടുകയും ഒക്കെ ചെയ്യുന്ന എന്റെ വളരെ ക്ലോസ് ആയിട്ടുണ്ടായിരുന്ന സുഹൃത്ത് ആൽക്കഹോളിക് ആയിട്ടാണ് മരിച്ചു പോകുന്നത്, ലിവർ സിറോസിസ് വന്നിട്ട്. പക്ഷേ ഒരു ഭയമാണ്, അതായത് ജീവിതത്തെ ഫേസ് ചെയ്യാനുള്ള ഭയങ്ങൾ, അതുപോലെ ദാമ്പത്യ പ്രശ്നങ്ങൾ, ഇതൊക്കെ വളരെ കൃത്യമായിട്ട് ചേച്ചി ഇതില് കാണിക്കുന്നുണ്ട്. ഒരാളുടെ ഭയം, അതായത് കുട്ടിക്കാലത്ത് നമ്മളിൽ ഉണ്ടാക്കുന്ന ഭയം, കുട്ടിക്കാലത്ത് അച്ഛൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന അടിയായാല്, വീട്ടിൽ നിന്ന് കിട്ടുന്ന ചീത്തയായാല്, കുട്ടികൾ കളിയാക്കുന്നതായാല്, ഇതൊക്കെ ഉണ്ടാക്കുന്ന അപകർഷതാ ബോധങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തെ ഏത് ലെവലിൽ സ്വാധീനിക്കുന്നു എന്നുള്ളത് എനിക്ക് ഈ പുസ്തകത്തിൽ നിന്ന് അങ്ങനെയാണ് ഞാൻ ഇതിനെ കണ്ടത്. കാര്യം ആ ഒരു പേടി, അങ്ങനെ പേടിയിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടിയിട്ട് മദ്യപിക്കാൻ പോകുന്ന ആള്, ഞാൻ പറഞ്ഞത് അങ്ങനെയാണ്. എന്റെ ഫ്രണ്ട് മദ്യപിച്ചിട്ട് വളരെ ലേറ്റ് ആയിട്ട് മാത്രം വീട്ടിലേക്ക് പോകുന്ന ഒരാളായിരുന്നു. കാരണം അയാൾക്ക് സമൂഹത്തിനൊന്നും ഫേസ് ചെയ്യാൻ വയ്യ. അയാളുടെ വീട്ടിലെ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയിട്ടാണ് അയാൾ മദ്യപാനം തുടങ്ങുന്നത്. അപ്പോ ചേച്ചി പറയുന്ന ഓരോ കാര്യങ്ങൾ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. അതായത് സത്യം പറഞ്ഞാൽ നമുക്ക് പലപ്പോഴും കാണാൻ പറ്റുന്ന കാര്യം, ഒരു ബെഡ്ഷീറ്റിന്റെ ഒരു ചുളിവുണ്ടെങ്കിൽ വൃത്തിയെ കുറിച്ച് പറയുന്ന, അതല്ലെങ്കിൽ വാഷ്റൂമിന്റെ വൃത്തിയെ കുറിച്ച്, അങ്ങനെ ഓരോ കാര്യത്തിനെ കുറിച്ചിട്ട് എങ്ങനെയാണ് ഇത്ര മൈന്യൂട്ടായിട്ട് ചേച്ചിക്ക് പോകാൻ കഴിഞ്ഞത് എന്ന് എനിക്ക് ഭയങ്കരമായിട്ട് അത്ഭുതം ഉണ്ടാക്കിയിട്ടുള്ള ഒരു സാധനമാണ്. എങ്ങനെയാണ് ഇത്ര കൃത്യമായിട്ട് ഒരാളുടെ ജീവിതത്തിൽ കൂടെ ചേച്ചിക്ക് പോകാൻ പറ്റുന്നത്? സൗഹാർദ്ദമില്ലാത്ത ദാമ്പത്യത്തിൽ നിന്ന് മനുഷ്യൻ ഒളിച്ചോടുന്നത് എങ്ങനെയാണ്, ബേസ്മെന്റിലേക്കുള്ള ഒരു താമസം, അയാളുടെ സ്വന്തമായിട്ടൊരു വാൽമീകം സൃഷ്ടിച്ചുകൊണ്ട് മാറുന്നത്, അതായത് മദ്യപൻ എന്ന മുദ്ര കുത്തിക്കൊണ്ട് ശരിക്കും ഒരാളെ ഒരു സമൂഹം എങ്ങനെ ഒറ്റപ്പെടുന്നു, അയാളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടല്ല, അയാളെ ഒറ്റപ്പെടുത്താൻ ഓരോ ചുറ്റുപാടിലുമുള്ള ആളുകൾ കാണിക്കുന്ന വ്യഗ്രത, അവസാനം സ്വന്തം മക്കൾ പോലും കൂടെ നടക്കാൻ മടി കാണിക്കുന്ന രൂപത്തിലേക്ക് വരുന്നത് അത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നേരത്തെ വളരെ ഇമോഷണൽ ആയിട്ട് നമ്മൾ ചിന്തിച്ചു പോകുന്ന ഒരു കാര്യമാണ്. കാര്യം ഒറ്റപ്പെട്ടു പോകുന്ന അതായത് ചേച്ചി ഒരു പക്ഷെ ഇങ്ങനത്തെ ക്യാരക്ടേഴ്സിനെ, ഞാൻ ചേച്ചിയോട് സംസാരിച്ചപ്പോൾ ചേച്ചി പറഞ്ഞ അങ്ങനത്തെ ചില ക്യാരക്ടേഴ്സിനെ ചേച്ചി കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരുപാട് ക്യാരക്ടേഴ്സിനെ നമ്മളുടെ ഈ ഇവിടുത്തെ ജീവിതത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോ ഞാനതിൽ മദ്യത്തിനെ ഗ്ലോറിഫൈ ചെയ്തു എന്നല്ല ഞാൻ കാണുന്നത്. മദ്യം ഒരാൾക്ക് എങ്ങനെയാണ് ഒരു അസൈലമാകുന്നത്, അതിൽ കൂടെ അയാൾ എങ്ങനെയാണ് ജീവിക്കുന്നത്. പിന്നെ അതുപോലെ കുറച്ച് ഈ താത്വികമായിട്ടുള്ള കുറെ കാര്യങ്ങൾ ചേച്ചി ഇതിൽ പറഞ്ഞു പോകുന്നത്, അത് ജീവിച്ചിരിക്കുന്നവരെയാണ് പേടിക്കുന്നത്. സത്യമായിട്ടും മാത്തുക്കുട്ടി പേടിക്കുന്ന മുഴുവൻ ചുറ്റുപാടും ജീവിച്ചിരിക്കുന്ന ആളുകളെയാണ്. പഴയ കാലത്ത് സെമിത്തേരിയുടെ മുൻപിൽ കൂടെ ഓടിപ്പോയിരുന്ന മാത്തുക്കുട്ടി പിന്നീട് തിരിച്ചറിയുന്നത് മരിച്ചവരല്ല ഉപദ്രവിക്കുന്നത്, ജീവിച്ചിരിക്കുന്ന ആളുകൾ, ചുറ്റുപാടും ജീവിച്ചിരിക്കുന്ന ആളുകളൊക്കെ നമ്മളെ ഉപദ്രവിക്കുന്നത് എങ്ങനെയാണ് എന്ന് പറയുന്നു. അതുപോലെ ജയിക്കാൻ ആഗ്രഹിക്കുന്ന മനസ്സ്, ഈ തോറ്റുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാർക്ക് എപ്പോഴും ജയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സ് ചേച്ചി വരച്ച് കാണിക്കുന്നുണ്ട്. അതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വല്ലാത്തൊരു ഫീലോട് കൂടിയിട്ട് വായിച്ചു തീർത്ത കാര്യങ്ങളാണ്. പിന്നെ ചേച്ചി പറയുന്ന സ്ത്രീ പുരുഷ സൗഹൃദങ്ങളോട് ഇന്നും സമൂഹം വെച്ചിട്ടുള്ള ഒരു കണ്ണാടിയുണ്ട്. അത് ലിംഗം മാത്രം നോക്കിയിട്ട് സൗഹൃദങ്ങളെ വിലയിരുത്തുന്ന ഒരു സംഭവം. പിന്നെ എനിക്ക് വിമർശനമായിട്ട് ഇതിലൊരു ചെറിയ കാര്യം മാത്രമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്, അതുകൂടി ഞാൻ പറയാം. അതായത് ആ ഒരു കണിയാത്തിയുടെ പ്രവചനത്തെ സാധൂകരിച്ചുകൊണ്ട് നാട്ടിൽ തന്നെയുള്ള ഒരു വെള്ളത്തിൽ കൊണ്ടുപോയിട്ട് മാത്തുക്കുട്ടിയെ ചേച്ചി മുക്കിക്കൊല്ലുന്നു. അവിടെ ഒരു ചെറിയ, എനിക്ക് മാത്തുക്കുട്ടി വെടിവെച്ച് മരിക്കുകയാണെങ്കിൽ പോലും കുറച്ചുകൂടി എന്നെ സംബന്ധിച്ചിടത്തോളം ധീരമായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചു പോകുന്നു. പക്ഷെ ആ കണിയാത്തിയുടെ പ്രവചനത്തെ അവസാനത്തിൽ കൊണ്ടുപോയിട്ട് ചിലപ്പോൾ സാധൂകരിച്ചതുപോലെ ഒരു സംഭവം അതിൽ കടന്നു വന്നില്ലേ എന്നുള്ള ഒരു കാര്യം മാത്രമാണ് എൻ്റെ ചെറിയ ഒരു വിമർശനം. അത് കുറ്റപ്പെടുത്തലല്ല, ജസ്റ്റ് എനിക്ക് വായിച്ചു വന്നപ്പോൾ തോന്നിയ ഒരു കാര്യമായിട്ട് അതാണ് പറഞ്ഞത്. അപ്പൊ ഈ ഭയം മനുഷ്യരിൽ ഉണ്ടാക്കുന്ന ഈ ആത്മഹത്യാ പ്രവണതകൾ ജയിച്ചു കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതായിട്ട് തോന്നുന്ന ഒരു സംഭവം. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, വളരെ പെട്ടെന്ന് തന്നെ വായിച്ചു തീർത്ത ഒരു പുസ്തകം. വായനാരാമം വീണ്ടും വീണ്ടും നമ്മളെ വായിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ ഇങ്ങനെ സംസാരിക്കാൻ അവസരം കിട്ടുമ്പോൾ വിവരക്കേടാണെങ്കിൽ പോലും ഇത് പറയാനൊരു വേദി ഉണ്ടാകുന്നു എന്നുള്ളതും ഏറെ ആശ്വാസം. വേറെ കുറച്ചും കൂടി ഇത് ഭംഗിയായിട്ട് പഠിച്ചിട്ട് പറയണമെന്നൊരു ആഗ്രഹം. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഒരു പ്രോഗ്രാമിന്റെ വലിയ തിരക്കിലാണ്, എല്ലാവർക്കും അറിയുന്നത് പോലെ. ഞാൻ അതൊരിക്കൽ കൂടി ഇവിടെ നിന്ന് മാർക്കറ്റ് ചെയ്യുന്നു. നമ്മുടെ ലിറ്ററേച്ചർ ഫെസ്റ്റ് വരുന്നുണ്ട് October 18th. ചേച്ചിയാണ് അത് ലീഡ് ചെയ്യുന്നത്. അതിലേക്കും എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. താങ്ക് യു ചേച്ചി. ചേച്ചിയുടെ ഒരു മനോഹരമായ സൃഷ്ടി മറ്റു പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ട് തെരഞ്ഞുപിടിച്ച് വായിക്കുന്നതായിരിക്കും. താങ്ക് യു.
താങ്ക് യു സൂരജ്, വെരി ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് നൈസ് ആസ് യൂഷ്വൽ. ദിവ്യ ഉണ്ടോ? ദിവ്യ ടി, പ്ലീസ് കം ഫോർവേഡ്. ദിവ്യ. ഹലോ, സോറി, ഞാൻ എൻ്റെ ദിവ്യ എന്നാണ് പേര്. ഞാൻ ഇതിനകത്തൊരു ആക്റ്റീവ് മെമ്പർ ഒന്നും അല്ല, പക്ഷേ ഞാനൊരു സൈക്കോളജിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഐ അപ്പോളജൈസ്, ഞങ്ങൾക്കിത് വായിക്കാൻ പറ്റിയിട്ടില്ല, പക്ഷേ കുറെ ആളുകൾ പറയുന്ന കേട്ടപ്പോൾ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്ന് തോന്നി. അപ്പൊ അശ്വതി ചേച്ചി ഇന്ന് റിവ്യൂ പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതാണ്. അപ്പോ എൻ്റെ ഒരു ഏരിയ ആണ്, ഈ പറഞ്ഞ പോലെ എന്താ കരയിലെ കുറെ മീനുകളെ ട്രീറ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഇപ്പൊ വായിക്കാത്തതിന്റെ ഒരു പ്രശ്നമുണ്ട്, പക്ഷെ ഐ ഡെഫിനറ്റ്ലി റീഡ് ഇറ്റ്. കാരണം എനിക്ക് ഓൾ ദീസ് റിവ്യൂസ് ആർ പ്രോംപ്റ്റിംഗ് മീ, ഓഫ് കോഴ്സ്. അപ്പൊ ഞാൻ എന്തായാലും വായിച്ചിട്ട് അതിലേക്ക് എത്താം. പക്ഷെ ഓഫ് കോഴ്സ് അത് ഒരുപാട് എൻ്റെ ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ കുറെ കാര്യങ്ങൾ അതിനകത്ത് ഇൻസൈറ്റ്ഫുൾ ആവുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ സോറി അബൌട്ട് ഇറ്റ്, പക്ഷെ ഞാൻ പറയാം. താങ്ക് യു. താങ്ക് യു. ഷോർട്ട് ആൻഡ് സ്വീറ്റ്. താങ്ക് യു. Surya, please come forward. Surya. Surya, you are muted. Sorry. Yeah, I know. I was trying to unmute. ഇപ്പൊ കേൾക്കാം. Thank you, Raj. Yeah. നമസ്കാരം. ഇങ്ങനെ പറയണമെന്ന് പറഞ്ഞൂടാ, ഇതൊന്നും പറഞ്ഞ അത്ര ശീലമില്ല. സോ വായിച്ചിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം, ആദ്യമായിട്ട് നിർമ്മല, താങ്ക് യു സോ മച്ച്. ഒരുപാട് എൻജോയ് ചെയ്തു ഈ പുസ്തകം. ഇത് ഇവിടെ പറഞ്ഞതുപോലെ ടൈറ്റിൽ തന്നെ വളരെ ആപ്റ്റായിട്ട് തോന്നി. ആൻഡ് മാത്യു മാത്രമല്ല, അതിൽ പല കരയിലെ മീനുകളെയും നമുക്ക് കാണാൻ സാധിച്ചു. ഇന്ദിരയുടെ മകൻ, തങ്കമണി, ബെൻ, എല്ലാവരും. എനിക്ക് അതിൽ ഒരുപാട് കഥാപാത്രങ്ങൾ തന്നെ അവരവരുടേതായ രീതിയിൽ സർവൈവ് ചെയ്യാൻ ശ്രമിക്കുന്നു. അവരവരുടേതായ ബാറ്റിൽസ് എല്ലാവരുടെയും ഉള്ളിലുണ്ട്. ആൻഡ് പലപ്പോഴും സമൂഹത്തിൽ നമ്മൾ ആൾക്കാരെ കാണുമ്പോൾ അവർ പുറത്ത് മാനിഫെസ്റ്റ് ചെയ്യുന്ന അവരുടെ സ്വഭാവങ്ങളെയും പ്രകൃതങ്ങളെയും വെച്ച് അവരെ ജഡ്ജ് ചെയ്യും. പക്ഷെ അവരുടെ ഉള്ളിലെല്ലാം ഒരുപാട് ട്രോമയും ഒരുപാട് ബാറ്റിൽസും അവരുടേതായത് എല്ലാവരും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അത് നമുക്ക് ചിലപ്പോൾ അപ്പാരന്റ് ആയിരിക്കില്ല എന്ന് പല കഥാപാത്രങ്ങൾ കണ്ടപ്പോൾ എനിക്ക് തോന്നി. പിന്നെ ഇത് യാതൊരു ജഡ്ജ്മെന്റും ഇല്ലാതെ, യാതൊരു ഈ പറഞ്ഞ പോലെ സൂപ്പർഫ്ലൂസ് ആയിട്ടുള്ള ലാംഗ്വേജ് ഉപയോഗിക്കാതെ വളരെ സിമ്പിളായിട്ട് മാത്യു എന്ന ഒരു ഇമിഗ്രന്റ്, ഡിസ്ലെക്സിക് ഇമിഗ്രന്റ് അഡിക്റ്റിന്റെ സ്ട്രഗിൾസ് ആൻഡ് എവറി ഡേ ബാറ്റിൽസ് അത് കാണിക്കുന്ന ഒരു പുസ്തകമായിട്ടും അത് വളരെ ഭംഗിയായിട്ടും വളരെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജിൽ നമുക്ക് വളരെ ഹൃദയസ്പർശിയായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നതായിട്ട് തോന്നി. ആ ബുക്കിൽ ത്രൂ ഔട്ട് മാത്യുവിന്റെ കൂടെ നമ്മൾ പോവുകയും യെറ്റ് അറ്റ് ദ സെയിം ടൈം മാത്യുവിന്റെ അടുത്ത് നിൽക്കുന്ന ആൾക്കാർ, മാത്യുവിന്റെ സഹോദരങ്ങളായാലും എല്ലാവരും, മാത്യുവിന്റെ സഹോദരി അയാൾ വളരെ കാരുണ്യത്തോടെ എല്ലാം ചെയ്യുന്നു എന്ന് പറഞ്ഞ് അവസാനം പക്ഷെ സ്വന്തം മകന്റെ കാര്യം വരുമ്പോൾ അവരും ആ ചേട്ടായി എനിക്ക് ആ സ്ഥലം എഴുതന്നൂടെ എന്ന് പറയുന്നു. സോ എല്ലാം യെറ്റ് അറ്റ് ദ സെയിം ടൈം മാത്യു നാട്ടിൽ ചെല്ലുമ്പോൾ ആദ്യമായിട്ട് വന്ന് മാത്യുവിനെ ഒന്ന് തൊടുന്നത്, ആരും തൊടാതിരിക്കുന്ന ഒരു സമയത്ത് അങ്ങനെ തൊടുന്നത് കോരിത്തരിച്ചു പോയി എന്നൊരു ഇൻസ്റ്റൻസ് അതിൽ എഴുതിയിട്ടുണ്ട്. സോ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടും ഹ്യൂമെയിൻ ആയിട്ടും ഉള്ള ഒരുപാട് മൂമെന്റ്സും എല്ലാ ക്യാരക്ടേഴ്സിനെയും കുറച്ചൊരു വെൽ റൗണ്ടഡ് ആയിട്ട് കാണിച്ചിരിക്കുന്നതായിട്ട് തോന്നി. അത് പക്ഷെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു നരേഷനിൽ പോയിട്ടല്ല, അവിടെയും ഇവിടെയും ഓരോ സെന്റൻസ് പറഞ്ഞിട്ടായാലും തന്നെ കുറെ അധികം ഒരു പിക്ചർ നമുക്ക് കാണാൻ പറ്റും. തങ്കമണിയെ എനിക്ക് ഒരു സെൽഫിഷ് ആയിട്ടുള്ള ആളായിട്ടില്ല, അവരൊരു സ്ട്രഗ്ലിംഗ്, ഓൾമോസ്റ്റ് ഒരു അഡിക്റ്റിന്റെ വൈഫാകുമ്പം തനിയെ 3 കുട്ടികളെ വളർത്തേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി അവരുടെ ഉള്ളതായിട്ടും അതിനുവേണ്ടി ശ്രമിക്കുന്നതായിട്ട് തോന്നി. നാട്ടിലോട്ട് പോകുമ്പോൾ പെർഹാപ്സ് എന്താണ് വസ്തു വിറ്റ് കിട്ടും എന്നുള്ള പൈസ കൊണ്ടായിരിക്കും അവർ തന്നെ ക്രെഡിറ്റ് കാർഡ് എന്ന് അവരെ ടിക്കറ്റ് എടുത്തു കൊടുക്കുന്നു. ആൻഡ് പിന്നെ ഒരു കാര്യം എനിക്ക് തോന്നിയത് ത്രൂ ഔട്ട് ഒരു സോഷ്യോ പൊളിറ്റിക്കൽ കറന്റ് സമകാലീന സാമൂഹ്യ രാഷ്ട്രീയ പരിസ്ഥിതിയെ ഒരു ഓത്തറിന്റെ കമന്ററി ആയിട്ട് തോന്നി.
നമുക്ക് ടിപ്പിക്കലി ഇപ്പോഴുള്ള ഒരു നാഷണലിസ്റ്റിക് ഫേവർ ആൻഡ് ഫ്ലേവർ നിറഞ്ഞ ഒരു പൊളിറ്റിക്സും അതുകൊണ്ട് പെർട്ടിക്കുലർലി ഇമിഗ്രന്റ് ആയിട്ട് വരുന്ന ഒരുപാട് പേരുടെ പുറത്ത് വരുന്ന അതിന്റെ എന്താണ് അങ്ങനത്തെ പോളിസീസ് കൊണ്ട് വരുന്ന അവരുടെ അവസ്ഥകളും അവരുടെ സ്ട്രഗിൾസും, പിന്നെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഹൗ നേറ്റീവ് അമേരിക്കൻ ആയിട്ടുള്ള ഒരു സ്ത്രീയെ പറ്റിയുള്ള റെഫറൻസിൽ വന്നപ്പോൾ why we are calling them Native Americans and not other people who came from Europe and other places as French American. അതൊരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് ആയിട്ട് തോന്നി. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ഈ കഥയുടെ അവസാനം മാത്യുവിന്റെ ഇന്ദിരയുടെ മകന്റെ മരണത്തോടെ അവസാനിക്കുന്നത്, അത് നമ്മൾക്ക് ചിലപ്പോൾ വേദന ഉള്ളതാണെങ്കിൽ പോലും മാത്യുവിന്റെ പോയിന്റ് ഓഫ് വ്യൂന്ന് കഥയിൽ ആ ക്യാരക്ടർ ആഗ്രഹിച്ചതും മരണം പലപ്പോഴും ഒരു റിലീഫായിട്ട് വരുന്നു എന്ന് ചില സ്ഥലങ്ങളിൽ പറഞ്ഞതും അതിനൊരു പേജ് 90 ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു. എനിക്ക് മരണത്തിൽ നിന്ന് ഒളിക്കേണ്ട, മരണവേദനയേക്കാൾ ഭീകരമായി മനസ്സിൽ നിന്നുമാണ് ഒളിക്കേണ്ടത്. സോ വളരെ ചെറുപ്പത്തിൽ തന്നെ ഡിസ്ലെക്സിക് ആയിട്ട് ആരോടും ആ സ്ട്രഗിൾസ് പറയാൻ പറ്റാതെ, പിന്നെ ഇന്ദിരയുടെ മരണം അങ്ങനെ അനാവശ്യമായി സൊസൈറ്റിയുടെ നമ്മളുടെ എന്താണ് പറയേണ്ടത്, സൊസൈറ്റി ഇമ്പോസ് ചെയ്യുന്ന ചില നോംസ് ആൻഡ് റൂൾസിന്റെ ഭാഗമായിട്ട് ആ കുട്ടിയുടെ ലൈഫും പ്രയാസപ്പെടുന്നു. മാത്യുവിന് തനിക്ക് അറിയാവുന്ന എല്ലാ നാട്ടിൽ നിന്നും എല്ലാം വിട്ട് ഒരു ഫോറിൻ ലാൻഡിൽ ഫോഴ്സ്ഫുള്ളി വരേണ്ടി വരുന്നു. ആൻഡ് അതെല്ലാം മാത്യു ത്രൂ ഔട്ട് ഹിസ് ലൈഫ് ഒരു സീക്രട്ട് ആയിട്ട് വയ്ക്കുന്നു. ആൻഡ് പേജ് 204 ഐ ജസ്റ്റ് വാണ്ട് ടു മെൻഷൻ ദാറ്റ്, അത് കഴിഞ്ഞ് ഞാൻ നിർത്താം. എനിക്ക് തോന്നിയത് മാത്യു പറഞ്ഞത്, പൈലറ്റ് ആകണമെന്ന് തങ്കത്തിനെ പറഞ്ഞ് വിശ്വസിച്ച ഞാൻ അതിനുവേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. അവൾ പല പ്രാവശ്യം നിർബന്ധിച്ചപ്പോഴെല്ലാം ഞാൻ ഒഴിഞ്ഞു മാറി. വായിച്ചു പഠിക്കാനും പരീക്ഷകൾ എഴുതി ജയിക്കാനും എന്നെ കൊണ്ട് പറ്റില്ലെന്ന് ഞാൻ അവളോട് ഒരിക്കലും ഏറ്റു പറഞ്ഞില്ല. സ്വന്തം ലൈഫ് പാർട്ട്ണറിൻ്റെ അടുത്ത് പോലും തൻ്റെ ഡിസ്ലെക്സിക് ആയിട്ടുള്ള ഒരാളുടെ സ്ട്രഗിൾസ് പറയാൻ പറ്റാത്ത ഒരു മനുഷ്യന്റെ അവസ്ഥ, എൻറ്റയർ ലൈഫ് പ്രോബബ്ലി എന്താണെന്ന് ക്ലിയർലി ഐഡന്റിഫൈ ചെയ്തില്ലായിരിക്കും ചൈൽഡ്ഹുഡിൽ. പക്ഷെ ഒരു അഡൽട്ടായിട്ടും അറിഞ്ഞിട്ട് പോലും he would rather live as an addict. That probably because as a man I think you drink more alcohol, അങ്ങനത്തെ ഒരു നമ്മളുടെ സൊസൈറ്റിയിലുള്ള വിചാരങ്ങൾ കാണാം. He would rather take that than confess that I am struggling with any kind of mental, neurological, psychological disorders. That's something as a society അത് എത്രത്തോളം ഒരു ടാബു ആണ്, ആൾക്കാർക്ക് അത് പറയാൻ പറ്റാതെ വിമിഷ്ടപ്പെട്ട് ജീവിക്കുന്നുണ്ട് എന്ന് പല സ്ഥലത്തും അത് ഓർമ്മപ്പെടുത്തി. വളരെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, 1-2 പേര് ചോദിക്കുന്ന കേട്ടു, എങ്ങനെയാണ് ഒരു പുരുഷന്റെ സ്ട്രഗിൾസ് എങ്ങനെ ഇത്ര ഭംഗിയായി അവതരിപ്പിക്കാൻ പറ്റിയത്. എനിക്ക് ഈ നോവല് വായിച്ചപ്പോൾ ഒരുപാട് സ്ഥലത്ത് ഓത്തർ വളരെ കമ്പാഷനറ്റോടെ ഇതിനെ അപ്രോച്ച് ചെയ്തിരിക്കുന്ന കണ്ടിട്ട് തോന്നിയത്, ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യന്റെ വേദനയും അവരുടെ ബാറ്റിൽസ് അറിയാനായിട്ട് അവർ ആ പെർട്ടിക്കുലർ ജെൻഡർ ആകണ്ട എന്നാണ്. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യന്റെ വേദന അറിയാൻ പറ്റും. അങ്ങനെ അത്രയും പറഞ്ഞു നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സൂര്യ, വെരി നൈസ് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ്. അപ്പോ നമുക്ക് സമയത്തിന്റെ ഒരു പരിമിതി ഉണ്ട് കേട്ടോ. അപ്പൊ ഒരു 3 മിനിറ്റ് എന്നുള്ള ഒരു എല്ലാവരും ശ്രദ്ധിക്കണേ പ്ലീസ്. ലേഖ ചേച്ചി, ലേഖ മാധവൻ, പ്ലീസ് കം ഫോർവേഡ്. ലേഖ ചേച്ചി ഉണ്ടോ? യെസ് പ്ലീസ്. ഉണ്ട്, ഞാനിവിടെ ഉണ്ട്. ഞാൻ ആദ്യം ഒരു സോറി പറയട്ടെ. എൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ കൊണ്ട് എനിക്ക് പുസ്തകം വായിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. ഞാനത് വായിക്കും. പക്ഷെ ഞാൻ എന്നാലും ചർച്ചയിൽ വരാൻ കാരണം, മഞ്ഞിൽ ഒരുവളിന്റെ ചർച്ച ഞാൻ മിസ് ചെയ്തു പോയതിന്റെ വിഷമം എനിക്കിപ്പോഴും ഉണ്ട്. കാരണം അന്ന് ഞാൻ വയനാരാമത്തിലെ മെമ്പർ ആയിരുന്നില്ല. അപ്പൊ ഞാനത് ഡിസ്കസ് ചെയ്തത് ഞാൻ അറിഞ്ഞില്ല. അപ്പൊ എനിക്ക് അതിൻ്റെ ഒരു സങ്കടമുണ്ട്. കാരണം ഞാൻ പശുവിനെ പറ്റി 10 വാചകം, അല്ല തെങ്ങിനെ പറ്റി 10 വാചകം പറയാൻ പറഞ്ഞ പശുവിനെ കെട്ടി പറയാന്നൊരു പരിപാടി ഉണ്ടല്ലോ. ഞാനിപ്പോ അതാണ് ഉദ്ദേശിക്കുന്നത് തൽക്കാലം. കാരണം മഞ്ഞിൽ ഒരുപാട് വായിച്ചു കഴിഞ്ഞപ്പോ ഞാൻ മനസ്സിലാക്കിയത് നിർമ്മല എന്ന എഴുത്തുകാരുടെ റേഞ്ചിനെ കുറിച്ചാണ്. കാരണം ആ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ കണ്ണിന്റെ കോണില് ഒരു ചെറിയ ഒരു ഡ്രോപ്പ് വെള്ളം, അത് താഴത്തേക്ക് വീഴില്ല. കാരണം അത്ര ഉള്ളിലേക്ക് ഇറങ്ങുന്ന ഒരു ദുഃഖമായിട്ടായിരുന്നു ആ പുസ്തകം ഞാൻ വായിച്ചു തീർത്തത്. അതിനകത്ത് പ്രത്യേകിച്ച് പിന്നെ ബെഡിൽ നിന്നും ബാത്റൂമിലേക്ക് ഉള്ള ദൂരം, അതിന്റെ മെഷർമെന്റ്,
അത് പറയുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും നമുക്ക് അസുഖമൊക്കെ വരുന്ന സമയത്ത് നമ്മളത് സ്വയം ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ. കാരണം ഒരു ഭാഗത്ത് എത്തണം എന്ന് തോന്നാം, പക്ഷെ അവിടുന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് ഇത്രയും ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാവാൻ പറ്റാത്തതുപോലെ. അപ്പൊ അതിനെക്കുറിച്ച് ആ രീതിയിൽ എഴുതാൻ കഴിയുന്ന ഒരു എഴുത്തുകാരിയുടെ റേഞ്ച് എത്രയാണ് എന്നുള്ളത് ഇപ്പൊ ഞാൻ പുസ്തകം വായിച്ചിട്ടില്ല, പക്ഷെ മറ്റുള്ളവർ പറയുന്നതിൽ നിന്നും എനിക്ക് മനസ്സിലാവുന്നത് നിർമ്മല പല ഭാഗങ്ങളിലും പല കാര്യങ്ങളെക്കുറിച്ചും, അത് മദ്യത്തിനെ കുറിച്ചായാലും എയർക്രാഫ്റ്റിനെ കുറിച്ചായാലും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് റിസർച്ച് ചെയ്ത് എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ അത് കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഒരു റീജിയണൽ ലാംഗ്വേജിൽ ഒതുങ്ങിക്കൂടേണ്ട എഴുത്തുകാരി അല്ല അരുൺ ആദ്യം പറഞ്ഞതുപോലെ. ഒരു പക്ഷേ ഈ നോവൽ ഒരു ഇംഗ്ലീഷിലായിരുന്നെങ്കിൽ വലിയ വലിയ ഉയരങ്ങളിലേക്കും ചിലപ്പോൾ നമുക്കിവിടെ അപ്പോയിന്റ്മെന്റ് എടുത്ത് കാണേണ്ട അവസ്ഥ വരെ വരാൻ ചാൻസ് ഉണ്ടായിരുന്ന ഒരു എഴുത്തുകാരിയാണ്. അപ്പൊ എന്തായാലും നിർമ്മല, റിയലി ഗ്രേറ്റ് ടു നോ യു, റിയലി ഗ്രേറ്റ് ടു റീഡ് യുവർ ബുക്സ്. അതിനൊരു അവസരം തന്നതിന് വളരെ സന്തോഷം. ഇനിയും ഉയരങ്ങളിലേക്ക് എത്താൻ കഴിയട്ടെ, ഇനിയും കൂടുതൽ കൂടുതൽ അവാർഡുകൾ തേടി വരട്ടെ എന്ന് ആശംസിക്കുന്നു. അത്രയേ ഉള്ളൂ. താങ്ക് യു ലേഖ ചേച്ചി. താങ്ക്സ് ഫോർ ടേക്കിംഗ് ടൈം ടു സ്പീക്ക് സോ മച്ച്. സലീമത്ത, please come forward. Dr. Salima. സലീമത്തോട് ഉണ്ട്. പ്ലീസ് കം ഫോർവേഡ്. കേൾക്കുന്നുണ്ടോ സലീമത്ത? സലീമത്ത മ്യൂട്ടാണ്, ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ അൺമ്യൂട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്, പറ്റുന്നില്ല കേട്ടോ. കേൾക്കാമോ? ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. പിന്നെ നിർമ്മലയുടെ ബുക്ക് ഞാൻ ഓഡിയോ വെർഷനാണ് കേട്ടത്. അപ്പം പിന്നെ ഓഡിയോ അല്ല, സോറി, ഈ ബുക്കാണ് വായിച്ചത്. പിന്നെ ഒരുപാട് എൻജോയ് ചെയ്തു. എൻ്റെ പറയാൻ ഉദ്ദേശിച്ച ഒരുപാട് കാര്യങ്ങൾ ഇവിടെ മിക്കവാറും എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. പിന്നെ പിന്നെ ഈ ഇതിനകത്ത് ഏറ്റവും എനിക്ക് പ്രധാനപ്പെട്ട എൻ്റെതായിട്ട് പറയാനുള്ള കാര്യം, ഈ മാറ്റിന്റെ ആത്മസംഘർഷങ്ങളിൽ വളരെ എമ്പതി തോന്നുന്ന രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ ഈ അവനവന്റെ കയ്യിലെ കാശ് കൊടുത്ത് ഈ മദ്യം മേടിച്ച് കുടിച്ച് കുടുംബ ബന്ധങ്ങളും ധനനഷ്ടവും മാനഹാനിയും ഒക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരെ പറ്റിയിട്ട് അത്ര വലിയ സിമ്പതി സാധാരണഗതിയിൽ തോന്നാറില്ല. പക്ഷേ ഈ കഥാനായകന്റെ ദുഃഖങ്ങളും ആത്മസംഘർഷങ്ങളും കുറ്റബോധവും പിന്നെ പുള്ളിയുടെ ജീവിതത്തിലുള്ള നഷ്ടങ്ങളും ഒക്കെ വളരെ ഹൃദയസ്പർശിയായിട്ട് പിന്നെ ചിത്രീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് നിർമ്മലയ്ക്ക്. പിന്നെ അതെല്ലാം അയാളുടെ ദുഃഖങ്ങളും വിഷമങ്ങളും ഒക്കെ വായനക്കാരൻ്റെതായിട്ട് മാറുകയും അയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള എവിടെയെങ്കിലും അയാളൊരു ഏതെങ്കിലും ഒരു ലെവലിൽ പുള്ളിക്ക് ഒരു വിജയം ഉണ്ടാകട്ടെ എന്ന് നമ്മളും ആഗ്രഹിച്ചു പോകും അവസാനം. പിന്നെ മറ്റൊരു കാര്യം പുള്ളിയുടെ ഡിസ്ലെക്സിയയെ പറ്റിയിട്ടാണ്. ഡിസ്ലെക്സിയ എന്ന് പറയുന്നത് ലേണിംഗ് ഡിസബിലിറ്റി ആണെന്നും അത് പിന്നെ അതിന് വേറെ സൊല്യൂഷൻ എന്നുള്ളതും അതിന് കുറ്റപ്പെടുത്തലും പിന്നെ ശാരീരിക പീഡനങ്ങളും ഒക്കെ മാത്രം കൊണ്ടും ഉള്ള ആ വ്യക്തിയുടെ കോൺഫിഡൻസ് കുറയ്ക്കാൻ മാത്രമേ ഉദ്ദേശിക്കുള്ളൂ. ഫൈനലി അയാള് മദ്യത്തിൽ അഭയം പ്രാപിക്കുന്നു, വ്യക്തിബന്ധങ്ങൾ തകരാറിലാവുന്നു, എല്ലാം സോഷ്യലി ഐസൊലേറ്റഡ് ആവുന്നു. അങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിന്റെ സത്യം പറഞ്ഞാൽ ആദ്യം ആ ഡിസ്ലെക്സിയ സോൾവ് ആയിരുന്നെങ്കിൽ പ്രോബബ്ലി ഇയാളുടെ ലൈഫ് ഇത്രയും മിസറബിൾ ആകത്തില്ലായിരുന്നു. അപ്പൊ അത് ഡിസ്ലെക്സിയെ പറ്റി കുറച്ച് അവയർനെസ് ഇത് വായനക്കാർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ നിർമ്മലയുടെ റിക്വസ്റ്റ് ഉള്ളത്, ഈ ബുക്കില് ഒരുപാട് കണ്ടമാനം റിസർച്ച്, മുമ്പ് പലരും പറഞ്ഞതുപോലെ ഒരുപാട് റിസർച്ച് ചെയ്തിട്ടുണ്ട് ഇതിനു വേണ്ടി പല വിഷയങ്ങളെ പറ്റിയിട്ട്. അത്
ഈവൻ പിന്നെ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് മുതൽ മദ്യത്തിന്റെ ടൈപ്പും ഇതും പിന്നെ പല സോഷ്യൽ ലൈഫിലുള്ള കാര്യങ്ങൾ, അമേരിക്കൻ പൊളിറ്റിക്സിലുള്ള കാര്യങ്ങൾ, അങ്ങനെ പലതും വളരെ വിശദമായിട്ടും വളരെ മനോഹരമായിട്ടും ചിത്രീകരിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ അത് ഈ റിസർച്ചിന് വേണ്ടിയിട്ട്, ഈ ബുക്കിന് വേണ്ടിയിട്ട് എത്രത്തോളം റിസർച്ച് ചെയ്തു, അതെങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ പിന്നെ അതുപോലെ ഈ ഒരു മദ്യം കൊണ്ട് പുള്ളി പിന്നെ താഴോട്ട് ഡൗൺ ഹില്ല് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതം, ഒരു മാനസിക വ്യാപാരങ്ങളും ഒക്കെ ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം നിർമ്മലയുടെ ഓഫ് കോഴ്സ് ഷീ ക്യാൻ ഡു ദാറ്റ്. ഈ സങ്കല്പത്തില് ഈ വഴികളിലൊക്കെ സഞ്ചരിച്ചെഴുതി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇതിനു വേണ്ടി ആരോടെങ്കിലും സംസാരിച്ചിരുന്നോ ഇത്തരം വ്യക്തികളുമായിട്ട്? അതല്ല പിന്നെ എങ്ങനെയാണ് അത് ചെയ്തതെന്നും ഇത്രയും മനോഹരമായിട്ട് ചെയ്തതെന്നുള്ളത് അതാണ്. സാധാരണ രീതിയിലല്ല. ഇറ്റ് വാസ് നല്ലൊരു ബ്യൂട്ടിഫുൾ വർക്കാണ്. പലരും പറഞ്ഞതുപോലെ ഒരു പക്ഷേ ഇതിനെ ഇനിയും കൂടുതൽ അവാർഡുകളും കൂടുതൽ പിന്നെ അംഗീകാരങ്ങളും ഒക്കെ തേടി വരും. അങ്ങനെ വരട്ടെ എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഗ്രൂപ്പിനും അഭിമാനം. ഓക്കെ, താങ്ക് യു. താങ്ക് യു സലീമത്ത, സോ നൈസ്, ഗ്രേറ്റ്. ബൈജു PV ഉണ്ടോ? ബൈജു, can you hear me please? ബൈജു മ്യൂട്ടഡ് ആണ്. റെസ്പോൺസ് ഇല്ല. പ്ലാമൂട്ടിൽ വർഗീസ് സർ, പ്ലീസ് കം ഫോർവേഡ്. കേട്ടോ ഞാൻ പറയുന്നത്? കേൾക്കാം കേൾക്കാം. പുതിയതായിട്ടാണ്, അതുകൊണ്ട് ആർക്കും പരിചയം കാണില്ല. വർഗീസ് പ്ലാമൂട്ടിൽ, ന്യൂജേഴ്സിയാണ്. നോവൽ വായിച്ചു. അങ്ങനെ കാര്യമായ ഒരു അഭിപ്രായം പറയാനുള്ള പ്രാപ്തിയത, പക്ഷേ ഗംഭീരമായിരിക്കുന്നു എന്ന് പറയാം. ഒരു ചെറിയ വിവരണം ഞാൻ ആസ്വാദനം എഴുതിയിട്ടുണ്ട്, അത് അയച്ചു കൊടുക്കാം. നമുക്ക് അടുത്ത ആളിലേക്ക് പോകാമെന്ന് തോന്നുന്നു അല്ലേ? സ്ക്രീൻ ഷെയർ ചെയ്യാൻ നോക്കുവാണോ സർ? ഓക്കെ, കുഴപ്പമില്ല, ഞാൻ പിന്നെ പറഞ്ഞോളൂ. പെട്ടെന്ന് പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞോളൂ. ഇല്ല. ഓക്കെ ദെൻ, പിന്നെ നിർമ്മലേച്ചിക്ക് അറിയിച്ചാൽ മതി എന്നാ. ഓക്കെ. ലിനി ഉണ്ടോ? ലിനി പ്ലീസ് കം ഫോർവേഡ്. ഉണ്ടല്ലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ട്, പറഞ്ഞോളൂ. എനിക്ക് സത്യത്തിൽ എനിക്ക് നിരാശ തോന്നുകയാണ്. പുസ്തകത്തിനെ കുറിച്ചിട്ടല്ല, ആദ്യം തന്നെ എനിക്ക് മൈക്ക് കിട്ടിയപ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റാതെ പോയതിനെ കുറിച്ച് ഓർത്തിട്ട്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കരുതി വെച്ച പോയിന്റുകളെല്ലാം തന്നെ എല്ലാവരും പറഞ്ഞു തീർത്തു. ഇനിയിപ്പം ഞാൻ എന്തിനെ കുറിച്ച് സംസാരിക്കും എന്നതിനെ കുറിച്ചിട്ടാണ് ഞാനിപ്പം ചിന്തിക്കുന്നത്. ഇപ്പം പുസ്തകം വളരെ അന്വേഷിച്ച് അവസാന നിമിഷം എന്നുള്ള രീതിയിൽ 2 ദിവസം മുമ്പാണ് ഞാൻ പുസ്തകം വായിച്ചു തീർത്തത്. കഥാകൃത്തിനെ അതിനെ കുറിച്ചിട്ട് അഭിപ്രായം അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും പറഞ്ഞ പോലെ ഒത്തിരി ഒന്നും ഇതിനെ കുറിച്ചിട്ട് പറയാനൊന്നും ഞാൻ എന്നെ റിപ്പീറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അപ്പം ആരും പറയാത്ത പോയിന്റ് മാത്രം ഞാൻ പറയാമെന്ന് വിചാരിക്കുകയാണ്. നിർമ്മലാജിയുടെ 2 പുസ്തകങ്ങളാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. മഞ്ഞിൽ ഒരു വെള്ളം എന്ന ബുക്കും ഇപ്പോൾ ഈ കരയിലെ മീനുകൾ എന്ന പുസ്തകവും. അപ്പോൾ ഇവിടെ നേരത്തെ പരാമർശിച്ചിട്ടുള്ളത് തന്നെയാണ്
ആദ്യത്തെ നോവലിൽ ഒരു സ്ത്രീ കഥാപാത്രത്തിന്റെ ആത്മചിന്തകളായിരുന്നെങ്കിൽ ഇപ്പൊ അതൊരു പുരുഷന്റെ ഭാഗത്തു നിന്നുള്ള എഴുത്താണ്. അപ്പൊ അതിലെ ചിന്തകളും വിചാരങ്ങളും ഭയങ്ങളും ആഗ്രഹങ്ങളും നിരാശകളും ഒക്കെ വളരെ ഭംഗിയായിട്ട് എന്താ പറയാ എവർക്കും വായിക്കാവുന്ന രീതിയിൽ ഒത്തിരി വലിയ സാഹിത്യപരമായ വാക്കുകളൊന്നും ഇല്ലാതെ വളരെ ലൈറ്റായിട്ട് വായിക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ ഇഫക്റ്റീവായിട്ടൊക്കെ എഴുതിയിട്ടുള്ള ഒരു ബുക്ക് എന്താ പറയാ ഒറ്റ ഇരിപ്പിൽ വായിക്കാം എന്നുള്ള രീതിയിൽ ഉള്ളൊരു ബുക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒത്തിരി കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാം എന്നിരിക്കൽ തന്നെ എന്നെ ഏറെ ആകർഷിച്ച ഒരു കാര്യമുണ്ട്. അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്ലെക്സിയ എന്നുള്ള ഒരു അവസ്ഥ ഒരു പേജ് 42 വളരെ ഒരു 2 സെന്റൻസിൽ എഴുതിയിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്: ചരിത്രം അപ്പോൾ ഒളിച്ചു കളിക്കും, ഭൂമിശാസ്ത്രം ഉരുണ്ടുപോകും, രസതന്ത്രത്തിന് ഒരു രസവും ഇല്ലാതെയാകും, ഊർജതന്ത്രം പ്രസരിപ്പില്ലാതെ കുത്തിയിരിക്കും, ജീവശാസ്ത്രമാണെങ്കിൽ മരിച്ചു കിടക്കും. ഇതിൽ കൂടുതൽ എങ്ങനെയാണ് ഡിസ്ലെക്സിയെ കുറിച്ചിട്ട് വിവരിക്കുക എന്ന് എനിക്കറിയില്ല. അത് ഡിസ്ലെക്സിക് ആയിട്ടുള്ള കുട്ടികൾ അനുഭവിക്കുന്ന ആ ഒരു അവസ്ഥ അത് അത്രയും നന്നായിട്ട് അത്രയും 2 സെന്റൻസിലൂടെ ഒക്കെ പറയാന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ, അത് ഭയങ്കരമായിട്ട് എനിക്ക് തോന്നി. പിന്നെ എനിക്ക് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അത് നോവലിസ്റ്റിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചുറ്റും ഇങ്ങനെയുള്ള മദ്യപാന്മാരെല്ലാം ജീവിതത്തിലും സമൂഹത്തിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. അപ്പം ഈ ഒരു കഥാപാത്രത്തിന്റെ മനോവിചാരങ്ങൾക്കും അവസ്ഥകൾക്കും വളരെ ആപ്റ്റായിട്ടുള്ള ബൈബിൾ കഥകളും വാചകങ്ങളും സന്ദർഭങ്ങളും ഒത്തിണക്കിക്കൊണ്ട് ഈ നോവൽ എങ്ങനെയാണ് അത് എഴുതാനിരുന്നപ്പം ഈ ഇതെല്ലാം കടന്നു വന്നതാണോ, അല്ലെങ്കിൽ അത് മനഃപൂർവ്വം അത് അതിലേക്ക് ബ്ലെൻഡ് ചെയ്ത് ചേർത്തതാണോ എന്നുള്ളതാണ് എനിക്ക് കഥാകൃത്തിൽ നിന്ന് കേൾക്കാനായിട്ട് ആഗ്രഹമുള്ള ഒരു കാര്യം. അതിനെ തീർക്കുന്നതിന് മുൻപ് ഞാൻ പറയാം, മദ്യത്തെയോ മദ്യപന്മാരെയോ ഗ്ലോറിഫൈ ചെയ്യുന്നതൊന്നുമല്ല. പക്ഷെ എനിക്ക് തോന്നിയത് പല രീതിയിലുള്ള മദ്യങ്ങൾ അല്ലെ പല മദ്യങ്ങൾ വേണ്ട രീതിയിൽ ബ്ലെൻഡ് ചെയ്ത വളരെ രുചികരമായ ഒരു ഡ്രിങ്ക് ആയിട്ടാണ് എനിക്ക് ഈ നോവൽ മാറിയത് വായനയ്ക്ക് ശേഷം. എന്ന് പറയുമ്പോൾ മദ്യത്തിനെ ഗ്ലോറിഫൈ ചെയ്തതായിട്ട് ആരും വിചാരിക്കരുത്. അപ്പൊ എനിക്ക് അറിയേണ്ട ഒരു കാര്യം ഞാൻ നിർമ്മലാജിയോട് ചോദിച്ചിട്ടുണ്ട്. സമയം കളയുന്നില്ല, എത്രയാണ് എനിക്ക് പറയാനുള്ളത്. നല്ല നൈസ് നോവൽ, എന്താ പറയാ ഒത്തിരി അവാർഡുകളും ഒക്കെ ഈ നോവലിനെ തേടിയെത്തട്ടെ എന്നും ഇനിയും നല്ല നോവലുകൾ എഴുതുകയും നമുക്കെല്ലാം അഭിമാനകരമായി തീരട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. Thank you so much, Lini. So nice of you. Prasad, please come back and talk whatever you want to say more. Come forward, please. ഈ പുസ്തകത്തെക്കുറിച്ച് 2 വാക്ക് പറയാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ. പക്ഷേ ഇതിൻ്റെ മെയിൻ പേജ് ലീഡർ വാർത്തകളെല്ലാവരും കവർ ചെയ്ത സ്ഥിതിക്ക് ഞാനൊരു 3-ാം പേജിലേക്ക് ഒരു 1/2 സെൻറ്റിമീറ്റർ കോളം വാർത്തയിലേക്കാണ് ഞാൻ പോകുന്നത്. ഇതിൻ്റെ മാത്യു വർഗീസ് മാത്തുക്കുട്ടിയുടെ കഥ ഒരു ദുരന്ത നാടകം തന്നെയാണ്. പക്ഷേ അതിൻ്റെ മുകൾ തട്ടിൽ അങ്ങനെ തോന്നുമെങ്കിലും അതിൻ്റെ അടിയിൽ ഞാൻ സവിശേഷമായൊരു പരിഹാസധാര കാണുന്നുണ്ട്. അത് ഒരു സറ്റാരിക്കൽ ടോൺ ഇതിനുണ്ട്. ഏതാണ്ട് 3 വ്യത്യസ്തമായ കാര്യങ്ങളെ അത് ടച്ച് ചെയ്യുന്നുണ്ട്. പെട്ടെന്നൊന്ന് ഓടിച്ച് ഞാൻ പറയാം. ഒന്നാമത് സൊസൈറ്റി കേരളത്തിലെ സാഹചര്യത്തിൽ നിന്നോ ഇപ്പോൾ പറഞ്ഞതുപോലെ ഡിസ്ലെക്സിയ പോലുള്ളത് ഡയഗ്നോസ് ചെയ്യപ്പെടാതെയും വേണ്ട ട്രീറ്റ്മെൻറ്റ് ലഭിക്കാതെയും പോകുന്ന മാത്തുക്കുട്ടി എത്തുന്നത് ഏറ്റവും അത്യാധുനികമായ ഒരു ലോകത്തെത്തുകയും അവിടെ പോലും അയാളുടെ അഡിക്ഷൻ അയാളുടെ ആൽക്കഹോളിസം അയാളുടെ സൂയിസൈഡൽ ടെൻഡൻസി അങ്ങനെയുള്ള പല രോഗങ്ങൾക്കും അയാൾക്ക് യാതൊരു വിധമായ ഹെൽപ്പും കിട്ടുന്നില്ല. അപ്പോൾ ഈ ഇന്ത്യയിൽ നിന്ന് രക്ഷപ്പെട്ട് മറ്റൊരു വിദേശ രാജ്യങ്ങളിലേക്ക് ഓടുന്ന ഒരു ജനതയ്ക്ക് മുമ്പിൽ വളരെ രസകരമായി അവരെ അത് ട്രോൾ ചെയ്തിരിക്കുന്നു എന്ന രീതിയിൽ എനിക്കത് തോന്നി. കാരണം നിങ്ങൾക്ക് ലഭിക്കാത്ത എന്തധികമാണ് മറ്റൊരു രാജ്യത്ത് ലഭിക്കാൻ പോകുന്നത് എന്നുള്ള വളരെ ഉപരിപ്ലവമായ ഒരു ഹാസ്യം അതിൽ നിൽക്കുന്നതായി തോന്നി. അതിനേക്കാൾ ഏറെ ശ്രദ്ധേയമായിട്ടുള്ളത് ഈ റിലീജിയനെ കൈകാര്യം ചെയ്യുന്ന ഭാഗമാണ്. അത് വളരെയേറെ ഗംഭീരമായി ആദ്യോടന്തം ഇതിലെ കഥാനായകൻ പിന്നെ സെമിനാരിൽ പഠിക്കാൻ പോയിട്ട് തിരിച്ചു വന്ന ആളാണ്. അയാളോടൊന്നും ബൈബിളോ അല്ലെങ്കിൽ
സ്പിരിച്വാലിറ്റി പറഞ്ഞ ആർക്കും നേടാൻ പറ്റില്ല. അദ്ദേഹം ഉയർത്തുന്ന ചില ചോദ്യങ്ങളാണ്, അതും വളരെ ട്രോൾ സ്വഭാവമുള്ള ചോദ്യങ്ങളാണ്. അയാൾ സെറ്റപ്പ് ചെയ്യുന്ന സർക്കംസിഷൻ ബൂത്ത് പോലും അതുപോലെ ഹാസ്യകരമായി നമ്മൾ സാധാരണയായി റിലീജിയൻ അല്ലെ റിലീജിയസിറ്റിയെ വളരെ ഗംഭീരമായിട്ട് ഇത് കൈകാര്യം ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ ഞാൻ അതിലേക്ക് പോകുന്നില്ല. ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ അത് വാങ്ങി ഹല്ലേലൂയ പാടും എന്ന് പറയുന്ന ഒരുതരം കുറ്റബോധ ഫാക്ടറിയായി റിലീജിയൻ മാറുന്നിടത്ത് അതിനെ ഗംഭീരമായിട്ട് അദ്ദേഹം ഒറ്റ വാക്കിൽ നോവലിസ്റ്റ് അതിനെ ട്രോൾ ചെയ്യുന്നുണ്ട്. ഞാൻ പോലും വല്ലാതെ ചിരിച്ചു. ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട്. ആ സർക്കംസിഷൻ ബൂത്ത് പോലെ ഈ എല്ലാ ഒരുപാട് മാത്തുക്കുട്ടി എന്ന ഒരു ശരിയും അതിന് ചുറ്റും ഒരുപാട് തെറ്റുകളും മാത്രമായിട്ടാണ് ഇതിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ദുരന്ത കഥയാണെങ്കിലും ഇതിനെ വളരെ ഗംഭീരമായ ഒരു സറ്റയർ അതിനകത്ത് അടങ്ങിയിരിക്കുന്നു എന്ന് എനിക്ക് വല്ലാതെ തോന്നി. ഏറ്റവും അവസാനമായി പറയാനുള്ളത്, ഇന്നിപ്പോൾ മലയാള സാഹിത്യ കൃതികളിൽ വന്നിരിക്കുന്ന ഒരു ടെൻഡൻസിയെ നന്നായിട്ട് ട്രോൾ ചെയ്യുന്നുണ്ട്. അതാണ് ക്രാഫ്റ്റിൽ ഉപയോഗിക്കുന്ന ഈ മദ്യത്തെക്കുറിച്ചുള്ള ഓരോ വിവിധ തരം മദ്യത്തെക്കുറിച്ചുള്ള ഡിസ്കഷൻസ് എടുത്ത് ഓരോ ചാപ്റ്ററാക്കി മാറ്റി വെച്ചു. സത്യത്തിൽ മദ്യം വിളമ്പേണ്ടത് അങ്ങനെയാണ്, വേണ്ടവരെടുത്താൽ മതി. ഇത് ആരെയും അടിച്ചേൽപ്പിക്കുന്ന, കാരണം ഈ കുറെ ഒരുപാട് റിസർച്ച് ചെയ്തു എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ റിസർച്ച് ചെയ്ത് കൊണ്ടുവരുന്ന കുറേയേറെ കാര്യങ്ങൾ കൊണ്ടുവന്ന് ഈ കഥയ്ക്കകത്തോട്ട് അങ്ങോട്ട് തള്ളിക്കയറ്റി വെച്ചിട്ട് അത് നമ്മളെ കൊണ്ട് അത് കുടിപ്പിക്കും. ഇപ്പൊ എനിക്ക് നിർമ്മല തന്നിരിക്കുന്ന സ്വാതന്ത്ര്യം, എനിക്ക് കള്ളു കുടിക്കണമെങ്കിൽ എനിക്ക് കുടിക്കാതെ ഈ പുസ്തകം വായിച്ചു പോകാം. എനിക്ക് ഇഷ്ടമുള്ളത് വായിച്ചാൽ, എനിക്ക് വേണമെങ്കിൽ എനിക്ക് വൈൻ തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ബിയർ തിരഞ്ഞെടുക്കാം. അപ്പൊ അത് ഈ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പേരെടുത്ത് തന്നെ പറയട്ടെ, ആരാച്ചോർ പോലൊക്കെയുള്ള ഒരു, ഞാനതിനെ വിക്കി സാഹിത്യം എന്ന് വിളിച്ചു പോകും. അത്തരത്തിലുള്ള ഒരു ഡോക്യുമെന്ററി സ്വഭാവത്തോടു കൂടി ഈ അറിവുകളെയൊക്കെ കൊണ്ടുവന്ന് ഈ കഥയ്ക്കകത്തേക്ക് കൊണ്ടുവന്ന് എംബഡ് ചെയ്യുന്ന രീതിയെ നന്നായിട്ട് കളിയാക്കിയിരിക്കുന്നു. ഇത് വളരെ മനോഹരമായ രീതിയാണ്. അത് പറയാതെ വയ്യ. ഈ ചില സിനിമകളുടെ ആദ്യത്തെ ടൈറ്റിൽസ് കാണുമ്പോൾ നമ്മൾ അടിച്ചു കളയണമെന്ന് തോന്നുമെങ്കിലും എൻ്റെ ഇടയ്ക്ക് കഥയുണ്ടോ എന്ന് അറിയാം. കാരണം ഇതൊക്കെ വായനക്കാരൻ്റെ മുന്നിലേക്ക് കൊടുക്കുമ്പോൾ അത് വളരെ എന്താ പറയുന്നത്, വായനക്കാരനെ ഫോഴ്സ് ചെയ്യുകയല്ല. കാരണം ഇന്ന് ഇൻഫർമേഷൻ്റെ സമയമാണ്. ഈ 3 കാര്യങ്ങൾ വളരെ ഗംഭീരമായി, വളരെ സറ്റയറിക്കലായി ഈ പുസ്തകം ഒരു ധർമ്മം അനുഷ്ഠിക്കുന്നുണ്ടോ. ഇതൊരു ട്രാജഡി മാത്രമല്ല, ഇതൊരു സറ്റയർ കൂടെയാണ്. ഒറ്റ വാക്ക്, ഞാൻ എന്തെങ്കിലും ഒരു നെഗറ്റീവ് കൂടെ പറഞ്ഞില്ലെങ്കിൽ ഞാനല്ലല്ലോ. അതുകൊണ്ട് കഥാപാത്രങ്ങൾ അല്പം സെൻസിറ്റീവാണ് എന്നെനിക്ക് തോന്നി. ഇത്ര മാത്രമേ ഉള്ളൂ എനിക്ക് പറയാൻ. താങ്ക് യു പ്രസാദ്, താങ്ക്സ് ഫോർ കംപ്ലീറ്റിംഗ്. ആൻസീസ് ഐഫോൺ ആരാണ്? ആൻസി ഉണ്ടോ? ആൻസി പ്ലീസ് കം ഫോർവേഡ്. ഓക്കെ, ബൈജു ഉണ്ടോ? കമന്റ് പറയാനുണ്ടാവില്ല, കേൾക്കാൻ വന്നതാണ്. അതെയോ, ബൈജു ഉണ്ടോ? ബൈജു ഉണ്ട്. ഓക്കെ, പ്ലീസ് കം ഫോർവേഡ്. താങ്ക് യു. ഞാൻ എൻ്റെ പേര് ബൈജു, ഞാൻ എഡ്മണ്ടനാണെന്നാണ് സംസാരിക്കുന്നത്. കരയിലെ മീനുകൾ ഞാനും എൻ്റെ ഭാര്യയും വായിക്കുകയും അതിനെക്കുറിച്ചിട്ട് വളരെ ഇമ്പ്രസീവായിട്ട് സംസാരിക്കുകയും ചെയ്തതാണ്. പലരും സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നോവലുകളിലും കഥകളിലൊക്കെ ഈ പുരുഷന്മാരുടെ ജീവിതത്തിൻ്റെ അകത്തെ ഒരു ചിത്രം വരച്ച് കാണിക്കാനുള്ള ശ്രമങ്ങൾ പലപ്പോഴും ഉണ്ടാകാറില്ല. ഒരു വശത്ത് കൊട്ടിഘോഷിക്കപ്പെടുന്ന ഒരു പാട്രിയാർക്കിയുടെ ഒരു മുഖമുണ്ടെങ്കിലും മറുവശത്ത് മാത്തൂരിനെ പോലുള്ള കുറേ ആൾക്കാരുടെ ജീവിതമുണ്ട്. പ്രത്യേകിച്ച് ഈ ഇമിഗ്രൻ്റ് കമ്മ്യൂണിറ്റിയിൽ, US-ലും കാനഡയിലും അതുപോലുള്ള മറ്റു സ്ഥലങ്ങളിലും. ഞാൻ ഈ സംഭവം കുറച്ചും കൂടിയൊക്കെ റിലേറ്റ് ചെയ്ത് പോകുന്നു. ഞാൻ ഇന്നിപ്പോൾ ഓസ്ട്രേലിയയിൽ നിന്നുള്ളൊരു ഫേസ്ബുക്ക് വീഡിയോ കാണുമായിരുന്നു. അയർലൻഡിലും മറ്റും ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള മിടുക്കരായിട്ടുള്ള ചെറുപ്പക്കാരുടെ ആത്മഹത്യയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പോയി വായിക്കുമ്പോൾ തിരിച്ചറിയപ്പെടാതെ പോകുന്നൊരു പ്രശ്നമുണ്ട്. ഈ മെൻസ് മെന്റൽ ഹെൽത്ത് എന്നുള്ള സാധനം ഈ അടുത്ത കാലത്ത് ചർച്ച ചെയ്യപ്പെട്ട് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിലേക്കൊക്കെ ഈ മുമ്പേ നടന്നു പോയിട്ട് ഇങ്ങനൊരു കാര്യം ചിന്തിക്കാനുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൂടി ഒരു സൂചികയാണ് നിർമ്മലയുടെ കരയിലെ മീനുകൾ എന്ന നോവൽ.
എനിക്ക് അത് വായിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും ഞാൻ തന്നെ മാത്യു എനിക്കുമായിട്ട് പലയിടത്ത് മനസ്സിലാക്കാൻ സാധിച്ചു. എനിക്ക് അറിയാവുന്ന കുറെ ആൾക്കാരുമായിട്ട് അത് കണക്ട് ചെയ്യാൻ സാധിച്ചിരുന്നു. വേറൊരു കാര്യം എന്നുള്ളത്, ഞാനൊക്കെ നാട്ടിൽ പോകുമ്പോൾ എല്ലാ വർഷവും കുറച്ച് പുസ്തകം എടുത്തുകൊണ്ടുവരും. ഈ പുസ്തകം കൊണ്ടുവരുന്നത് തന്നെ ഫേസ്ബുക്കിലും മറ്റുള്ള ഓരോ സ്പേസിലും കാണുന്ന സമകാലീന മലയാള സാഹിത്യത്തിലെ ഏറ്റവും നല്ല പുസ്തകം എന്നുള്ള ചില കമന്റുകളായിട്ട് കൊണ്ടുവരുന്നതാണ്. അങ്ങനെ കൊണ്ടുവരുന്ന പല പുസ്തകങ്ങളും നമ്മൾ നിരാശപ്പെടുത്താറുണ്ട്. ഈ വർഷം തന്നെ കൊണ്ടുവന്ന കേരളത്തിൽ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള സാഹിത്യകാരന്മാരൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് പ്രപ്പോസ് ചെയ്ത പുസ്തകങ്ങൾ 2-3 ചാപ്റ്റർ പത്രയ്ക്ക് വായിച്ചു പോകാൻ പറ്റുന്ന അവസ്ഥയിൽ ഇട്ടിട്ട് പോകുന്ന സിറ്റുവേഷൻ ഉണ്ട്. നോർത്ത് അമേരിക്കയിൽ നിന്ന് വരുന്ന നിർമ്മലയുടെ നോവൽ പോലത്തെ വളരെ മനോഹരമായിട്ടുള്ള മലയാള സാഹിത്യത്തിന്റെ പല സാഹിത്യകൃതികളെക്കാൾ മുമ്പേ നടന്നു പോകുന്ന ഈ നോവലൊക്കെ അത് അർഹിക്കുന്ന ശ്രദ്ധയും അവാർഡും ചർച്ചയും മലയാള സാഹിത്യത്തിൽ കിട്ടുന്നില്ല എന്നുള്ള ഒരു വിഷമവും പരിഭവം കൂടി പങ്കുവച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. താങ്ക് യു. താങ്ക് യു ബൈജു, താങ്ക് യു സോ മച്ച് ഫോർ ടോക്കിംഗ്. ഇപ്പൊ എല്ലാവരും കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് നിർമ്മലേച്ചയിലേക്ക് മൈക്ക് കൈമാറാം. ഓക്കെ, നിർമ്മലേച്ചി പ്ലീസ് കം ഫോർവേഡ്. നമസ്കാരം എല്ലാവർക്കും. നേരത്തെ പറഞ്ഞ പോലെ ഞാനിപ്പോ അല്പം ഓവർവെൽംഡ് ആണ്. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. എനിക്ക് തോന്നുന്നു ജോജിമ്മ തുടങ്ങി വെച്ച ആ പാരമ്പര്യം രാജ നന്നായി കൈകാര്യം ചെയ്ത് എല്ലാവരെ കൊണ്ടും അഭിപ്രായം പറയിപ്പിച്ചു വന്ന. എന്തായാലും എല്ലാവർക്കും ഒരുപാട് നന്ദി. ഒന്ന്, പുസ്തകം വായിച്ചതിന്, പിന്നെ വിലപ്പെട്ട ഒരു ഞായറാഴ്ച വൈകുന്നേരം ഇതിവിടെ വന്നിരുന്നതിന്, ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഇപ്പൊ തന്നെ ഓൾറെഡി 9 മണിയായി, നമ്മുടെ സമയം കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ വളരെ വേഗത്തിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാം. ഒന്ന്, ഈ നോവലിലെ ഈ മദ്യത്തിന്റെ ചാപ്റ്ററിനെ കുറിച്ചുള്ള ഒരു ചോദ്യം വന്നിരുന്നു. എനിക്കൊന്നു അരുൺ ചോദിച്ചു, അതേപോലെ പലരും ചോദിച്ചിരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അതിന്റെ ഉത്തരം ആദ്യം പറയാം. പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ട് അത് പോകും. ഇതില് ഈ 6 തരം മദ്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ആദ്യത്തെ അധ്യായത്തിൽ വീഞ്ഞ് കഴിഞ്ഞിട്ടുള്ള അധ്യായത്തിൽ, ആദ്യത്തെ അധ്യായത്തിൽ അയാളുടെ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ അയാൾ വീഞ്ഞ് വലത്ത് കൈയിൽ പിടിച്ചിരുന്ന ഈ വീഞ്ഞ് ഇടത്ത് കൈയിലേക്ക് മാറ്റി പിടിച്ചിട്ട് ഈ കേക്കിൽ ഊതാൻ വേണ്ടിയിട്ട്, അയാൾക്ക് അങ്ങനത്തെ ശീലമില്ല, ഒരിക്കലും കേക്കൊന്നും കിട്ടിയിട്ടില്ലാത്ത ആളാണ്. അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കുമ്പോൾ അവരെല്ലാരും കൂടെ പറയുന്നുണ്ട് ഒരു ആഗ്രഹം, ഒരു എന്തെങ്കിലും നിങ്ങൾ വിഷ് ചെയ്യുമെന്ന് പറയുമ്പോൾ അയാൾ 5-5 55 എന്നുള്ള എന്റെ മെഴുകുതിരി നോക്കിയിട്ട് ജീവിതത്തിലെ 5 ആഗ്രഹങ്ങളും സാധിച്ചു തരണേ ഒടയതമ്പുരാനെ എന്ന് പറയുന്നത്. എന്താണെന്ന് ചോദിക്കേണ്ടതെന്ന് ആ പാവം മനുഷ്യൻ അറിഞ്ഞുകൂടായിരുന്നു. അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഒരു ആഗ്രഹം, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അപ്പോ അത് ഈ ഓരോ മദ്യവും അയാളുടെ ജീവിതത്തിലെ ഓരോ ആഗ്രഹങ്ങളുമായിട്ട് കെട്ടുപിണഞ്ഞ് കിടക്കുന്നുണ്ട്. ഇത് തമാശ പറഞ്ഞത് വിശദീകരിക്കേണ്ടി വരുന്ന പോലെ അല്പം വിഷമമുള്ളതാണ്, എന്നാലും ഞാൻ പറഞ്ഞേക്ക്, കാരണം ഇത്രയും ചോദ്യം വന്ന സ്ഥിതിക്ക്. ഇത് പിന്നെ വരുന്നത് 7ാമത്തെ അധ്യായത്തിൽ റമ്മാണ്. റമ്മ് ഒരു കുപ്പി അവരുടെ ഈസ്റ്ററിന്റെ പെസഹവ്യാഴത്തിന്റെ ഇത് കഴിഞ്ഞിട്ട് അവിടെ ഇരുന്ന ഒരു കുപ്പിയുടെ എടുത്ത റം അവസാനം ഇത്തിരി കോളർ റം വായിലേക്ക് ഒഴിച്ചിട്ട് അയാള് സമയം പോയല്ലോ എന്ന് കണ്ട് പെട്ടെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, ഒടയതമ്പുരാനെ റോഡിൽ നിന്ന് വണ്ടികളെല്ലാം മാറ്റി ട്രാഫിക് ഒന്ന് എനിക്ക് വേണ്ടി മാറ്റി തരണമെന്ന്. അന്നാണ് അയാൾക്ക് അപകടം ഉണ്ടാകുന്നത്, കാർ ആക്സിഡന്റ് ഉണ്ടാകും. അതിലയാള് അവസാനം അവർ പോകുന്ന ഉടനെ പിന്നെ പോലീസ് ഹൈവേ അടച്ച് വാഹനങ്ങളെല്ലാം വേറെ വഴിക്ക് വിട്ടിട്ട് റോഡിൽ ഒരൊറ്റ വണ്ടി പോലും ഉണ്ടായിരുന്നില്ല, സൈറൺ മുഴക്കി വേഗത്തിൽ ഓടുന്ന ഞാൻ കിടക്കുന്ന ആംബുലൻസ് അല്ലാതെ എന്ന്. പിന്നെ വരുന്നത് വോഡ്കയാണ്. വോഡ്കയുടെ അന്ന് എഴുന്നേക്കാൻ വൈകി പോകുന്നതിന് കൊണ്ട് തിരക്ക് പിടിച്ച് അയാള് ജോലിയിലേക്കും മദ്യം കൊണ്ടുപോകുന്ന ഒരവസ്ഥ വരെ എത്തി. കാരണം ഇത് ആൽക്കഹോളിസം ഗ്രാജുവൽ ആയിട്ടാണ് അയാളുടെ കൂടുതൽ ഒരു ദിവസം മുഴുവൻ എത്തിക്കാൻ വയ്യാതെ ആകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിയുമ്പോഴാണ് അയാൾ ജോലിയിലേക്ക് മദ്യം കൊണ്ടുപോകുന്നത്. അപ്പോ ഒഴിച്ചിട്ട് പിന്നെ അത് എങ്ങനെയെങ്കിലും ആ ജോലിയിലുള്ള ഫ്രസ്ട്രേഷൻ കൊണ്ട് അവസാനത്തെ ഇത് ആ കുപ്പിയിൽ മുറുക്ക പിടിച്ച അയാൾ പ്രാർത്ഥിക്കുന്നുണ്ട്, എന്റെ പൊന്നൊടയതമ്പുരാൻ ഈ ജോലി ഒന്ന് തീർത്തു തരണേന്ന്. അന്നാണ് അയാൾ പിടിക്കപ്പെടുന്നത്, അയാളുടെ ജോലി നഷ്ടപ്പെടുന്നത്. പിന്നെ മറ്റൊന്ന് അയാള് ജിൻ ലണ്ടൻ ഡ്രൈവ്
കുടിച്ചുകൊണ്ട് ആഗ്രഹിക്കുന്ന അയാളുടെ ലൈസൻസ് പോയി, കാറ് പോലീസ് ഇത് കൊണ്ടുപോയി, ഇനിയിപ്പോ ജോലിയില്ല, വീട്ടിലിരിക്കുകയാണ്, ഭാര്യയോട് ജോലി പോയ കാര്യം പറഞ്ഞിട്ടില്ല. അപ്പോഴാണ് അയാള് ആഗ്രഹിക്കുന്നത് എന്റെ വീട്ടിൽ നിന്ന് എന്റെ ബന്ധുക്കളിൽ കുറച്ച് നാളത്തൊന്ന് മാറ്റി പാർപ്പിക്കണേ, എന്നെ ഒരു സങ്കേത നഗരത്തിലേക്ക്, അത് ബൈബിളിൽ നിന്നുള്ള ഒരു വാചകമാണ്, എന്നെ ഒന്ന് മാറ്റി പാർപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് വീട്ടിൽ ചെല്ലുമ്പോൾ തങ്കമണി പറയുന്നത് നാട്ടിൽ നിന്ന് വിളി വന്നു, പോകാനൊരവസരം, അയാളുടെ വീട്ടിൽ നിന്ന് മാറിപ്പാർക്കാൻ ഒരു അവസരം കിട്ടുന്നുണ്ട്. പള്ളിയിൽ അയാളുടെ സുഹൃത്തുക്കൾ അയാളെ കൂട്ടാതെ ചീട്ട് കളിച്ചു, അയാളെ അപമാനിക്കുന്നുണ്ട്. അതിൽ അങ്ങേറ്റം സങ്കടപ്പെട്ട് അപമാനപ്പെട്ട് അയാള് അവിടെ നിൽക്കുമ്പോഴാണ്, എന്നിട്ട് തന്നെ അവിടുന്നൊരു വിസ്കി അവിടെ അടിച്ചു മാറ്റുന്നുണ്ട് പുള്ളി, അയാൾ തെറിയൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും. അതുകൊണ്ട് അവിടെ അയാൾ അങ്ങനെ നിരാശപ്പെട്ട് നിൽക്കുമ്പോൾ അയാൾക്ക് പ്രതീക്ഷയുണ്ട്, ഒരുപാട് പണം നേടി തിരിച്ചു വരാം, പള്ളിക്ക് മുത്തുക്കൊടയൊക്കെ മേടിച്ചു കൊടുക്കാം, അപ്പൊ എനിക്ക് കമ്മിറ്റി കയറാൻ പറ്റും എന്നൊക്കെ. അവിടെ നിന്ന് ആ ഗ്ലാസ് മൊത്തി ചെറിയ വിറയലോടെ ഞാൻ പ്രാർത്ഥിച്ചു, എന്റെ ഒടയതമ്പുരാനെ വിലകെട്ട ശരീരമായി ഇവിടെ നിർത്താതെ ബഹുമാനത്തോടെ എന്നെ പള്ളിയിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന്. അയാൾ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്, അയാൾ പറയുന്നുണ്ട് ബോഡി തീർച്ചയായും അവിടെ വരും. പിന്നെ ഏറ്റവും അവസാനത്തേത് ബിയറാണ്. ബിയർ ഉടുപ്പി അവസാനത്തെ കഴിച്ച് നെരിച്ച് ഞാൻ പ്രാർത്ഥിച്ചു, ഒടയമ്പുരാനെ തങ്കമണിക്ക് എങ്ങനെയെങ്കിലും കുറച്ച് പൈസ എത്തിക്കാൻ എന്നെ കൊണ്ട് സാധ്യമാകണേ എന്ന്. അവിടെ ആ പുരയുടെ ഒന്നും വിറ്റിട്ടില്ലെങ്കിലും പുരയിടത്തിന് പവർ ഓഫ് അറ്റേണി സൈൻ ചെയ്ത് കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ തന്നെ ഇൻഷുറൻസ് ഉണ്ട്, തങ്കമണിക്ക് എക്സ്ട്രാ പൈസ കൊടുക്കാൻ അയാളെ കൊണ്ട് സാധിക്കും. ആ ഒരു ഐറണി, എന്താണ് മനുഷ്യന്റെ നിസ്സഹായതമായ അവസ്ഥ, മനുഷ്യന്റെ ആഗ്രഹങ്ങൾ, വിധി എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു പ്രസാദ് ഭംഗിയായി നെയിൽ ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു. അതിലെ ആ ഒരു പരിഹാസം, ആ വിധി, ദൈവം, ആഗ്രഹം എന്നൊക്കെ പറഞ്ഞ് മനുഷ്യൻ അതിതീവ്രമായിട്ട് ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന ദൈവം എന്ന് പറയുന്നതോ വിധി എന്ന് പറയുന്നത് എന്താണ്, എത്ര ക്രൂരമായിട്ടാണ് അതിനെ തിരിച്ചടി തരുന്നത് എന്നുള്ള ഒരു ഇതിനു വേണ്ടിയാണ് ആ മദ്യങ്ങളെ കൊണ്ടുവന്നതും ഓരോ മദ്യവും ഇയാളുടെ ഓരോ ആഗ്രഹങ്ങളായിട്ട് കെട്ടിണഞ്ഞ് നടക്കുന്നതും. ആഗ്രഹങ്ങളിൽ മാത്രമാണ് അയാൾ ഒടയതമ്പുരാൻ എന്ന് വിളിക്കുന്നത്, അല്ലാത്ത ഒരു സ്ഥലത്തും അങ്ങനെ ഒരു പ്രയോഗമില്ല. പിന്നെ ഒരു റിസർച്ച് ചെയ്തു, ഡിസ്ലെക്സി ഇതെല്ലാം റിസർച്ച് ചെയ്യുന്നത് അത് ചെയ്താണ്. ഒരുപാട് സമയം ഞാൻ ഇതിന് ചെലവഴിച്ചു. ഞാൻ 5 വർഷത്തോളം എടുത്തു ഇത് നോവല് പൂർത്തിയാക്കാൻ. പക്ഷെ മുഴുവൻ സമയം നോവൽ എഴുത്തല്ല, ജോലി ഉണ്ടായിരുന്നു, മറ്റ് പല പരിപാടികളുടെ പിന്നാലെ പോകും, സൗഹൃദം, യാത്ര, കുട്ടികൾ ഒക്കെ എല്ലാം കഴിഞ്ഞിട്ടുള്ള എഴുത്തുള്ളൂ. എന്നാലും ഇത് എപ്പോഴും ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു റിസർച്ചും ഒരു ഇതൊക്കെ എനിക്ക് ഒരു ഒബ്സഷൻ ആണെന്ന്. എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്, അതെനിക്ക് എനർജി തരും. എനിക്ക് അത് പോയി അറിയാത്ത കാര്യങ്ങൾ കണ്ടുപിടിച്ച് അതിനെക്കുറിച്ച് അറിയാനുള്ള ഒരു ആഗ്രഹവും അത് എഴുതുമ്പോൾ പിന്നെ റൈറ്റിംഗ് ക്ലാസ്സിൽ നിന്ന് ഞാൻ പഠിച്ചതാണത്. നിങ്ങളെ എഴുതുമ്പോൾ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു മേഖലയിലുള്ള ഒരു കഥാപാത്രം സൃഷ്ടിക്കും. കാരണം ഒരു നോവൽ എഴുതി അത് പ്രസിദ്ധീകരിക്കാൻ പാടുപെട്ട് നടക്കുന്ന ഒരാളെ കുറിച്ച് ഒരു റൈറ്റർക്ക് എഴുതാൻ എളുപ്പമാണ്, നമ്മൾ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ലോകമാണ്. എന്നാൽ അതല്ലാതെ നിങ്ങൾ ഒരു മിൽ റൈറ്റിനെയോ അല്ലെങ്കിൽ ഒരു പ്ലംബറെയോ കുറിച്ച് എഴുതി നോക്കും, അപ്പൊ നിങ്ങൾക്ക് അവരെ കുറിച്ച് ഒന്നും അറിയില്ല. അപ്പോൾ അവരെ കുറിച്ച് എഴുതുമ്പോൾ അതിന്റെ ഒരു സൗന്ദര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാവുന്ന വിഷയത്തെക്കുറിച്ച് എഴുതും, നമ്മൾ പലതും അതെല്ലാവർക്കും അറിയാവുന്നതല്ലേ എന്നുള്ളതിൽ ഉപേക്ഷിച്ച് കളയും. പക്ഷെ നമ്മൾ പുറത്തു നിന്ന് കാണുമ്പോൾ വായനക്കാരന് കൗതുകമുള്ള, വായനക്കാരന്റെ കണ്ണിലൂടെ കുറച്ചൊക്കെ മറ്റൊരു പ്രൊഫഷനെ അറിയാൻ പറ്റും എന്ന് വെച്ചാൽ എനിക്കത് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം എനിക്ക് IT കഥകൾ എഴുതാൻ ആഗ്രഹമുണ്ട്. ഞാൻ IT ഫീൽഡ് ജോലിയായിട്ട് ഇപ്പോൾ ഒരു 30 വർഷമെങ്കിലും ആയിട്ടുണ്ട്. പക്ഷെ ആദ്യകാല പുതിയ IT പ്രഭാവത്തിന് മുമ്പ് 80കളുടെ അവസാനം ഞാൻ IT ഫീൽഡ് ജോലി തുടങ്ങിയാണ്. എനിക്ക് IT ഒന്നും എഴുതാൻ തോന്നാറില്ല, എഴുതി കഴിഞ്ഞാൽ അതെല്ലാവർക്കും അറിയാവുന്നതല്ലേ എന്ന് വിചാരിക്കും. പക്ഷെ മറ്റുള്ളവർ എഴുതിയ കാര്യങ്ങൾ ആരെങ്കിലും കമന്റ് ചെയ്യുമ്പോൾ അതൊക്കെ കൗതുകകരമാണോ, മറ്റുള്ളവർക്ക് അറിയാൻ താല്പര്യമുണ്ടോ എന്ന്. അപ്പൊ അതുകൊണ്ട് വ്യത്യസ്തമായ വേറെ ഫീൽഡിലേക്ക് പോകാൻ ഞാൻ ശ്രമിക്കും. അതൊരു നല്ലൊരു ഉപദേശമായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ വേറൊന്ന്, എഴുതുമ്പോൾ തെറ്റുകൾ വരാതിരിക്കാൻ കഴിയുന്നത്ര ഞാൻ ശ്രമിക്കും. എന്താണെന്ന് വെച്ചാൽ ഈ മഞ്ഞുവരുകൾ എഴുതിയപ്പോൾ എൻ്റെ ഏറ്റവും വലിയ പേടിയതായിരുന്നു. കാരണം എനിക്ക് ഒരു അറിവുമില്ലാത്തതാണ് മെഡിക്കൽ ഫീൽഡ്. അപ്പൊ അതിനകത്ത് തെറ്റുകൾ 100% ഉറപ്പിലാണ് ഞാൻ അത് എഴുതാൻ തുടങ്ങിയത്. എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ MV പിള്ള സാറിനോട് പറഞ്ഞു കഴിഞ്ഞാൽ, സാർ എനിക്ക് ഇങ്ങനെ ഒരു പേടിയുണ്ട്, കോൺഫ്ലിക്ട്സ് ഒക്കെ ഉണ്ടാക്കാം, ചില മരുന്നുകൾ ഒന്നിച്ചു കൊടുക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ സാർ പറഞ്ഞാൽ കുഴപ്പമില്ല,
തെറ്റ് വന്നാൽ കുഴപ്പമില്ല. നിങ്ങളുടെ ജോലിയിൽ നിന്ന് നിങ്ങൾ ഒരു എഴുത്തുകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വൈകാരിക തലവും അതാണ്. സയന്റിഫിക് എറേഴ്സ് ഈസ് ഓക്കെ, അതോർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. പിന്നെ എനിക്ക് എനർജി തരുന്നതാണ് ഇങ്ങനെ ഇതിൽ ഇങ്ങനെ പോയി എഴുതുന്നത്. അതാണ് എനിക്ക് അത് ജയന്ത് കാമിച്ചേരിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരവും കൂടി അതാണ്. എന്റെ മ്യൂസ് എനിക്ക് തോന്നുന്നു സമയമില്ലാതെ ഒരുപാട് സ്ട്രെസ്സും സമയ തീരെ കുറവുമാണ് എന്ന് തോന്നുന്നു. അങ്ങനെയുള്ള സമയത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ എഴുതുക, കൂടുതൽ ശക്തമായി വാരികൾ വരുന്നത്. കാരണം എനിക്കിപ്പോ ഇപ്പോഴത്തെ ഫോൺ ഒക്കെ വളരെ സന്തോഷമുള്ള കാര്യം. പണ്ടൊക്കെ അങ്ങനെ ഒരു അവസരമില്ലായിരുന്നു. നമുക്ക് പേപ്പറും പേനയും വേണമായിരുന്നു, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ മുമ്പിലാകണമായിരുന്നു എഴുതണമെങ്കിൽ. ഇപ്പൊ അത് ആവശ്യമില്ല, നമുക്ക് എവിടെ നിന്നും വരുന്ന വരി അപ്പൊ എഴുതാൻ പറ്റും. ഈവൻ ഇപ്പൊ പണ്ടൊക്കെയാണ് എഴുതിയിട്ട് കോപ്പി ചെയ്ത് വിടണമായിരുന്നു, ഇപ്പൊ അതില്ല. എനിക്ക് തന്നെ ഇമെയിൽ അയക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. ഇപ്പോ നമുക്ക് തന്നെ ടെക്സ്റ്റ് സേവ് ചെയ്യാം, അത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വീട്ടിൽ റീടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ പല ഗുണങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഈ കരയിലെ മീനുകൾ എനിക്ക് തോന്നുന്നു നല്ലൊരു ഭാഗമല്ല, കുറച്ചധിക ഭാഗം കാനഡയ്ക്ക് പുറത്തിരുന്ന്, വീടിന് പുറത്തിരുന്ന് എഴുതിയിട്ടുണ്ട്, ധാരാളം എഴുതിയിട്ടുണ്ട്. എയർപോർട്ട്, റോഡ്, എവിടെയാണോ നമ്മൾ എത്തിച്ചേരുന്നത് അവിടെ നിന്ന് എഴുതാനുള്ള ഒരു സൗകര്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ അശ്വതിയുടെ ഒബ്സർവേഷൻ, അശ്വതി ഇതിലേക്ക് വായനയിലേക്ക് തിരിച്ചുകൊണ്ടതിൽ വളരെ സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ ആദ്യത്തെ ബുക്ക് ഡിസപ്പോയിന്റ് ചെയ്തില്ല, ഇനി കൂടുതൽ വായിക്കുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഓവർവെൽമിംഗ് ആയിട്ടുള്ള കാര്യം എഴുതിയില്ല എന്ന് പറഞ്ഞാൽ അത് മനഃപൂർവ്വം ചെയ്തതാണ്. ഇത് വായിച്ച ആദ്യകാലം വായിച്ച ഒരാൾ എന്നോട് പറഞ്ഞിരുന്നു, ആദ്യത്തെ ആ മദ്യപാനാനുഭവം എഴുതണ്ടായിരുന്നു. എനിക്ക് 100% ഉറപ്പായിരുന്നു എഴുതില്ല എന്ന്. കാരണം അത് ക്ലീഷയാണ്, എല്ലാ മദ്യപാനികളുടെ നോവലിലും നമ്മൾ വായിക്കുന്നതാണ്. അതേപോലെ തന്നെ അവര് ആൽക്കഹോളിക്സ് സാധാരണ ചെയ്യുന്നതിന് വേണ്ടി കുടിക്കില്ല എന്ന് പ്രോമിസ് ചെയ്യും, പിന്നെ എന്തെങ്കിലും ഒരു കാരണം വന്നൊരു കുടിക്കും, വീണ്ടും അതിലേക്ക് പോകും. അതൊക്കെ പല പ്രാവശ്യം വായിച്ച് നമ്മൾ ആ ലോകം, ആ അനുഭവം നമുക്ക് പല പ്രാവശ്യം വായിച്ചതായതുകൊണ്ട് ഞാൻ എഴുതിയില്ല. അത് അശ്വതി നോട്ട് ചെയ്തതിൽ വളരെ സന്തോഷം. അശ്വതി മാത്രമല്ല, ഈ വായിച്ചവരെല്ലാവരും സൂക്ഷ്മമായി വായിച്ച സൂക്ഷ്മ വായന എനിക്ക് എന്നെ അത്ഭുതപ്പെടുത്തുന്ന, എനിക്ക് വളരെ സന്തോഷമുണ്ട്. അത് പ്രസാദ് ആദ്യം പറഞ്ഞു, അരികുവൽക്കപ്പെരിക്കട്ടവർ എന്ന് നമ്മളെ പറയുന്നു, കാനഡയിലും അല്ലെങ്കിൽ പ്രവാസി എഴുത്തുകാരെയും വായനക്കാരെയും. അത് അല്ല, നല്ല ഇന്റലിജന്റ് ആൻഡ് ഒബ്സർവന്റ് ആയിട്ടുള്ള എഴുത്തുകാരും വായനക്കാരുമാണെന്നുള്ളതിന് തെളിവാണ്. ഇത്രയും സൂക്ഷ്മമായി വായിക്കുകയും അല്ല ചെറിയ കാര്യങ്ങൾ പോലും നോട്ട് ചെയ്യുകയും നിങ്ങൾ പറയുകയും ചെയ്തത്. ജീന മദ്യം ഫാസിനേറ്റിംഗ് ആണെന്നാണ് പറഞ്ഞത്. അതിനകത്ത് ഒരുപാട് ഫാസിനേറ്റിംഗ് ഫാക്ട്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഓരോ മദ്യത്തെ കുറിച്ച് പറയുമ്പോഴും അതിന്റെ എല്ലാം അവസാനം ജീവിതവുമായിട്ട് അതിനെ, പ്രത്യേകിച്ചും മാറ്റിന്റെ ജീവിതവുമായിട്ട് അതിനെ ഒരു ഉപമകളിലൂടെ ആണെങ്കിലും യോജിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ വർഗീസ് പ്ലാമൂട്ട് സമയം പോലെ പുസ്തകം വായിച്ചതിനും ഇവിടെ ഞങ്ങളുടെ ഇതിൽ പങ്കെടുത്തതിനും വളരെ സന്തോഷം. സമയം പോലെ എനിക്ക് അയച്ചു തരൂ, ഞാൻ വായിക്കാം. ഹസീന ചോദിച്ചത് മദ്യങ്ങൾ എന്തുകൊണ്ടാണ് ഈ മദ്യങ്ങൾ എന്നായിരുന്നു. അതിന് ഞാൻ മറുപടി പറഞ്ഞു എന്ന് കരുതുന്നു. റജി കുടുംബത്തെ ഒരു പുസ്തകം എഴുതി കഴിഞ്ഞാൽ, ഒരു കൃതി എഴുതി കഴിഞ്ഞാൽ അത് വായനക്കാരന് കൊടുത്തു കഴിഞ്ഞാൽ വായനക്കാരുടെ സ്വന്തമാണെന്ന്, വായനക്കാരുടേതാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഈ അഭിനന്ദനത്തോടൊപ്പം വിമർശനവും ആവശ്യമാണ്, എങ്ങനെ നമ്മൾ വളരുകയുള്ളൂ. അല്ല നമ്മളെല്ലാം നല്ലതാണെന്ന് നമ്മൾ ഒരിക്കലും വളരുകയില്ല. അത് സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. പിന്നെ സമയമെടുത്ത ഒരു പവർ പോയിന്റ് ഒക്കെ ചെയ്തതിൽ അങ്ങേയറ്റ സന്തോഷം. വളരെ സീരിയസ് ആയിട്ട് വായന എടുക്കുന്നതാണ്. പിന്നെ അതിലെ ആൽക്കഹോളിനെ ഗ്ലോറിഫൈ ചെയ്തിട്ടുണ്ടോന്ന് എനിക്ക് തോന്നുന്നില്ല, അത് ഞാൻ ഉദ്ദേശിച്ചില്ല. അല്ലെങ്കിൽ പിന്നെ ഒന്നെന്ന് പറഞ്ഞ ഒരു ആൽക്കഹോളിക് ആണ്, അയാൾ ഒരിക്കലും ആൽക്കഹോളിനെ മോശമാക്കി കാണിക്കുന്ന ഒരു വ്യൂ അതിൽ വരാൻ പറ്റില്ല എന്നത് എനിക്ക് റജിയോട് മറുപടി പറയാനുള്ളൂ. പിന്നെ അഡിക്ഷൻ തീർച്ചയായിട്ടും ഒരു രോഗമാണ്. അതാണ് എനിക്ക് തോന്നുന്നു ഇതിന്റെ ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞിരുന്നു, ആ ഒരു തിരിച്ചറിവിൽ നിന്നാണ് ഈ നോവൽ ഉണ്ടായത്. ഒരാളോട് എനിക്ക് സഹതാപം തോന്നിയെങ്കിലും ഡോക്ടർ എബ്രാം മറീസിന്റെ ടെന്നീസ് പാർട്ട്ണർ എന്ന
നോവൽ എന്ന പുസ്തകം, നോവലല്ല, അതൊരു ഓട്ടോബയോഗ്രഫി, ഒരു നോൺ ഫിക്ഷൻ ആണ്. അത് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് അഡിക്ഷനെ കുറിച്ചും ഡീപ്പായിട്ടൊരു ഡീപ്പ് നോളജ് എനിക്കുണ്ടെന്ന് ഞാൻ അവകാശപ്പെടുകയല്ല, എന്റെ അറിവിനേക്കാൾ കുറച്ചൊരു അറിവുണ്ടായത് അപ്പോഴാണ്. അതിനകത്ത് പറയാൻ ഒന്നുണ്ട്, വിതിൻ യുവർ സീക്രട്സ് ലൈസ് യുവർ സിക്നസ്. നിങ്ങൾ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന പല രഹസ്യങ്ങളിൽ നിന്നാണ് ഈ അഡിക്ഷൻ എന്ന രോഗം ഉണ്ടാകുന്നത്. അഡിക്ഷൻ ഒരു രോഗമാണ്, അത് ഉണ്ടാകുന്നത് അതിൽ നിന്നാണ്. അപ്പോ ഡോക്ടർ എബ്രഹാം മൊറീസ്, ഈ ടെന്നീസ് ഓടിക്കൊണ്ട് മരിച്ചുപോയ ഒരു ഇവിടെ ജോലി ചെയ്തിരുന്ന ഒരാളാണ്. അപ്പോ അതിനെക്കുറിച്ച് പറയുന്ന അയാൾ, ഐ ക്യാൻ ഓൺലി ഇമാജിൻ ദാറ്റ് ഹിസ് ഡിസീസ് ബിഗാൻ ഇൻ ചൈൽഡ്ഹുഡ് ആൻഡ് ദാറ്റ് ഇറ്റ് വാസ് എ ഡിസീസ് ഓഫ് ദ സോൾ. ഒരു ആത്മാവിന്റെ രോഗമായിരുന്നു അത്, ചെറുപ്പത്തിലെ തുടങ്ങിയതായിരിക്കുമെന്ന്. അപ്പൊ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, എ ചൈൽഡ് വിൽ ഓൾവേസ് ഫീൽ ഇൻസഫിഷ്യന്റ് ആൻഡ് പവർലെസ് ഇൻ എ വേൾഡ് ഓഫ് അഡൾട്ട്സ്. അതാണ് ഞാൻ ആ പുസ്തകത്തിന്റെ ആദ്യം കോട്ട് ചെയ്തിരിക്കുന്ന ഒന്ന്. അത് എത്ര ശക്തമായ, എത്ര വലിയൊരു സത്യമാണെന്ന് ഞാൻ ഓർത്തു. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു അവർക്ക് പവർലെസ് ആണ്. നമ്മൾ വിചാരിക്കും നമ്മൾ കുട്ടികളെ രാജകുമാരിമാരെ പോലെയൊക്കെ വളർത്തുന്നെന്ന് പറയും. പക്ഷെ എത്ര അസത്യം, അത്ര വലിയ അസത്യമാണത്. നമ്മൾ അടിച്ചേൽപ്പിക്കുന്ന ഭാഷ, വാക്കുകൾ, നമ്മളുടെ ആശയങ്ങൾ, നമ്മളുടെ ആഗ്രഹങ്ങൾ എല്ലാമാണ് കുട്ടി. അതുകൊണ്ട് ചുറ്റപ്പെട്ടവനാണ് ഓരോ കുട്ടിയും. ആ ഇതിൽ നിന്നുമാണ് ഇത് വന്നത് തന്നെ. അതുകൊണ്ട് 100% ആൽക്കഹോളിസം ഒരു രോഗമാണ്. അതുകൊണ്ട് തന്നെ ഇത് എഴുതിയതിന്റെ ഒരു കാരണം അത് തന്നെയായിരുന്നു. കാരണം ഇപ്പോ കേരളത്തിൽ ആൽക്കഹോളിസം അങ്ങേയറ്റം ഉണ്ടെന്ന് പറഞ്ഞാൽ കേരളത്തിലെ പ്രധാനപ്പെട്ട 2 രോഗങ്ങളാണ് ഡയബറ്റിക്സും അതേപോലെ ഹൈ കൊളസ്ട്രോളും. ഇവർക്ക് കൊടുക്കുന്ന സഹതാപമോ അവർക്ക് കൊടുക്കുന്ന ഒരു കരുതലോ നമ്മൾ ഒരിക്കലും ആൽക്കഹോളിക്സിന് കൊടുക്കുകയല്ല. ആൽക്കഹോളിക്സ് അവർക്ക് വേണ്ടിയിട്ട് അവർ മനഃപൂർവ്വം അത് ചെയ്യുന്നതാണ്, അവരുടെ അഹങ്കാരം കൊണ്ടാണെന്ന് ഒരു ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് ഉണ്ട്. അത് മാറണം, അതിനെ ഒരു മറുവശം കാണിക്കണം എന്ന ഒരാഗ്രഹം കൂടി ഉണ്ടായിരുന്നു. പിന്നെ അഖിലം അതേപോലെ വേറെ ആരോ പലരും ചോദിച്ചിരുന്നു, ഈ മെയിൽ പോയിന്റ് ഓഫ് വ്യൂ എങ്ങനെയാണ് എഴുതുന്നത്. അതെനിക്കൊന്നു, എഴുതുന്നയാൾ എല്ലാവരുടെയും മറ്റുള്ളവരുടെ പോയിന്റ് ഓഫ് വ്യൂ കാണാൻ കഴിയുന്ന ആളായിരിക്കണം. ഞാൻ എന്നെ കുറിച്ച് മാത്രം എഴുതി കഴിഞ്ഞാൽ എന്റെ മാത്രം പോയിന്റ് ഓഫ് വ്യൂ ആണെങ്കിൽ അതൊരു ഒരു ഫാൻസി ഡ്രസ്സ്, എഴുത്തുകാരിയുടെ ഫാൻസി ഡ്രസ്സ് എന്ന് പറയുന്ന പോലെ ആയിരിക്കും. അതിൽ കാര്യമില്ല. നമുക്ക് ഇപ്പൊ ഒരു IT ഫീമെയിൽ പ്രൊഫഷണലിനെ കുറിച്ച് എഴുതുക എന്ന് പറയുന്നത് എനിക്ക് ഒരുപക്ഷെ എളുപ്പമായിരിക്കും, ഒരു ഇമിഗ്രന്റിനെ കുറിച്ച്. പക്ഷെ ഇമിഗ്രന്റ് ആയിക്കൊണ്ട് തന്നെ അതല്ലാത്തവരുടെ, ഞാനല്ലാത്ത, എന്നിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഇടത്തിൽ നിൽക്കുന്ന ഒരാളുടെ എഴുതുക എന്ന് പറയുന്നത് അതിലൊരു ചലഞ്ച് ഉണ്ട്. ഞാൻ നേരത്തെ പറയല്ല, ഇത്തരം ചലഞ്ചുകൾ എനിക്ക് ഇഷ്ടമാണ്. അതാണ് എന്റെ മ്യൂസ്, അതാണ് എന്നെ ഉത്തേജിപ്പിക്കുന്നതാണ്. അത് എന്തായിരിക്കും അവരാലോചിക്കുന്നത്, എങ്ങനെയായിരിക്കും അവരാലോചിക്കുന്നത്. അത് തെറ്റുകൾ വരാം, ഇതൊക്കെ ആലോചിച്ചാലും എന്റെ ഉള്ളിൽ തന്നെയാണ് ഇത് വരുന്നത്. പിന്നെ ഞാൻ ആരെയും ഒരാളോട് പോലും ഇതിൽ ഇന്റർവ്യൂ ചെയ്യുകയോ ചോദിക്കുകയോ ചെയ്തില്ല. മഞ്ഞിലൊരുവളിൽ ഒരുപാട് പുറത്ത് അന്വേഷിച്ചിരുന്നു, പുറത്ത് ആളുകളുമായി പലരോടും ചോദിക്കുക, അതുപോലെ തന്നെ കോൺഫറൻസുകൾക്ക് പോവുകയും സെമിനാറുകൾക്ക് പോവുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ ഇതിനങ്ങനെ ഒന്നും ചെയ്തില്ല. ഒരു മീറ്റിങ്ങിന് പോകണമെന്ന് എനിക്കുണ്ടായിരുന്നു, പക്ഷേ പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് എല്ലാം ഇമാജിനേഷനാണ്. പക്ഷെ ഒരുപാട് വായിച്ചു, ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചു, ഒരുപാട് ഓൺലൈൻ ഇൻഫർമേഷൻ വായിച്ചു. ഈ ജോൺസൺ മാഷിന്റെ കുടിയന്റെ കുമ്പസാരം, അത് മലയാളത്തില് വായിച്ചതാണ്. അദ്ദേഹത്തിന് ഈ പുസ്തകത്തിന്റെ ഒരു കോപ്പി എടുക്കണം, അദ്ദേഹത്തിന്റെ നന്ദി പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ അതിനു മുമ്പ് അദ്ദേഹം മരിച്ചുപോയി. എനിക്ക് തോന്നുന്നു മദ്യപാനത്തെ കുറിച്ച് സത്യസന്ധതയോടെ എഴുതിയിട്ടുള്ള ഒരു മലയാളി അദ്ദേഹമാണ് തോന്നുന്നു. പിന്നെ വിധു ഇത്രയും സ്പർശിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇവിടെ വിധുവും ബൈജുവും ഒക്കെ അവിടെ നിന്ന് ഇതിൽ പങ്കെടുത്തതിൽ വളരെ സന്തോഷം. അതെ, ലൂസേഴ്സിന്റെ കഥ എപ്പോഴും വിജയികളുടെ കഥയല്ല നമുക്ക് പറയേണ്ടത്, നമ്മള് പരാജയപ്പെട്ടവരുടെ കഥയും പറയണ്ടേ. റെയ്ഹാനയും ഈ നോവലിലൂടെ തിരിച്ചു വന്നു, വായനയിലേക്ക് തിരിച്ചു വന്നു എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം. ഇനിയും കാണുമെന്ന് വിചാരിക്കുന്നു. ലിനിയുടെ ചോദ്യം എങ്ങനെയാണ് ഈ ബൈബിളും ഇതും കൂടി ഒന്നിച്ചു വന്നതെന്ന്. ഞാൻ ബൈബിൾ ഒരു 3-4 പ്രാവശ്യം കവർ ടു കവർ വായിച്ചിട്ടുണ്ട്. അതിന്റെ കാരണം ഞാൻ പല പ്രാവശ്യം ബൈബിൾ മുഴുവൻ വായിക്കണമെന്ന് വിചാരിച്ചിട്ട്
സത്യം പറഞ്ഞാൽ മഹാബോറാണ്. അത് വായിച്ചു തീർക്കാൻ ഭയങ്കര പാടാണ്. കാരണം ചില ഭാഗങ്ങളൊക്കെ നല്ലതാണ്, പക്ഷെ ആദ്യം തൊട്ട് അവസാനം വരെ വായിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട്. പ്രത്യേകിച്ച് ഉൽപ്പത്തിയൊക്കെ വന്നു കഴിഞ്ഞാൽ, വംശാവലിയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ബോറടിക്കും. അപ്പൊ ഞാൻ ഓർത്ത് എനിക്കത് ഒരു ചലഞ്ചായിട്ട് എടുത്തിട്ട് ഒരു ദിവസം 2 അധ്യായം വീതം വായിക്കും. ആകാശം ഒടിഞ്ഞു കഴിഞ്ഞാലും വായിക്കും എന്ന് വിചാരിച്ച് ഞാൻ വായിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു വർഷത്തിൽ കൂടുതൽ എടുത്ത് അത് പൂർത്തിയായി. എത്ര നീട്ടമുള്ള ചാപ്റ്റർ ആണെങ്കിലും എത്ര ചെറിയ ചാപ്റ്റർ ആണെങ്കിലും വായിച്ചു കഴിഞ്ഞ് ഞാൻ അന്തം വിട്ടുപോയി. കാരണം ഞാൻ ചെറുപ്പത്തിൽ സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ആളാണ്. ആ പഠിക്കാത്ത, നമ്മളോട് പറയാത്ത, നമ്മൾ കേൾക്കാത്ത എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ബൈബിളിലുള്ളത്. അത് വളരെ വളരെ ഇൻട്രസ്റ്റിങ്ങും അത്ഭുതപ്പെടുത്തുന്നതും അമ്പരപ്പിക്കുന്നതും നമ്മൾ ഭയപ്പെടുത്തുന്നതും അതേപോലെ തന്നെ പരിഭ്രമിപ്പിക്കുന്നതും നമുക്ക് ദേഷ്യം പിടിപ്പിക്കുന്നതായിരുന്നു. എത്ര റോങ് ഇൻഫർമേഷൻ ആണ് ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ മതാധികാരികൾ അല്ലെങ്കിൽ അറിവുള്ളവർ ഇങ്ങോട്ട് പകർന്നു തരുന്നത്. അതുകൊണ്ട് ഞാൻ വീണ്ടും വായിച്ചു. പിന്നെ അതൊരു ഹാബിറ്റായി. എല്ലാ ദിവസവും 2 ചാപ്റ്റർ വായിക്കുക എന്നുള്ളത് ഹാബിറ്റായി. ഇതെല്ലാം എന്റെ തലയിൽ കിടന്നിട്ട് ബൈബിള് പരിപൂർണമായിട്ട് അടിസ്ഥാനമാക്കി ബൈബിളിന്റെ ഭാഷയിൽ ആ ഭാഷയിൽ ഒരു നോവൽ എഴുതണമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ച് കിടന്നു. അപ്പോഴാണ് KR മീരയുടെ ഒരു സ്ത്രീയെ കുറിച്ചുള്ള സൂര്യനെ അണിഞ്ഞ സ്ത്രീ വന്നത്. അപ്പൊ അതില് ഭാഷ കൂടുതൽ ആ ബൈബിൾ തന്നെ. അപ്പൊ ഇവർക്ക് പോയിട്ടില്ല, ഇനി അത് എഴുതുന്നില്ല എന്ന് വിചാരിച്ചു. പക്ഷേ ഇതെന്റെ ഉള്ളിൽ കിടപ്പുണ്ടായിരുന്നു. ഈ കഥാപാത്രത്തിന് ശരിക്കും യോജിക്കുമെന്ന് തോന്നി. അങ്ങനെ 2 നോവലിനെ എഴുതുന്നതിന് വരെ എളുപ്പമുണ്ട്. അപ്പൊ എന്റെ മടിയും കൂടി എന്നെ സഹായിച്ചു 2ഉം കൂടി ഇതിലേക്ക് വന്നത്. വളരെ ഭംഗിയായിട്ട് മാത്യു എന്ന കഥാപാത്രത്തിന് ബൈബിൾ കേട്ട് വളരുന്ന ഒരാള്, എന്നാൽ ജീവിതം പരാജയപ്പെടുത്തിയ ഒരാൾക്ക് ബൈബിളിന് നേരെ ചോദിക്കാവുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട് തോന്നി. അങ്ങനെയാണ് അത് എഴുതിയത്. പിന്നെ അപ്പോ പ്രസാദ് പറഞ്ഞൊരു പരിഹാസധാരയുണ്ടെന്ന് ഇതിനകത്ത്. ഇതിന് ഒരു ഹാസ്യമുണ്ടെന്ന്. സത്യം പറഞ്ഞാൽ ഇതിൽ ഹാസ്യം ഒരു തുള്ളി പോലും വരരുതെന്ന് ഞാൻ പ്രത്യേകം വിചാരിച്ചത്. കാരണം മഞ്ഞിലൊരുവൾ എഴുതിയപ്പോൾ അതിൽ ഹാസ്യം വരണമെന്നുണ്ടായിരുന്നു. കാരണം അത് സങ്കടത്തിന്റെ അങ്ങേയറ്റത്തെ നിരാശയിലേക്കും സങ്കടത്തിലേക്കും പോകുമ്പോൾ അങ്ങനെ ഒരു സോപ്പ് സ്റ്റോറി ആകുന്നതിന് പകരം അശ്വിനി എന്ന സ്ത്രീയുടെ ഒരു ദയനീയ കഥയാകാൻ പറ്റില്ല, അവൾക്ക് അങ്ങനെ പറ്റില്ല എന്ന് കരുതി അതിൽ തമാശ കൊണ്ടുവരണം ഉണ്ടായിരുന്നു, അല്ലെ ലൈറ്റ് ആക്കണം എന്നുണ്ടായിരുന്നു. അതേ കാരണം കൊണ്ട് തന്നെ ഈ നോവലില് ഒരു വരി തമാശ പോലും വരരുത്, അറിയാതെ പോലും വന്നു പോകരുതെന്ന് ഞാൻ വിചാരിച്ച ആളാണ്. പക്ഷെ അത് പ്രസാദ് പറഞ്ഞതിൽ ഹാസ്യം ഉണ്ടെന്ന്. പക്ഷെ പറഞ്ഞ ഹാസ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അടിയിൽ അന്തർലീനമായിട്ടുള്ള ബൈബിളിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും വേണമെന്ന് വിചാരിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഓർത്തു, എനിക്ക് ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ എവിടുന്നെങ്കിലുമൊക്കെ റിലീജിയസ് ഫീൽഡിൽ നിന്ന് ആരെങ്കിലുമൊക്കെ എന്നെ ചീത്ത പറയുമായിരിക്കും. ഇതുവരെ ആരും കേട്ടില്ല, ആദ്യമായിട്ടാണ് ആ ഭാഗം ആരെങ്കിലും ഒരാളെ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നത് തന്നെ. ഒരുപക്ഷെ അവരാരും വായിച്ചിട്ടുണ്ടാവില്ല, കാരണം ശ്രദ്ധിക്കപ്പെടാത്ത ഒരു നോവൽ ആയതുകൊണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. പിന്നെ സൂരജ് പറഞ്ഞത് കരയിലെ മീനുകൾ എന്ന പേര്, സൂരജ് അല്ല വേറെ ആരോ ചോദിച്ചായിരുന്നു, ആ പേര് നല്ലതാണെന്ന് പറഞ്ഞാൽ അതിന് ക്രെഡിറ്റ് മാതൃഭൂമിക്ക് കൊടുക്കണം. കാരണം ഞാൻ ഈ തുടങ്ങിയപ്പോൾ ഞാനിതിന് വെള്ളം എന്നായിരുന്നു പേരിട്ട്. കാരണം വെള്ളം സിനിമ വരുന്നതിന് മുമ്പ് 2019 ഞാൻ എഴുതാൻ തുടങ്ങിയതാണ്. അപ്പൊ ഞാനിത് എന്റെ ഈ ലാപ്ടോപ്പിലെ ഫോൾഡറുകളുടെ എല്ലാം പേര് ഇപ്പോഴും വാട്ടർ എന്നാണ്. വാട്ടർ 1, വാട്ടർ ചാപ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കിടക്കുന്നത്. അത് എഴുതാൻ ഞാനിങ്ങനെ ആലോചിച്ച് അതിന്റെ ഔട്ട്ലൈൻ ഒക്കെ വെച്ച് വന്നപ്പോഴത്തേക്ക് വെള്ളം സിനിമ വന്നത്. അതിന്റെ ഇത് കേട്ട് വെള്ളം മദ്യപന്റെ കഥയാണെന്ന് കേട്ട് കഴിഞ്ഞോടെ ഞാൻ ഫ്യൂസായി. നമ്മുടെ ഫ്യൂസ് പോയി. നമ്മള് 0 വോൾട്ട് ബൾബിൽ അങ്ങനെ മങ്ങിക്കത്തിക്കുക. ഇനി ഇത് ആ സിനിമ കഴിഞ്ഞിട്ട് ഇനി ബാക്കി എഴുതുന്നുള്ളൂ എന്ന് വിചാരിച്ചു. സിനിമ കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായില്ല, കുഴപ്പമില്ല, അതും ഇതും രണ്ടും വ്യത്യസ്തമാണെന്ന്. പക്ഷെ വെള്ളം എന്ന പേര് അതോടെ വേണ്ടെന്നാക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ വരൾച്ച എന്നാണ് ഇതിന് പേരിട്ടിരുന്നത്. അത്ര തൃപ്തിയായിരുന്നില്ല. വരൾച്ച എന്ന പേരിലാണ് മാതൃഭൂമിക്ക് അയച്ചത്. അപ്പൊ അവര് പറഞ്ഞില്ല, എന്തായാലും ഈ പേര് മാറ്റിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആലോചിച്ച് നടന്ന് കുറെ പേരുകൾ ഞാൻ ആലോചിച്ച് അതിൽ ഒരു ലിസ്റ്റ് അവർക്ക് കൊടുത്തു. ഇതാലായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അവരും അത് തന്നെയാണ്, കരയിലെ മീനുകൾ തന്നെയാണ് സെലക്ട് ചെയ്തത്. അതുകൊണ്ട് അതിനെ എനിക്ക് മാതൃഭൂമിയോടാണ് നന്ദി പറയാനുള്ളത്. പബ്ലിഷേഴ്സിന് എപ്പോഴും അറിയാം കേട്ടോ, നമ്മൾ വാശി പിടിക്കുന്നതിൽ കാര്യമില്ല. സൂര്യ വളരെ വളരെ ഗംഭീരമായി പറഞ്ഞു. അത് എങ്കിലും വളരെ സൂക്ഷ്മമായ വായന. പിന്നെ ഈ ലൈഫ് പാർട്ട്ണറിനോട് പറയാൻ പറ്റുകയില്ലെന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നു ആ പ്രായത്തിലുള്ള ആ ഏജ് കാറ്റഗറിയിലുള്ള മധ്യവയസ്കനായ കേരളത്തിൽ നിന്ന് വന്ന ഒരു പുരുഷന് തന്റെ കുറവ് ഒരിക്കലും ഏറ്റുപറയാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയല്ലെന്ന് തോന്നുന്നു. അതൊരു മാച്ചോ എനിക്കെല്ലാം അറിയാവുന്നതിനാണ്, എനിക്കൊരു കുറവുണ്ടെന്നോ
പറ്റുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല. പ്രത്യേകിച്ചും അയാളെ മറ്റുള്ളവർ താഴ്ത്തി കെട്ടുകയും അവമാനപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ ഞാൻ മോശമല്ല, ഞാൻ എനിക്കൊരു കുഴപ്പമില്ല എന്ന് പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാനസികാവസ്ഥ കാണാം. അതേപോലെ സൂര്യ പറഞ്ഞതുപോലെ പുരുഷന്മാരുടെ മെന്റൽ ഹെൽത്ത് നമ്മൾ എപ്പോഴും അവഗണിക്കുന്ന ഒരു കാര്യമാണ്. ഇതുപോലെ എല്ലാം തികഞ്ഞവരായിരിക്കണം എന്നുള്ള ധാരണ അതൊക്കെ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അതിനെ ദിവ്യ പോലെയുള്ളവര് അത് സഹായിക്കുമെന്ന് കരുതുന്നു. നമുക്ക് കൂടുതൽ അങ്ങനെയുള്ള പ്രൊഫഷണൽസിലെ ആവശ്യമുണ്ട്. ലേഖ മഞ്ഞളൊരുവിളെ കുറിച്ച് പറഞ്ഞതിൽ വളരെ നന്ദി. എനിക്ക് തോന്നുന്നില്ല ഇവിടെ അത് നമ്മൾ ചർച്ച ചെയ്തിരുന്നു എന്ന്. ഞാൻ ഓർക്കുന്നില്ല, ചെയ്തിട്ടില്ല. എവിടെയൊക്കെയോ ചർച്ച വന്നിരുന്നു, ഇവിടെ വന്നുണ്ടോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. എന്തായാലും അഭിപ്രായങ്ങൾക്ക് വളരെ നന്ദി. സലീമ, താങ്ക് യു. എനിക്ക് തോന്നുന്നു സലീമ ചോദ്യങ്ങൾക്ക് റിസർച്ചിനെ കുറിച്ചാണ് ആരോടെങ്കിലും സംസാരിച്ചിരുന്നോ എന്നാണ് ഞാൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞത്. ആരോട് ഞാൻ സ്പെസിഫിക് ആയിട്ട് ആരോടും സംസാരിച്ചില്ല. ഒരു റിസർച്ചിനെ കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു. പിന്നെ ബൈജു, വളരെ നന്ദി ബൈജു. നേരത്തെ ഞാൻ വളരെ ബ്രീഫായിട്ട് ഞങ്ങളൊന്ന് സംസാരിച്ചിരുന്നു. താങ്ക് യു പറഞ്ഞു. ഞാൻ ആരെയും വിട്ടുപോയിട്ടില്ല എന്ന് കരുതുന്നു. സാബിറ അവസാന നിമിഷത്തിൽ ഇന്നലെ ഉറങ്ങാതിരുന്ന് വായിച്ചു എന്ന് തോന്നി. ഇന്നലെ പുസ്തകം മേടിച്ചുകൊണ്ട് ഇന്ന് ഹോംവർക്ക് ചെയ്ത് തീർത്ത് വന്നതിൽ വളരെ സന്തോഷം. ഞാൻ ആരുടെയെങ്കിലും ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. കേൾക്കുകയും എഴുതുകയും കൂടെ ചെയ്തതുകൊണ്ടാണ്. ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയാം. അത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. വളരെ വളരെ നന്ദി. താങ്ക് യു നിർമ്മലേച്ചി. ഇനി ആർക്കെങ്കിലും മറുപടി പറയാത്തതോ കിട്ടാത്തതോ എന്തെങ്കിലും അവസാന നിമിഷം നമ്മൾ എന്തായാലും എക്സീഡ് ആയി ടൈം. അപ്പൊ 9:30 സ്റ്റോപ്പ് ചെയ്യാം. അതിനു മുമ്പ് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ ചോദിക്കാം. ജീന, സൂരജ് ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു. പിന്നെ വെള്ളത്തിൽ മുക്കിക്കൊള്ളാൻ മറ്റേ ഇതിന്റെ ഇത് ചെയ്തെന്താ കൈനോട്ടക്കാരിയുടെ ഇതിനെ കുറിച്ചിട്ടുള്ള അതും കൂടെ കേൾക്കാൻ ആഗ്രഹമുണ്ട്. തീർച്ചയായും. അത് സത്യം പറഞ്ഞാൽ ഒരു തമാശയായിട്ട് ചേർത്താണ്. അത് ഇപ്പോ അത് കണിയാട്ടി പറഞ്ഞതില്ല. നമ്മള് വിധിയിൽ വിശ്വസിക്കും, പലതിലും വിശ്വസിക്കും. പക്ഷേ അവര് പറയുന്ന പകുതി കാര്യങ്ങൾ നടക്കും, പകുതി കാര്യങ്ങൾ നടക്കില്ല. അപ്പോ അപൂർവം ചില കാര്യങ്ങൾ അവർ പറയുന്നത് നടക്കാറുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് അതിന് പ്രാധാന്യം കൊടുത്തിട്ടില്ല. പക്ഷേ ഈ ചെറുപ്പത്തിൽ നമ്മൾ കേൾക്കുന്ന കാര്യം, ചെറുപ്പത്തിൽ പ്രത്യേകിച്ച് അമ്മമാര് ഈ പല ഇത്തരത്തിലുള്ള കാര്യങ്ങളും കുട്ടികളോട് പറയും. അതൊരിക്കലും പോവില്ല. അവരുടെ ഉള്ളിൽ അത് എപ്പോഴും കിടക്കും. ഈ കുട്ടിയെ മാത്തുക്കുട്ടിയെ അമ്മ പ്രത്യേകം സൂക്ഷിച്ചിരുന്നു. വെള്ളത്തിൽ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഉറപ്പായും വിശ്വസിച്ചിരുന്നു. അവരതിനെ പ്രൊട്ടക്ട് ചെയ്തിരുന്നു. ആ വിശ്വാസം അത് പക്ഷെ അയാളുടെ പലതരത്തിൽ ഇങ്ങനെയായിരിക്കും ഞാൻ കൊളറാഡോയിലായിരിക്കും മരിക്കുന്നത് എന്ന് പലതരത്തിൽ അത് സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അതിലെ ഒരു വിശ്വാസം, അതിലൊരു സത്യസന്ധതയോ സത്യസന്ധത എന്നല്ല, അതിലൊരു ന്യായവും ഉണ്ടായിട്ടല്ല. കൈനോട്ടം പറഞ്ഞത് ശരിയാണെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും സയൻസ് ഉണ്ടെന്നോ ഉള്ള വിശ്വാസത്തിലല്ല. അതൊരു നാട്ടുംപുറത്ത് അങ്ങനെ പലതും പറയും. ചിലപ്പോൾ നടക്കും, ചിലപ്പോൾ നടക്കില്ല. 50-50 ചാൻസ് ആണ്. നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറയും കണ്ടോ അന്ന് അവർ പ്രവചിച്ചതാണെന്ന് പറയും. ഈ പ്രാർത്ഥനയും വിധിയും വിശ്വാസവും ഒക്കെ പോലെ തന്നെ. അപ്പൊ ശരി, എന്നാ ഇനി നമുക്ക് നിർത്താറായി. 2 മിനിറ്റ് നന്ദി പറയാനുണ്ടെന്ന് തോന്നുന്നു ജോജിമോ. വിളിക്കുകയാണ് രാജ്. അതെ, ഇനി ജോജിയമ്മയെ നന്ദി പറയാൻ വേണ്ടി വിളിക്കുകയാണ്. ജോജിയമ്മ 2 മിനിറ്റ് ഉണ്ട്. അൺമ്യൂട്ട് ആയില്ലല്ലോ. ജോജിയമ്മ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? ഇപ്പൊ കേക്കാവോ? ഈ ഇന്നത്തെ ചർച്ച മോഡറേറ്റ് ചെയ്യാനായിട്ട് ജീന സമ്മതിച്ചു. അതിന് ജീനയ്ക്ക് ആദ്യമേ നന്ദി പറയുന്നു. ജീന ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഒഴിവ് പറയാൻ നോക്കി, പക്ഷെ എൻ്റെ റിക്വസ്റ്റിന്റെ പുറത്ത് വന്നു. താങ്ക് യു സോ മച്ച്. പിന്നെ ഈ പറയണൊക്കെ ഇത്രയും തിരക്ക് പിടിച്ച അവസരത്തിൽ കഥാകാരിയെ പരിചയപ്പെടുത്താൻ
സന്മനസ് കാണിച്ച പ്രസാദിനും അങ്ങേയറ്റം നന്ദി. കഥ പരിചയപ്പെടുത്തിയത് അരുണാണ്. അരുൺ വളരെ നല്ല രീതിയിൽ അത് ചെയ്തു. അരുൺ ഭയങ്കര തിരക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞു, പക്ഷെ എന്നാലും ലാസ്റ്റ് മിനിറ്റ് അത് വന്ന് ചെയ്തു. നന്ദി അരുൺ. പിന്നെ പ്രസന്റേഷൻ അശ്വതിയായിരുന്നു. അശ്വതിയുടെ ഭയങ്കര ചലഞ്ചായി ഏറ്റെടുത്ത്. എന്നോട് പറഞ്ഞു എനിക്ക് ബുക്കില്ല, ഞാൻ വായിച്ചിട്ടില്ല എന്നൊക്കെ. ഒരു വിരട്ടിന്റെ പുറത്ത് പാള് വീണു. ഇരുന്ന് കുത്തിയിരുന്ന് വായിച്ചിട്ട് അല്ലെ നന്നായിട്ട് പറഞ്ഞു കേട്ടോ. താങ്ക് യു സോ മച്ച്. പിന്നെ കരയിലെ മീനുകൾ അതിഗംഭീരമായ ഒരു ചർച്ചയാക്കാൻ സഹായിച്ച എല്ലാവർക്കും ഓരോരുത്തരുടെയും പേരെടുത്ത് പ്രത്യേകം പറയുന്നു നന്ദി. ശ്രീ രജി വളരെ കാര്യമായിട്ട് അവതരിപ്പിച്ചതുകൊണ്ട് പ്രത്യേകം പറയാതിരിക്കാൻ പറ്റത്തില്ല. പുള്ളി ആദ്യമായിട്ടാണ് വായനാരാമത്തിലെ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അതൊരു നല്ലൊരു അനുഭവമായിട്ട് വന്നു എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇത്രയും നന്നായ ഒരു നോവൽ മനസ്സിനെ പിടിച്ചു കുലുക്കുന്നതും വായിച്ചവർക്ക് ഒക്കെ എത്രമാത്രം അനുഭവമായി എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇന്ന് ഇവിടെ പ്രതികരിച്ചിരിക്കുന്നവരുടെ എല്ലാം വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. നിർമ്മലയുടെ എഴുത്തുകൾ എപ്പോഴും മനസ്സിനെ പിടിച്ചു കുലുക്കുന്നതും തുളച്ചു കയറുന്നതുമാണ്. കരിയിലെ മീനുകൾ ഒരിക്കലും പഴയതാകാത്ത ഒരു പ്രമേയമാണ്. എന്നും ഇത് പ്രസക്തമായിരിക്കുകയും ചെയ്യും. ഒരിടത്തല്ലെങ്കിൽ ഒരിടത്ത് എന്നും ഒരു മാത്യു കാണും. അത് മാറ്റിയെടുക്കാനൊന്നും പറ്റുകയില്ല, പക്ഷെ അത് വളരെ നല്ലതായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഈ ബുക്ക് വാങ്ങിച്ചോണ്ട് വന്നിട്ട് വീട്ടിൽ കയറുന്ന, ഇപ്പൊ നാട്ടിൽ നിന്ന് വാങ്ങിച്ചോണ്ട് വന്നിട്ട് വീട്ടിൽ കയറുന്നതിന് മുമ്പ് മുറ്റത്ത് നിന്ന് വായിക്കാൻ തുടങ്ങിയ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് ഉറങ്ങിയുള്ളൂ. അത്രയ്ക്ക് ഒരു ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു അത് വായിക്കാനായിട്ട്. താങ്ക് യു സോ മച്ച്. ഇത്രയും നല്ലൊരു ബുക്ക് ഞങ്ങൾക്ക് തന്നതിന് നിർമ്മലയ്ക്ക് നന്ദി. പിന്നെ ഈ എല്ലാവരുടെയും അഭിപ്രായത്തിന് ഇത്രയും വിശദമായിട്ട് നന്നായിട്ട് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഇനിയും ഒന്നും കൂടെ ആ ബുക്ക് വായിക്കാൻ തോന്നുന്നുണ്ട്. എന്നാലേ അത് ശരിയാവുള്ളൂ. താങ്ക് യു സോ മച്ച്. പങ്കെടുത്ത എല്ലാവർക്കും വളരെയധികം നന്ദി. വിളിച്ചപ്പോൾ ആരും ഒഴിവ് പറഞ്ഞില്ല, എല്ലാവരും വന്നു പങ്കെടുത്തു. അടുത്ത ചർച്ചയിലേക്ക് നമുക്ക് പോകാം. അതെന്തായിരിക്കണമെന്ന് തീരുമാനിക്കാം. താങ്ക് യു. ഗുഡ് നൈറ്റ്. താങ്ക് യു ഓൾ. എല്ലാവർക്കും വളരെ വളരെ നന്ദി. പോകുന്നതിന് മുമ്പ് അടുത്ത ചർച്ച ഇപ്പൊ കുത്തിപ്പൊക്കാനായിട്ട് ഞാൻ വരും കേട്ടോ. ഇപ്രാവശ്യത്തെ മോഡറേറ്റർ ഞാനല്ലേ? കണ്ടുപിടിക്കേ. നമ്മുടെ വായനാരാമത്തിലെ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ വീണ്ടും ചർച്ചയ്ക്ക് എടുക്കണം എന്നൊരു അഭ്യർത്ഥന കൂടി ഇതിന്റെ കൂട്ടത്തിൽ വെക്കുന്നു കേട്ടോ. ഏത് ബുക്ക്? വായനാരാമത്തിലെ എഴുത്തുകാർ ഇപ്പൊ കുഞ്ഞുവച്ചിയുടെ ഒക്കെ പുസ്തകങ്ങളുണ്ട് എന്നാണ്. അതുപോലെ ലേഖ ചേച്ചിയുടെ പുസ്തകം ഉണ്ട് അല്ലേ എന്ന് ഞാൻ അറിയുന്നു. ലൈക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ കൂടി എടുത്താൽ ലൈക്ക് നമുക്കത് പരിചയപ്പെടാനും നന്നായിരിക്കുമല്ലോ എന്നുള്ളതാണ് എന്ന് തോന്നുന്നു. കുറച്ച് ദിവസം മുൻകൂട്ടി പറയണം. പലതും വാങ്ങിക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ കടമെടുത്തെങ്കിലും വായിക്കണം. അതുകൊണ്ട് ഏത് ബുക്കാന്നുള്ളത് നേരത്തെ പറയണം. ആ പുസ്തകങ്ങളൊക്കെ നമ്മുടെ പുസ്തക ഫെസ്റ്റിവലിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടുന്നതായിരിക്കും അല്ലെ ചേച്ചി? നിർമ്മല ചേച്ചി അത് പറയും. എല്ലാവരുടെയും പുസ്തകങ്ങൾ ഫെസ്റ്റിവലിന് കിട്ടുന്നതായിരിക്കും. അതെല്ലാവരുടെയും പുസ്തകങ്ങൾ, ഇവിടുത്തെ എഴുത്തുകാരുടെ ഒക്കെ പുസ്തകങ്ങൾ നിങ്ങൾക്ക് ബുക്ക് ഫെസ്റ്റിൽ കിട്ടും. ഒക്ടോബർ 18 വരൂ അല്ലേ ചേച്ചി? എന്തായാലും ഞാൻ ഗ്രൂപ്പിലൊരു പോളുമായിട്ട് വരാം അങ്ങനെയാണെങ്കിൽ അടുത്ത മാസത്തെ ബുക്ക് നമുക്ക്. ശരി, ബൈ. താങ്ക് യു. ഗുഡ് നൈറ്റ്. നൈറ്റ്.